ആന്റിയുടെ ഫോൺ മ്യൂട്ടായി. തുടങ്ങട്ടെ പ്രാർത്ഥിക്കേ. വിശ്വസനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ രാവിലെ സമയത്ത് ഞങ്ങൾ മെതേഴ്സ് പ്രയർ മൂവ്മെന്റ് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ മന്ത്ലി മീറ്റിംഗ് കർത്താവേ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ഇടയാകണമേ. ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ ലീഡ് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കാൻ കർത്താവേ, ഞങ്ങൾ ഇതുവരെയും അനുഭവപ്പെട്ടില്ലാത്ത ഒരു സ്വർഗീയ സന്തോഷം അനുഭവിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടയാക്കണമേ. ഇന്നത്തെ മീറ്റിങ്ങിനെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ചേറിയ നിന്റെ ദാസ്യോർത്ത് പ്രാർത്ഥിക്കാൻ നിന്റെ മകളെ നീ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സങ്കീർത്തന പ്രബോധനം, അതുപോലെ കർത്താവെ എല്ലാം വർഷിപ്പ് ലീഡ് ചെയ്യുന്നവരെയും കർത്താവെ വചന ശുശ്രൂഷയും എല്ലാം ഇന്ന് ഏറ്റവും അനുഗ്രഹമായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് അന്ത്യകാലമാണ് കർത്താവെ. അത് ഞങ്ങൾ സമയത്തെ തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് ദിവസങ്ങളിൽ പ്രവർത്തിപ്പാൻ സഹായിക്കണമേ. ഈ ഗ്രൂപ്പിനെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കളുടെ ഉള്ളത്തിൽ കൊടുത്ത ദർശനമാണ് ഇത്. കർത്താവിന്റെ വരവോളം ഇത് തുടർന്നുകൊണ്ട് പോകുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കണമേ. ഇന്ന് ചില രോഗികൾക്ക് വിടുതലായി തീരണമേ. അത്ഭുതങ്ങൾ നടക്കട്ടെ കർത്താവെ. വീര്യ പ്രവൃത്തികൾ ഇവിടെ നടക്കുവാൻ തക്കവണ്ണം ഇടിയാകണമേ. ഇന്ന് കർത്താവെ ദൈവസേനയോട് ഞങ്ങൾ താഴ്ത്തി ഏൽപ്പിക്കുന്നു. വചനം സംസാരിക്കുമ്പോൾ ഞങ്ങളുടെ ഓരോരുത്തരോടെ ഹൃദയത്തോടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുന്നതിനായി സ്തോത്രം കർത്താവെ. ദൈവവചനം ഏതാത്മാവിൽ എഴുതിയോ അതേ ആത്മാവിൽ വിഭാജിച്ച് തരുവാൻ ആവശ്യമായ കൃപ കൊടുക്കണമേ. അനുഭവ സാക്ഷ്യങ്ങളും ഒക്കെ കേൾക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കണമേ. ചേർന്ന് വരുവാനുള്ളവർ എത്രയും പെടുന്ന് ജോയിൻ ചെയ്യുവാൻ ഇടിയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ എല്ലാം കർത്താവ് തന്നെ നിയന്ത്രിച്ചു വണ്ണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സർവ്വ നന്മകളാലും ഞങ്ങളെ നിറച്ചാട്ടെ കർത്താവെ. ഇന്ന് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ ആമേൻ ആമേൻ. പ്രാർത്ഥനയെ സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. നമുക്ക് കൊച്ചുമോൾ സിസ്റ്റർ വർഷിപ്പിന്റെയും അതിന് മുൻപാകെ കർത്താവിന്റെ ദാസി നമുക്ക് മദേഴ്സ് പ്രയർ മൂവ്മെന്റിനകത്ത് ഏറ്റവും വലിയ പ്രാധാന്യം കൊടുത്തിരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിഷയമാണല്ലോ. ആ കുഞ്ഞുങ്ങളെ എങ്ങനെ കർത്താവിലെ തിരിച്ചു കൊണ്ടുവരുവാൻ ഒരു സഹോദരിക്ക് കഴിഞ്ഞു എന്നൊരു സാക്ഷ്യം സഹിതം പറഞ്ഞിട്ട് പാട്ടുപാടി കർത്താവിനെ ആരാധിക്കാം. ആൾക്കാർ കുറവാണ് എങ്കിൽ പോലും ദൈവം ചെയ്യുന്ന വിശ്വസിക്കാൻ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. കൊച്ചുമോളെ ക്ഷണിക്കുന്നു. കേട്ടില്ല. ഹല്ലേലൂയ ജീസസ്. കേക്കാവോ? കേക്കാം കേക്കാം. ഹല്ലേലൂയ. ദൈവനാമത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം നമുക്ക് മദേഴ്സിന്റെ മെയിൻ പ്രയർ മൂവ്മെന്റിനോടുള്ള ബന്ധത്തിൽ ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു സാവകാശം ഒരുക്കിയ കർത്താവിന്റെ കൃപയ്ക്കായി ഇന്ന് പകൽക്കാലം കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നാം ഒന്നിച്ച് യഹോവയുടെ നാമത്തെ ഉയർത്തേണ്ടതിന് ഇന്ന് പകൽക്കാലം കർത്താവിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത് അനുഗ്രഹത്തിനും വിടുതലിനും കാരണമായി തീരുവാൻ കർത്താവ് ഇടയാക്കി തീർക്കട്ടെ. കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നത് കൊണ്ട് ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുതെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ വ്യക്തമായി ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. കർത്താവ് നമ്മളോട് പറഞ്ഞു, നമ്മൾ പലതിനെ കുറിച്ച് വിചാരപ്പെട്ട് മനം കലങ്ങി ആമേൻ ആയിരിക്കുന്ന അനുഭവത്തിൽ കർത്താവ് നമ്മളോട് പറഞ്ഞു, നിങ്ങൾ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. ആമേൻ. എന്തുകൊണ്ടാണ്? കർത്താവ് വരുവാൻ ഏറ്റവും അടുത്തിരിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനയ്ക്കുള്ള മറുപടി തന്ന് നമ്മളെ മാനിക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. മനുഷ്യരൊക്കെ അല്പം കഴിയട്ടെ, അല്ലെങ്കിൽ ആമേൻ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ നോക്കാം, ചിന്തിക്കാമെന്നൊക്കെ പറയുമ്പോൾ കർത്താവ് അങ്ങനെയല്ല പറയുന്നത്. നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽക്കാലവും നമുക്ക് വേണ്ടി ഹല്ലേലൂയ ആമേൻ ഈ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ, നമ്മുടെ വിഷയങ്ങൾ കർത്താവ് മറുപടി തരുവാൻ ശക്തനാകിയാൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മളെ തന്നെ സമ്പൂർണ്ണമായി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ആമേൻ. പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവയെ സകല ജഡവും നിന്റെ അടുക്കലേക്ക് വരുന്നു. ഹല്ലേലൂയ. പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ഉള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ബലം. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുമെന്നുള്ള ആ ഒരു വിശ്വാസമാണ് ഓരോ ദിവസവും നമ്മളെ ആമേൻ പ്രാർത്ഥിക്കുവാൻ പ്രേരിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ ആമേൻ. നമ്മളെ ദൈവശക്തിയോടെ പ്രാർത്ഥിക്കുന്നുവെങ്കിലും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ആമേൻ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തി കർത്താവ് നമ്മെ മാനിക്കുക തന്നെ ചെയ്യും. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാണ്, മനസ്സു തകർന്നവരെ അവൻ രക്ഷിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ആമേൻ. പലപ്പോഴും ഹന്നായെ കുറിച്ചൊക്കെ
നമ്മൾ കേട്ടിട്ടുണ്ടോ? എപ്പോഴും നമ്മൾ ധ്യാനിച്ച് പാടുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ നമ്മൾ ചെയ്യുന്നവരാണ്. ഹല്ലേലൂയ. എല്ലാ വർഷവും ആലയത്തിലേക്ക് കടന്നു പോകുന്ന ഹന്ന ഒരു ദിവസം അവൾ ഒരു തീരുമാനമെടുത്തു. എന്താണ്? ഹല്ലേലൂയ. ഞാൻ ഇന്ന് പതിവ് വിട്ടൊന്ന് ദൈവസന്നിധിയിൽ ഇരിക്കാൻ പോവുകയാ. എല്ലാ വർഷവും വർഷാന്തര യാഗം കഴിപ്പാൻ ഹന്ന ഹല്ലേലൂയ എൽക്കാനയുടെ കൂടെ ആലയത്തിലേക്ക് കടന്നു പോയിട്ട് നിരാശയോടെ മടങ്ങി വരുന്ന ഒരു ഹന്നായെ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ഒരു ദിവസം അവൾ തീരുമാനിച്ചു, എല്ലാ വർഷവും ഞാൻ പോകുന്നതുകൊണ്ട് എന്താ പ്രയോജനം? ദൈവത്തിന്റെ മക്കളെ, പ്രിയ സഹോദരിമാരെ, നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാ ദിവസവും ദൈവത്തിന്റെ സന്നിധിയിൽ ആയിരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ തടസ്സങ്ങൾ എന്താണെന്ന് ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം നാം ചിന്തിക്കണം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവപ്രവൃത്തി ഇന്ന് പകൽക്കാലം വെളിപ്പെടുത്തി കർത്താവ് നമ്മളെ മാനിക്കും. ഹന്ന പതിവ് വിട്ട് ദൈവസന്നിധിയിൽ നേർച്ച നേർന്നു. ആലയത്തിലെ വിളക്ക് കെടുന്നതിന് മുൻപ് ഹല്ലേലൂയ ദൈവശബ്ദം കേൾക്കുന്ന ഒരുവനെ ദൈവസന്നിധിയിൽ ആദായപ്പെടുത്തുവാൻ വേണ്ടി അവൾ ദൈവസന്നിധിയിൽ തീരുമാനം എടുക്കുവാൻ ഇടയായിട്ടുണ്ട്. കുഞ്ഞുങ്ങളില്ലാത്തവർ പലപ്പോഴും ദൈവമേ ഏതെങ്കിലും ഒന്നിനെ തന്നാ മതി എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ ഹന്നയെ കുറിച്ച് പറയുന്നത്, അവൾ പറഞ്ഞു, എനിക്കൊരു പുരുഷ പ്രജയെ തന്നാൽ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മുടെ തീരുമാനത്തിൽ ലക്ഷ്യമുണ്ടായിരിക്കണം. നാം പ്രാർത്ഥിക്കുന്നത് എന്താണെന്ന് നമ്മുടെ ഉള്ളിൽ ഒരു വ്യക്തത ഉണ്ടായിട്ട് നാം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തന്ന് നമ്മെ മാനിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നാളുകളായി നീ പ്രാർത്ഥിച്ചിട്ടും നാളുകളായി നീ ഉപവസിച്ചിട്ടും നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഇല്ലല്ലോ എന്നോർത്ത് നീ ഭാരപ്പെടണ്ട. നാളുകൾ കഴിഞ്ഞാലും ഹല്ലേലൂയ വിത്ത് ഹല്ലേലൂയ വിതറുന്നവനും കറ്റ ചുമക്കുന്നവനും ഒരുപോലെ സന്തോഷിക്കുന്ന ഒരു ദിവസം ഉണ്ടെന്നുള്ളത് ഇന്ന് പകൽക്കാലം ദൈവമക്കൾ മറന്നു പോകരുത്. ഹല്ലേലൂയ. ഞങ്ങളെ നിർമ്മലേന്റിക്ക് നല്ലപോലെ ഞങ്ങളെ അറിയാം. ഞങ്ങൾ കോന്നിയുടെ പ്രദേശമായിരുന്നപ്പോൾ ഞങ്ങൾക്ക് ഒരുമിച്ച് പല മീറ്റിങ്ങിൽ കടന്നു പോകുവാൻ, ഒരുമിച്ച് സഹകരിപ്പാൻ, സ്വന്തം സഹോദരങ്ങളെ പോലെ ആയിരിക്കാനൊക്കെ ദൈവം സാവകാശം ഒരുക്കിയിട്ടുണ്ട്. ഞങ്ങൾക്ക് 3 മക്കളാണ്. ഞങ്ങൾ കർത്താവിന്റെ വേലയിൽ ഇപ്പൊ ഞങ്ങൾ മഴുക്കീർ തിരുവല്ല പ്രദേശത്ത് മഴുക്കീർ ചച്ചവൂരിലെ പാസ്റ്റായിട്ട് ഞങ്ങൾ ആയിരിക്കുന്നു. കാലയിൽ ഞങ്ങൾക്ക് 3 മക്കളെ കർത്താവ് ദാനം തന്നു. 2 പെൺകുഞ്ഞുങ്ങള് അത് കഴിഞ്ഞിട്ടൊരു ആൺപൈതലിനെയും കർത്താവ് തന്നു. ഹല്ലേലൂയ. 2 പെൺകുഞ്ഞുങ്ങളായിരിക്കുമ്പം പലരും ചോദിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഒരു ആൺകുഞ്ഞിനെ കിട്ടുന്നത് വരെ പ്രസവിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. പലരും പരിഹസിച്ചു ചോദിക്കും. കാര്യം പാസ്റ്റർമാർക്കെല്ലാം പെൺപിള്ളാരാ. ഹല്ലേലൂയ എന്ന് പറഞ്ഞ് പലരും പറഞ്ഞ അനുഭവങ്ങളുടെ നടുവില് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. കർത്താവിനോട് കർത്താവെ, ഹന്നായുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്തെങ്കിൽ എന്റെയും പ്രാർത്ഥനയ്ക്ക് കർത്താവ് മറുപടി തരണം. ഹല്ലേലൂയ. രാത്രിയുടെ യാമത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. 3ാമത് പ്രഗ്നന്റ് ആയപ്പോ എല്ലാവരും ഡോക്ടേഴ്സ് ഉൾപ്പെടെ പറഞ്ഞു ഇതൊരു പെൺകുഞ്ഞായിരിക്കുമെന്ന്. ഹല്ലേലൂയ. എന്നാൽ 2 മാസമായപ്പോ രാത്രിയുടെ യാമത്തിൽ കർത്താവ് എന്നോട് സംസാരിച്ചു. ഹല്ലേലൂയ. നിനക്ക് ഞാനൊരു ആൺപൈതലിനെ തരും, അവനൊരു ജോയൽ എന്ന് പേരിടണം. ഹല്ലേലൂയ. അവൻ കർത്താവിന് പ്രയോജനമുള്ളവനായി തീരുമെന്ന് 24 വർഷങ്ങൾക്ക് മുൻപ് ഹല്ലേലൂയ എന്നോട് ദൈവം സംസാരിക്കുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന്റെ മക്കൾ എല്ലാവരും ഒരുപോലെ ഇല്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത്, എല്ലാവരും ഒരുപോലെ സ്ഥാനത്ത് എന്റെ കർത്താവ് അത്ഭുതം ചെയ്യുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. എന്റെ പൈതലിൽ നിന്ന് 24 വയസ്സ് ആകുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അവൻ ഡിഗ്രി കഴിയുന്നത് വരെ പലതും അവൻ ചിന്തിച്ചു. അവൻ വിചാരിച്ച് കാനഡയ്ക്ക് പോകുന്നതാണ് ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ട് കാനഡയ്ക്ക് പോയി പഠിച്ച് എന്റെ വീട്ടുകാരെ എനിക്ക് നോക്കണം. കാര്യം പലവിധ പ്രതികൂലങ്ങളുടെ നടുവിൽ ഞങ്ങൾ 2 പേരും വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് ഇറങ്ങിയവരാണ്. അതിന്റെ വളരെ പ്രതികൂലങ്ങൾ സഹിച്ച് ഹല്ലേലൂയ ദൈവസ്ഥലായിരുന്ന അനുഭവങ്ങളൊക്കെ പൈതലിന് നന്നായിട്ട് അറിയാം. കർത്താവിന്റെ വേലയിലായിരിക്കുമ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ കർത്താവേ മതി എന്ന് പറഞ്ഞ അനുഭവങ്ങളുടെ നടുവിൽ പൈതങ്ങൾ പറഞ്ഞു ഇനി ഞങ്ങൾ ജോലി ചെയ്ത് കർത്താവിന്റെ വേല ചെയ്യാമെന്നൊക്കെ തീരുമാനമെടുത്തു കേട്ടോ. ഹല്ലേലൂയ. ഞങ്ങൾ ഭരണിക്കാവിന്റെ പ്രദേശത്തായിരുന്നപ്പോൾ കോവിഡിന്റെ ആ സമയത്താണ് ഞങ്ങൾ ഭരണിക്കാവ് ചർച്ചകൂടിൽ ചാർജ് എടുക്കുവാനിടയായി തീർന്നു. കോന്നിയിൽ നിന്ന് ഞങ്ങൾ ഭരണിക്കാവിലേക്കാണ് കടന്നു വന്നത്. അന്ന് ഒരേ പൈതൽ പറഞ്ഞു ഞാൻ എങ്ങനെയാണേലും പോകും, കാനഡയ്ക്ക് പോകാനുള്ള എല്ലാ കാര്യങ്ങളും
ഹല്ലേലൂയ അവൻ തീരുമാനിക്കുവാനിടയായി. ഇതെല്ലാം പേപ്പേഴ്സ് എല്ലാം ശരിയാക്കി. എന്നാൽ ഹല്ലേലൂയ ആമേൻ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ ആമേൻ ഹല്ലേലൂയ കർത്താവിന്റെ വേലയ്ക്ക് എന്ന് പറഞ്ഞ യോവേൽ എന്ന് പേരിടാൻ പറഞ്ഞ കർത്താവ് പേരിട്ട് ഒരു പൈതലാണെങ്കിൽ കർത്താവിന്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് കർത്താവേ നീ ഇവനോട് സംസാരിക്കണം. എന്നാമേ രാത്രിയുടെ യാമത്തില് ആമേൻ എല്ലാവരും ഉറങ്ങുമ്പോഴുണ്ടല്ലോ ഞാമേ രാത്രി ആമേൻ എഴുന്നേറ്റ് എന്നിട്ട് കുഞ്ഞിന്റെ തല കൈവച്ച് മിക്ക ദിവസങ്ങളിൽ അവൻ കണ്ണുറക്കുമ്പം ആമേൻ കൈവച്ച് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം അവൻ കാണുവാൻ കഴിയും. ഹല്ലേലൂയ. എന്നാൽ അന്നൊക്കെയും അവന് ആമേൻ ഹല്ലേലൂയ കർത്താവിന്റെ വേലയോട് വലിയ താല്പര്യമില്ലായിരുന്നെങ്കിലും ആമേൻ ഹല്ലേലൂയ അവൻ ആ കോവിഡ് സമയത്ത് ദൈവസന്നിധി തീരുമാനമെടുക്കുവാനിട ദൈവം അവനോട് സംസാരിക്കുവാൻ ഒരു ദർശനം കൊടുത്ത് ആമേൻ ദൈവം അവനോട് സംസാരിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ ആമേൻ അങ്ങനെ അവൻ കർത്താവിന് വേണ്ടി ആമേൻ കർത്താവിൻ നേരിട്ട് കർത്താവുമായിട്ട് ദൈവ ശബ്ദത്തിന്റെ മുൻപിൽ കർത്താവിന്റെ സന്നിധി സമർപ്പിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ ആമേൻ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പേരിൽ നിന്റെ പ്രാർത്ഥന ഒരിക്കലും വ്യർത്ഥമല്ല കേട്ടോ. ആമേൻ അവൻ 3 വർഷക്കാലം അവരോട് ഞങ്ങൾ പറഞ്ഞു വടക്കേന്റെ ഡെറാഡൂണിലേക്കോ ബാംഗ്ലൂരിലേക്കോ ഒക്കെ പോയി പഠിക്കാൻ ആമേൻ ഞങ്ങൾ പറഞ്ഞെങ്കിലും ആമേൻ ദൈവം അവനോട് പറഞ്ഞു ആമേൻ നീ മുളക്കഴ തന്നെ പോയി ആമേൻ നീ പഠിക്കണം. ഹല്ലേലൂയ. നിന്ദിച്ചവരുടെ മുൻപിൽ മാനിക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് ആമേൻ നമുക്ക് വെളിപ്പെടുത്തി തരണമെങ്കിൽ ആമേൻ ഹല്ലേലൂയ ആമേൻ പൈതല് ആമേൻ മുളക്കഴ പഠിക്കുവാൻ കടന്നുപോയി. ഇടയ്ക്ക് വെച്ചൊക്കെ ആമേൻ നിർത്തിയാ മതി എന്ന് പറഞ്ഞ അനുഭവങ്ങൾ അവന്റെ ജീവിതത്തിന് മേൽ കടന്നു വന്നു. എന്നാൽ അതിന്റെ നടുവില് ആമേൻ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ദൈവമക്കള് ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്ന പ്രിയ അനേക മാതാക്കള് അനേക സഹോദരിമാരെ ഹല്ലേലൂയ അവന്റെ പിൻപിൽ ഉണ്ടായിരുന്നത് കൊണ്ട് പൈതലിന് വേണ്ടി പ്രാർത്ഥിക്കുവാനിടയായിരുന്നു. അവൻ കേട്ട ദൈവ ശബ്ദത്തിന് മുൻപിൽ കർത്താവിന് വേണ്ടി പൂർണ്ണമായി സമർപ്പിച്ച് ഹല്ലേലൂയ ഈ 3 വർഷക്കാലം പഠിക്കുവാൻ ആമേൻ അതേ അവിടുത്തെ ഏറ്റവും നല്ല സ്റ്റുഡന്റ് എന്നുള്ള അവാർഡ് വരെയും കിട്ടുവാൻ തക്കതുപോലെ സ്വർഗത്തിലെ ദൈവം സഹായിച്ചത് ഓർത്ത് ഇന്ന് പകൽക്കാലം ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവ് ദിവസം അവനെ ശക്തമായി കരങ്ങളെടുത്ത് ഉപയോഗിക്കുന്നു. ഹല്ലേലൂയ ആമേൻ ഞങ്ങൾ എങ്ങനെ ഇറങ്ങി തിരിച്ചുവോ ആ നാളുകളിലെ ഒരു അത്ഭുതത്തിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഈ ദിവസങ്ങൾ കർത്താവ് പൈതലെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി സ്തുതിക്കുന്നു. ആമേൻ നമ്മൾ അവിശ്വസ്തരായി പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ അവിശ്വസ്ത വന്നിട്ടുണ്ടെങ്കിലും ആമേൻ കർത്താവ് ഞങ്ങളുടെ അവിശ്വസ്തകളെ കണക്കിടാതെ അവൻ ഇന്നും വിശ്വസ്തനായി പാർക്കുന്നത് കൊണ്ട് ദൈവത്തിന്റെ പൈതലെ അവൻ നമ്മളോടൊരു കാര്യം പറഞ്ഞാൽ ഹല്ലേലൂയ അവൻ മാറിപ്പോകുന്ന ദൈവമല്ല കേട്ടോ. ആമേൻ നമുക്ക് ബലഹീനതകളും ആമേൻ ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിലും നമ്മുടെ കർത്താവ് ഒരിക്കലും അവിശ്വസ്തനല്ല, അവൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ മാതാക്കന്മാരെ പ്രിയ സഹോദരിമാരെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം നിങ്ങൾക്ക് ആമേൻ മറുപടി തരുമ്പോൾ അത് ഏറ്റവും ശ്രേഷ്ഠമായ മറുപടി തന്ന നിന്നെ നിന്ദിക്കുന്നവർ നടുവിൽ നിന്നെ പഴിക്കുന്നവർ നടുവിൽ ഉടമനകളുടെ ഒന്നുമില്ലെന്ന് പറയുന്നവർ നടുവിൽ മാനിക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവം ഇന്നും ജീവിക്കുന്നുവെന്നുള്ളത് ആമേൻ ഇന്ന് പകൽക്കാലം ദൈവമക്കളെ നമ്മൾ അറിയണം. നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ആമേൻ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ ഇടയായി തീരും. അതുകൊണ്ട് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന സ്ഥാനത്ത് വിശ്വസ്തയോടെ നിന്ന് ഹല്ലേലൂയ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവത്തിന്റെ കരങ്ങളിൽ ആമേൻ നമ്മെ തന്നെ സമ്പൂർണ്ണമായി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ ആമേൻ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. സംഭവങ്ങൾ ഓരോന്നും കർത്താവിന്റെ വരവിനെ വിളിച്ചോതിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തി ആമേൻ മാനിക്കേണ്ടതിന് ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമ്പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്ത് ആമേൻ നമുക്ക് ദൈവസന്നെ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ആമേൻ നമുക്കൊരു പാട്ട് പാടി ആമേൻ ദൈവത്തെ മഹത്വപ്പെടുത്താം. സമയം അധികമില്ലെന്ന് എനിക്കറിയാം. ഹല്ലേലൂയ അതുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു. ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമ്പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. എന്നുമേഘെ വന്നിടും എന്റെ പ്രാണനായക നിന്നെ കാണാൻ ആശയേറുമേ. എന്നുമേഘെ വന്നിടും എന്റെ പ്രാണനായക നിന്നെ കാണാൻ ആശയേറുന്നേ. സ്വലോകവാസം ഓർക്കുമ്പോൾ പ്രിയൻ ചാരെ എത്തുമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭോ. സ്വലോകവാസം ഓർക്കുമ്പോൾ പ്രിയൻ ചാരെ എത്തുമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭോ. എന്നുമേഘെ വന്നിടും എന്റെ പ്രാണനായക അങ്ങേ കാണാൻ ആശയേറുന്നേ. ആമേൻ. എല്ലാവരും കൂടെ കൈയടിച്ച് പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രിയൻ ചാരെ എത്തുമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭോ.
സ്വലോകവാസമോർക്കുമ്പോൾ പ്രിയൻ ചാരെ എത്തുമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭു. ലോകവെയിലേറ്റതാൽ വാടിത്തളർന്നിടിലും എന്റെ കാന്ത എത്ര സുന്ദരി. ലോകവെയിലേറ്റതാൽ വാടിത്തളർന്നിടിലും എന്റെ കാന്ത എത്ര സുന്ദരി. ശിലകളെ വെല്ലാം ശോഭയുള്ളവേ. ലോകവെയിലേറ്റതാൽ വാടിത്തളർന്നിടിലും തന്റെ കാന്ത എത്ര സുന്ദരി. ഏതാരെ കൂടാരങ്ങളെ സോളമൻ തിരശിലകളെ വെല്ലുന്ന നാം ശോഭയുള്ളവൾ. എന്നുമേഘെ വന്നിടും എന്റെ പ്രാണനായക അങ്ങേ കാണാൻ ആശയേറുന്നു. എത്തുമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭോ. സമോർക്കുമ്പോൾ പ്രിയൻ ചന്ദ്ര എത്തുമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭോ. ശാരോനിലെ പനനിർപ്പൂ താഴ്വരയിലെ താമര മുള്ളുകൾക്കിടയിൽ വസിക്കും കാന്തയോ. ശാരോനിലെ പനനിർപ്പൂ താഴ്വരയിലെ താമര മുള്ളുകൾക്കിടയിൽ വസിക്കും കാന്തയോ. കൊടികളിൽ സൈന്യം പോൽ സൂര്യചന്ദ്ര ശോഭ പോൽ മോഹിനിയാം കാന്തയെ ചേർക്കാൻ. കൊടികളിൽ സൈന്യം പോൽ സൂര്യചന്ദ്ര ശോഭ പോൽ മോഹിനിയാം കാന്തയെ ചേർക്കാൻ. എന്നും മികെ വന്നിടും എന്റെ പ്രാണനായകം അങ്ങേ ആശയേറുന്നു. സമോർക്കുമ്പോൾ പ്രിയൻ ചാരെ എത്തുമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭോ. സമോർക്കുമ്പോൾ പ്രിയൻ ചാരെ എത്തുമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭോ. കണ്ണീരില്ല നാടതി ശോകമില്ല വീടതി എന്നൊന്നു ചേർത്തിടും പ്രിയ. കണ്ണീരില്ല നാടതി ശോകമില്ല വീടതി എന്നൊന്നു ചേർത്തിടും പ്രിയ. അങ്ങേ കാൺമാനാർത്തിയായി കാത്തിടുന്ന കാന്തയെ ചേർത്തിടുവാൻ എന്തു താമസം. അങ്ങേ കാൺമാനാശയായി കാത്തിടുന്ന കാന്തയെ ചേർത്തിടുവാൻ എന്തു താമസം. എന്നും വേഗെ വന്നിടും എന്റെ പ്രാണനായകം അങ്ങേ കാൺമാനാശയേറുന്നേ. സമോർക്കുമ്പോൾ പ്രിയൻ ചാരെ എത്തുമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭോ. സമോർക്കുമ്പോൾ പ്രിയൻ ചാരെ എത്തുമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭോ. ലോകവെയിലേറ്റതാൽ പാടിത്തളർന്നിടിലും തന്റെ കാന്ത എത്ര സുന്ദരി. ലോകവെയിലേറ്റതാൽ പാടിത്തളർന്നിടിലും തന്റെ എത്ര സുന്ദരി. കേദാര കൂടാരങ്ങളെ സോളമൻ തിരശിലകളെ വെല്ലുന്ന ശോഭയുള്ളവൾ. കേദാര കൂടാരങ്ങളെ സോളമൻ തിരശിലകളെ വെല്ലുന്നതും ശോഭയുള്ളവൾ. എന്നും വേഗെ വന്നിടും എന്റെ പ്രാണനായകം അങ്ങേ കാണാൻ ആശയേറുന്നേ. സമോർക്കുമ്പോൾ പ്രിയൻ ജീസസ് കൂടാരാജ സൈഡലെ തീവരാജ വൈഡരെ തരാ. തീവരമാല സൈഡലെ കൂടരാജ സുന്ദര കൂടവരന്ത സൈതരാജല. കൂടരാജ സൈഡലെ സൈഡരാജ വൈഡവരക സൈഡാര തീവല മൗഡ സന്തല വൈശാലേ. തുവാരാജ സൈഡാരെ അമ്പല വൈശല വൈഡാര തീവരാജ വൈശരേ തരാവികല കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും അന്യനല്ല സ്വന്തം കാണും. ഹല്ലേലൂയ.
യേശുവിന്റെ വചനത്തിനാൽ ജയം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ രക്തം ഉടനെ വരകടക ശൈഡ വര വല 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 ഉടനെ വര വല വല ജീവന വല 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 സിയാരേല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേ. കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും. അന്യനല്ല, സ്വന്തം കണ്ണാൽ കണ്ടിടും. ദൈവമക്കളെ, നമ്മുടെ പ്രിയനെ കാണുവാൻ സമയം ഏറ്റവും അടുത്തു. നമ്മുടെ കഷ്ടങ്ങൾ തീരാറായി. ഹല്ലേലൂയ. അവൻ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന നമ്മുടെ പ്രിയൻ വരാറായി. അവൻ വിശ്വാസത്തിന് ക്ഷീണം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, വിശുദ്ധിക്ക് ക്ഷീണം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പ്രത്യാശ അനേകരുടെ കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പ്രത്യാശയിൽ വർദ്ധിക്കുന്നു. ഹല്ലേലൂയ. ഉടയ മനഘടകക്ഷസിന്ന് കഴിഞ്ഞ കേൾക്കുന്ന പ്രിയ മാതാക്കന്മാരെ, ആമേൻ, ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുവാൻ ഈ മീറ്റിംഗിൽ ശുശ്രൂഷകളിലും ദൈവത്തിന് നാമകത്തപ്പെടുവാനിടയായി തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആമേൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ആമേൻ ഇരിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. നന്നായി കഥാവിന്റെ വചനത്തിൽ കൂടി ദൈവം സംസാരിച്ച വാക്കുകൾ കൂടി കഥാവിനെ ആരാധിപ്പാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. നമുക്കറിയാം പല പ്രതികൂലങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ കർത്താവിന്റെ സ്വരം കേട്ടവർക്ക് മാത്രമേ നിലനിൽക്കാൻ കഴിയത്തുള്ളൂ. ഡോക്ടേഴ്സിന്റെ വിധികൾ പോലും തിരിച്ചായിരുന്നു. പക്ഷെ കർത്താവിന്റെ വചനത്തിൽ പറഞ്ഞ പോലെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുന്നു. ഹല്ലേലൂയ. വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഹല്ലേലൂയ അതിനെ ജയിക്കാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ നമുക്കറിയാം ചന്ദ്രക്ക് മേശക്ക് അഭയന്ദ്രനെ തീയിലിട്ടപ്പോഴും ദൈവമായിട്ടുള്ള ബന്ധത്തിൽ വിശ്വാസത്തോട് നിലനിന്നുകൊണ്ട് ആ തീയിൽ ഇറങ്ങി വന്ന പ്രവർത്തിച്ചത്. നമ്മളെ പലപ്പോഴും ശത്രുവാൻ തള്ളിക്കളയാൻ നോക്കുന്ന ഓരോ ഇടങ്ങളിലും ദൈവബന്ധത്തിൽ നമ്മൾ ആയിരിക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ പൂർണ്ണമായി രക്ഷിക്കുന്നതിന് ചെയ്യും. ഇന്ന് പൈതലിന്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ അനേകർക്ക് ഇതുപോലത്തെ സാക്ഷികളുണ്ട്. പക്ഷെ നമ്മുടെ ഗ്രൂപ്പിലുള്ള സഹോദരി ജീവിതത്തിൽ ദൈവം ചെയ്ത വലിയ കൃപയ്ക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. അടുത്തായി നമുക്ക് പ്രാർത്ഥനാ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഏലിയാം സിസ്റ്റർ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് ഇതിനകത്ത് കയറി വന്നവരുടെ വിഷയങ്ങളുണ്ട്, അവരൊക്കെ പറയും. ആ വിഷയങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കാം. ഏലിയാം സിസ്റ്റർ ഫ്രീ ആണല്ലോ? ഓക്കെ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പുണ്യനാമത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അനേക പ്രാർത്ഥനാ വിഷയങ്ങളുള്ളവരാ നമ്മൾ ഓരോരുത്തരും. നമ്മൾ മറ്റുള്ളവരുടെ ഭാരങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുവാൻ ദൈവാത്മാവ് നമ്മളെ കൂട്ടി വരുത്തിയിരിക്കുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വിഷയങ്ങൾ താനേ മാറിപ്പോ. നമ്മളറിയാതെ തന്നെ നമ്മുടെ മുമ്പിലുള്ള വിഷയങ്ങൾ നീക്കി കളഞ്ഞിട്ടുണ്ട് ദൈവം. അതാ നമ്മുടെ ധൈര്യം. അതുകൊണ്ട് ധൈര്യത്തോട് കൃപാസനത്തിന്റെ അടുക്കലേക്ക് നമുക്ക് കടന്നു ചെല്ലുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ഇവിടെ ആയിരിക്കുന്നവരുടെ വിഷയങ്ങൾ ഓരോന്ന് പറയാമോ? ഓരോരുത്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇവിടെ ഇരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എന്നിട്ട് നമുക്ക് പൊതുവേ ഉള്ളത് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് വിഷയങ്ങൾ പറയാനായിട്ട് പ്രൈസ് ദി ലോർഡ്. ഏലിയാം സിസ്റ്ററെ കേൾക്കാമോ? ഞാൻ ലിസി ജോർജാ. എനിക്ക് ഇന്ന് ഇച്ചിരി തിരക്കുണ്ട്. കാരണം ഞങ്ങളൊരു WC എന്ന് പറഞ്ഞൊരു മീറ്റിംഗ് നടത്തുന്നുണ്ടേ. അപ്പൊ ഞാൻ ഇന്ന് ആ മീറ്റിംഗ് വെച്ചേക്കുമായിരുന്നു. എനിക്ക് നിർമ്മല സിസ്റ്ററോട് പറയാൻ സമയം കിട്ടിയില്ലായിരുന്നു. അപ്പം ഇന്ന് ആ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഞാൻ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഇറങ്ങും ഇതിനകത്തുനിന്ന്. ഞങ്ങളുടെ മീറ്റിംഗിന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അതിന്റെ തുടക്കം ഈ മീറ്റിംഗ് പ്രാർത്ഥിച്ചായിരുന്നു. നമ്മുടെ മദേഴ്സ് പ്രയർ മൂവ്മെന്റ് ആ മീറ്റിംഗിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുള്ളത്. ആ മീറ്റിംഗിന്റെ അനുഗ്രഹത്തിനും പിന്നെ ഞങ്ങളുടെ ഫാമിലിയുടെ വിഷയങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കും. ആരെങ്കിലും ഒരാൾ ലിസി ജോർജിന്റെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാട്ട്. ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് അവർ തുടങ്ങിയല്ലോ, അതിന്റെ മീറ്റിംഗ് ഇന്ന് നടക്കുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. നിന്റെ ലിസി ജോർജ് കുടുംബം നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, അവർ ശുശ്രൂഷാമോഹത്തായിരിക്കുന്നു. അതോർത്ത് പ്രാർത്ഥിക്കണം. തിമോത്തി എന്ന് പറയുന്ന ഒരു മകനുണ്ട്. അവനെ ജോലിയോടനുബന്ധിച്ച് വെളിയിലായിരിക്കുന്നു. എന്നാൽ മാതാപിതാക്കളുടെ ആഗ്രഹം അവൻ പൂർണ്ണമായി കർത്താവിന്റെ വേലയ്ക്ക് സമർപ്പിക്കാൻ. എന്നാൽ ഇപ്പോൾ കൊച്ചുമോൾ സിസ്റ്റർ പറഞ്ഞതുപോലെ കുഞ്ഞുങ്ങൾ സ്വയമായി സമർപ്പിക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തിമോത്തി പൂർണ്ണമായി ദൈവസന്നിധിയിൽ പൈതൽ തന്നെ സമർപ്പിക്കപ്പെട്ടവനായി കർത്താവിന്റെ വേലയ്ക്ക് മാതാപിതാക്കളോടൊപ്പമോ അല്ലെങ്കിൽ എന്താ കർത്താവിനെ പറ്റി ആഗ്രഹിക്കുന്നത് അതനുസരിച്ച് ആയിത്തീരുവാൻ തിമോത്തിക്ക് വേണ്ടി നല്ല പേരാണല്ലോ മാതാപിതാക്കൾ ഇട്ടത്. അതുകൊണ്ട് മകൻ പൗലോസ് പറയുന്നു,
തിമത്തിയെ ധൈര്യപ്പെടുത്തി എന്തെല്ലാം പറയുന്നുണ്ട്. നീ എൻ്റെ കൃപാവരങ്ങൾ, ഞാൻ നിന്റെ മേൽ പകർന്നിരിക്കുന്ന കൃപാവരങ്ങളെ ജ്വലിപ്പിക്കണമെന്നൊക്കെ തിമത്തിയോസിനെ പറ്റി പറയുന്നു. അപ്പോൾ ഈ മാതാപിതാക്കളുടെ മേൽ പകർന്ന അഭിഷേകത്താൽ ഉപരിയായ ഒരു അഭിഷേകത്തോടെ പുറത്തു വരുവാൻ തക്കവണ്ണം തിമത്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്നത്തെ അവരുടെ ലേഡീസ് മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇതെല്ലാം ഓർത്ത് ഒരാൾ പ്രാർത്ഥിച്ചാൽ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം 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 സ്തോത്രം. വാഗ്ദത്തങ്ങളെ വിശ്വസനമാക്കും മാറാത്തരമായ സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. കർത്താവിന്റെ ദാസിലെ സിസ്റ്റർ പറഞ്ഞ വിഷയങ്ങളുമായി ഞങ്ങൾ അപ്പന്റെ പാദപീഠത്തിലേക്ക് കടന്നു വരുന്ന കർത്താവേ, തന്റെ ഹൃദയത്തിലെ താല്പര്യങ്ങളെ കർത്താവ് നിവർത്തിച്ചു കൊടുക്കുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. നന്ദിയോട് സ്തോത്രം സ്തോത്രം സ്തോത്രം. കാലം കർത്താവെ എന്റെ മീറ്റിങ്ങിനായി സ്തോത്രം. കർത്താവെ മീറ്റിംഗ് നല്ല രീതിയിൽ നടക്കുവാൻ, കർത്താവിന്റെ പ്രസാദമുള്ളതായി തീരുവാൻ, അനേകർക്ക് വിടുതലിനും ആശ്വാസത്തിനും കാരണമായി തീരുവാൻ വേണ്ടി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. വൃത്തിയാല് ആ പൈതലിന് വേണ്ടി ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. തിമോത്തിയെ ദൈവകരങ്ങളിൽ അൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ തലമുറകളെല്ലാം ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടവരും ദൈവത്തിന് പ്രയോജനമുള്ളവരായി തീരുമാനമെന്നാണല്ലോ ഞങ്ങളുടെ ആഗ്രഹം. കർത്താവെ കുഞ്ഞിനെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധ ഇടപെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നത്. എനിക്ക് കർത്താവെ വ്യക്തമായ ദർശനം കിട്ടി കർത്താവിനെ ഇറക്കേണ്ടതിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞിന് വേണ്ടി ദൈവം വലിയവയെ ചെയ്യുന്നതിനായി ഞങ്ങൾ അങ്ങേ മഹത്വം. ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരുടെയും തലമുറകളെയും ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വേലയ്ക്കായിട്ട് കർത്താവ് കണ്ടിട്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാവരും ഈ ദിവസങ്ങളിൽ കർത്താവിനോട് ചേർന്ന് യാക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അപ്പ അങ്ങയുടെ കരുണയും അങ്ങയുടെ കൃപയും ആ കുഞ്ഞുങ്ങളുടെ മേൽ നീട്ടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കുടുംബത്തെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമ മഹത്വം എടുക്കണം. പൊന്നേ സുരക്ഷകൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് പ്രാർത്ഥന കേട്ട് ആ കുടുംബത്തെ വിടുവിച്ചത് ഓർത്ത് സ്തോത്രം ചെയ്യാം. ദൈവത്തിന്റെ പുണ്യനാമത്തിൽ നന്ദിയോട് സ്തോത്രം. നമ്മൾ ഇവിടെ ഇതിൻ്റെ അകത്ത് 10-20 പേരുണ്ട്. അടുത്ത ആള് പ്രാർത്ഥിച്ചോട്ടെന്ന് വിചാരിച്ചാ നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. അത് ശരിയാ, എങ്കിൽ നമുക്ക് സമയമില്ല. 20 പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ തന്നെ എത്ര സമയം വേണം? ഇപ്പൊ ബിജോ സിസ്റ്റർ, ഞാനിപ്പോ ഒരു വിഷയം പറയുമ്പോൾ അല്ലെ ഏതെങ്കിലും സഹോദരി പറയുമ്പോൾ, ഇപ്പൊ ബിജോ സിസ്റ്റർ പ്രാർത്ഥിച്ചതുപോലെ തന്നെ നമ്മൾ ആത്മാവിൽ അന്യഭാഷയിൽ ആ വിഷയം അന്യഭാഷയിൽ മാത്രം പ്രാർത്ഥിക്കണമെന്ന ആർക്കെങ്കിലും ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്നെങ്കിൽ അങ്ങനെ തന്നെ പ്രാർത്ഥിച്ചാൽ മതി. അത് മലയാളത്തിൽ ആ വിഷയം എടുത്ത് പ്രാർത്ഥിക്കണമെന്നൊന്നുമില്ല. അതുകൊണ്ട് ദൈവാത്മാവ്, നമ്മൾ ആത്മാർത്ഥതയോടെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, ഹൃദയ നുറുക്കത്തോട്. അതുകൊണ്ട് സ്വർഗം കേട്ട് മറുപടി തരാൻ വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് വേഗത്തിൽ അടുത്ത ആളും മറുപടി വിഷയം പറഞ്ഞാൽ. സ്തോത്രം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് എന്റെ പൈതല് ജോയൽ മോൻ പരീക്ഷ എഴുതുന്നു. ഇംഗ്ലീഷാണ്. പഠിച്ചതൊക്കെ ഓർമ്മയിൽ വന്ന് ബുദ്ധിയോട് പരീക്ഷ എഴുതുവാനും ദൈവത്തിന്റെ കൃപയിൽ കുഞ്ഞ് ദൈവത്തിനോടുള്ള വാഗ്ദത്ത പ്രകാരം ആമേൻ ദൈവം തെരഞ്ഞെടുത്തൊരു പൈതലാണ്. ശത്രുനോട്ടം ഇടാതെ ദൈവനാമത്വത്തിനായി മുന്നോട്ടുള്ള വളർച്ച ഘട്ടങ്ങൾ ദൈവ സാന്നിധ്യം അവനോട് കൂടെ ഇരിക്കേണ്ടതിന് കുടുംബം ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇനി ഞാൻ അത് വിഷയം എടുത്ത് പറയുന്നില്ല, അത്രയും സമയം നമുക്ക് കളയണ്ടായല്ലോ. അതുകൊണ്ട് കർത്താവിന്റെ ദാസി ജോയമ സിസ്റ്റർ പറഞ്ഞ ആ പൈതന്റെ ജോയലിന് വേണ്ടി എന്റെ എക്സാം നന്നായി അവൻ പഠിച്ചതെല്ലാം ഓർത്തെഴുതത്തക്കവണ്ണം പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്രം. മഹാപരിശുദ്ധനെ ഇതിലും നീതിമാനമായ ദൈവമേ, സ്വർഗ്ഗ കർത്താവേ, ഈ നല്ല പകലിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പാ സ്തോത്രം ചെയ്യും. ഞങ്ങൾക്ക് ഒരുമിച്ച് അപ്പന്റെ പാദപ്പെടുത്തികളായിരിക്കാൻ സ്വർഗമൊരുക്കിയ ഭാഗ്യത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. അപ്പാ സ്തോത്രം ചെയ്യുന്നു. പാടുവാൻ, ആരാധിപ്പാൻ, നല്ല സാക്ഷ്യങ്ങളെ കേൾക്കുവാൻ, പ്രാർത്ഥിപ്പാനൊക്കെ ദൈവം ഞങ്ങളെ ശക്തീകരിച്ചുകൊണ്ടിരിക്കുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. അപ്പാ കർത്താവിന്റെ ദാസി പറഞ്ഞ വിഷയം ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു. ജയമാന്റെ കുടുംബമായി ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്ന കർത്താവേ, ഒരു കുടുംബത്തെ ദൈവം ആദരിക്കണം. ഏതൊക്കെ വിഷയത്തിന്മേൽ നിന്റെ മക്കൾ ഭാരത്തോടെ ആയിരിക്കുന്നു, ആ വിഷയത്തിന്മേലെല്ലാം സ്വർഗം അവർക്ക് വേണ്ടി അത്ഭുതം ചെയ്യണമേ. മകനെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്ന എക്സാം ആണെന്ന് പറഞ്ഞല്ലോ കർത്താവേ, നന്നായി എഴുതുവാനുള്ള കൃപ ദൈവം കൊടുക്കണമേ. നല്ല ഓർമ്മശക്തി കൊടുക്കണം. ബുദ്ധിമണ്ഡലങ്ങളെ അവിടുന്ന് തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാ അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ടല്ലോ. ദിവസങ്ങൾ ബുദ്ധിയോടും ജ്ഞാനത്തോടും ദൈവകൃപയോടും കൂടി എക്സാം എഴുതി ഉന്നത വിജയം കരസ്ഥമാക്കുവാൻ അതിലെ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവനാമത്തിന് പ്രയോജനമുള്ള കുഞ്ഞായി, മാതാപിതാക്കൾക്ക് ഹല്ലേലൂയ പ്രയോജനമുള്ള കുഞ്ഞായി
പൈതലെ ദൈവം തീർക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് അനുഗ്രഹിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തില് ഞങ്ങൾ ഒരുമിച്ച് പൈതലെ അനുഗ്രഹിച്ച് മുദ്ര വയ്ക്കുന്നു. കൃപയിൽ പൊതിയണം. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. മഹത്വമോട് നേടിക്കണം. വരവിന് വേണ്ടി ഒരുക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ സ്വർഗീയ പിതാവേ. ആമേൻ 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 ആമേൻ. ആമേൻ ആമേൻ. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. അടുത്ത ആള് പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ബെസി ജോയ്. എൻ്റെ മോനെ എലിശായ്ക്ക് ഒരു നല്ല ജോലി കിട്ടണം. അതിന്റെ സമയങ്ങളൊക്കെ ഈ മാർച്ചിൽ തന്നെ അവനൊരു ജോലി കിട്ടണം. പിന്നെ അവനെ കുറിച്ചുള്ള ദൈവഹിതം എന്താണെന്ന് വെച്ചാൽ അവൻ കുറച്ചുകൂടെ ദൈവത്തോട് അടുക്കുവാനും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയുള്ള പൈതലാണ്. എന്നാൽ അവന് അങ്ങനെ ഒരു ദർശനം ഉണ്ടാകണം. അതിനായിട്ട് പ്രാർത്ഥിക്കണം. പിന്നെ ഞങ്ങൾ സുവിശേഷ വേലയിലാണ്. കർത്താവിന്റെ ദാസനാണെങ്കിൽ ഇന്ന് ഒരു മീറ്റിങ്ങിന് കടന്നു പോയിരിക്കുകയാണ്. പാസ്റ്റേഴ്സ് കോൺഫറൻസ് ആണ്. IPCയിലെ വർഗീസ് ബേബി പാസ്റ്ററിന്റെ നേതൃത്വത്തില് ഒരു മല്ലപ്പള്ളിയിലെ കുന്നന്താനം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് വലിയ പാസ്റ്റേഴ്സ് നേരത്തെ രജിസ്റ്റർ ചെയ്ത പാസ്റ്റേഴ്സിന് വേണ്ടി അവർക്ക് ക്ലാസ് എടുക്കുവാനായിട്ട് കടന്നു പോയിരിക്കുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മീറ്റിങ്ങിനെ അനുഗ്രഹിക്കണം. ഉന്നതന്മാരുടെ നടുവിൽ കർത്താവ് നിർത്തുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ ആ ജീവിതങ്ങളോട് സംസാരിക്കണം. ഇന്നത്തെ ഈ കാലയളവില് നമുക്കറിയാമല്ലോ, എല്ലാം ഉണങ്ങി വരണ്ടിരിക്കുന്ന സമയമാണ്. എന്നാൽ ആത്മാവിൽ അവരെ ഒന്ന് ലിഫ്റ്റ് ചെയ്യുവാനും അവരുടെ ഉള്ളില് നൽകപ്പെടുന്ന വചനം പ്രയോജനപ്പെടുവാനും പാസ്റ്റേഴ്സിന്റെ മാത്രമായിട്ടുള്ള മീറ്റിംഗ് ആണ്. അതുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ ആ മീറ്റിംഗില് ദാസന്റെ നാവിനെ എടുത്ത് ഉപയോഗിക്കേണ്ടതിനായിട്ട് രണ്ട് വിഷയത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധമേ സ്വർഗീയ പിതാവേ, നല്ല പകൽക്കാലത്തിനായി സ്തോത്രം. അപ്പാ പിതാവേ, പുത്രത്തിന്റെ അവകാശത്തിലേക്ക് ഞങ്ങൾ കൂടി വന്ന സഹോദരന്മാരാ നടിയങ്ങൾ ഒരുമിച്ച് കൂടി വന്ന കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് തന്ന ശിഷ്ടായസിനെ സ്തുതിക്കുന്ന നേടിയെന്ന കർത്താവിനെ ദാസിക്കായി സ്തോത്രം ബലപ്പെടുത്തുമാറാകണം. കൂടി വന്ന അതാന്റെ സഹോദരങ്ങളെല്ലാം അനുഗ്രഹിക്കുമാറാണ്. പ്രത്യേകിച്ച് തന്റെ കർത്താവിന്റെ ദാസി പറഞ്ഞ വിഷയത്തിനായി സ്തുതിക്കുന്ന ആ പൈതലിനെ അപ്പന്റെ കാര്യങ്ങളെ എന്തി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, അവനെ കുറിച്ചുള്ള ദർശനം ഹല്ലേലൂയ ഈ ദിവസങ്ങൾ അവനെ ഉൾക്കൊള്ളുവാൻ അത് ഹല്ലേലൂയ അവൻ ലഭിപ്പാൻ തക്കണം. ദൈവമേ, കർത്താവ് പൈതലിനെ ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തന്റെ ആത്മാവ് നഷ്ടമായ ഏതുമല്ല ദിവസങ്ങൾ ദൈവത്തിന് വേണ്ടി ഹല്ലേലൂയ ഇണങ്ങി ഒരു ആയുധമായി കർത്താവിന്റെ കയ്യിൽ ഹല്ലേലൂയ ഇണങ്ങി ഒരു ആയുധമായി മുന്നേറുവാൻ ദൈവം സഹായിക്കുമാറാകണമേ. നടത്തവനും നടന്നവനും ഏതുമല്ല വളരുമാറാക്കുന്ന ദൈവത്തിന്റെ കൃപ പൈതന്റെ മേൽ പകരുമാറാണ്. ജോലി ആവശ്യമാണ്. കരയുന്ന കാക്ക കുഞ്ഞിന് അതിന്റെ ആഹാരം കൊടുക്കും. ബാലസങ്ങൾ എരികെട്ട ആവശ്യത്തിന്റെ നന്മയ്ക്ക് അന്വേഷിക്കുന്നവരുടെ മുടക്കമില്ല. എന്റെ കർത്താവെ ഹല്ലേലൂയ അവിടുന്ന് വാരിപത്രന്മാർക്ക് കൊടുക്കുന്ന ദൈവമാണ്. തന്റെ തലമുറകളൊക്കെയും അനുഗ്രഹ സമർത്ഥത്തിൽ വരുന്ന ദൈവത്തിന്റെ നാമത്തിൽ നിൽക്കുന്നവരുടെ തലമുറകളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. അബ്രഹാം ഇസാക്ക് യാക്കോബിന്റെ ദൈവവാക്യപരമായി അനുഗ്രഹിച്ച ദൈവമാണ്. കർത്താവെ, അത് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പൈതലിനോടുള്ള നിയോഗം അവന് വെളിപ്പെടുത്തി കർത്താവിന് ഒരു ജോലി കൊടുത്ത് ദേശത്തവനെ മാനിച്ച് അനുഗ്രഹിക്കണം. ഇത് യഹോവയെ സംഭവിച്ച് നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യം തോന്നുമാർ ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാൻ ദൈവം സഹായിക്കും. പ്രത്യേകിച്ച് കർത്താവിന്റെ അവിശുദ്ധ ദാസൻ കടന്നു പോയിരിക്കുന്നു. കർത്താവെ, പാസ്റ്റേഴ്സിന്റെ കോൺഫറൻസിൽ ദൈവം അധികാരത്തോടെ കർത്താവെ ഹല്ലേലൂയ ശുശ്രൂഷിപ്പാൻ അവനെ അധികാരപ്പെടുത്തുമാറാണ്. ആത്മാവിന്റെ അക്ഷരത്തിന്റെ പുതുക്കത്തിൽ ആത്മാവിന്റെ പുതുക്കത്തിൽ തന്നെ കർത്താവെ ഈ കാലത്ത് അന്ത്യകാലത്ത് ഹല്ലേലൂയ സ്തോത്രം ദുർഘട സമയങ്ങൾ വരിക ഹല്ലേലൂയ ദുർഭോഗങ്ങൾ ജീവിക്കുന്ന കാലയളവില കർത്താവെ അവരൊക്കെ ഇടശ്രേഷ്ഠം വരെ ആക്കി വെച്ച സ്ഥാനത്ത് വിശ്വസ്തയോടെ ദൈവത്തിന്റെ വേല അധികാരത്തോടെ ചെയ്ത് അനേക ദികൾ നിന്ന് വെള്ളത്തിൽ വലിച്ചെടുക്കാനുള്ള ശുശ്രൂഷ അമ്മേൻ അവർ ഹല്ലേലൂയ പരസ്പരം ഹല്ലേലൂയ ഹച്ചുകൾ കൊടുത്തുകൊണ്ട് അത് ഏറ്റെടുക്കുവാനുള്ള ദൈവകൃപ ഓരോരുത്തരുടെ മേലും കൊടുക്കണം. അവരുടെ വെളിയിൽ തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കിക്കൊണ്ട് അവരെ ആക്കി വെച്ച സ്ഥാനത്ത് ദൈവത്തിന് മഹത്വമുള്ളവരായി തീരുവാൻ അനേകർ ദികൾ നിന്ന് വെള്ളത്തിൽ വലിച്ചെടുപ്പാൻ അനേകർക്ക് ആശ്വാസം വിടുതലുമായി തീരുവാൻ കർത്താവെ അവരെ ഒരുക്കുമാറാണ്. പ്രത്യേകിച്ച് അവിശുദ്ധദാസന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിനുമായി എഴുന്നേൽക്കുമ്പോൾ കർത്താവെ സ്തോത്രം ചെത്തുവാൻ വെടിപ്പാക്കാൻ രൂപാന്തരപ്പെടുവാൻ ആമേൻ ഹല്ലേലൂയ. കോൺഫറൻസിൽ കർത്താവെ ഒരു വിശേഷ ജ്ഞാനം കൊണ്ട് അവിടെ ആയിരിക്കുന്ന എല്ലാ കർത്തദാസന്മാരെ അനുഗ്രഹിക്കുമാറാകണം. പുതിയ അഭിഷേകത്തോടെ ആ എലീശയിൽ നിന്നും ഏലിയാവിൽ നിന്ന് പകർന്ന എലീശയുടെ അഭിഷേകം പോലെ അവന് അഭിഷേക നിറവോടെ അവൻ എഴുന്നേറ്റ് എല്ലാ ഇടയശ്രേഷ്ഠന്മാരും ദൈവത്തിന്റെ നാമത്തിൽ മുന്നേറുവാൻ കൃപ പകരണം. കർത്താവിന്റെ നാമത്തിൽ മഹത്വമെടുക്കണം. അവിടുത്തെ പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം. അല്പം അഭിഷേകം കൂടെ ഞങ്ങൾ മുന്നോട്ട് കർത്താവിന്റെ സന്നിധിത്താണിരിക്കട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാ കൃപ കൂടെ ഇരിക്കണം. മഹത്വമെടുക്കണം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം. ആമേൻ ഹല്ലേലൂയ. ആമേൻ. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം സ്തോത്രം സ്തോത്രം. അടുത്ത വിഷയം പെട്ടെന്ന് പറഞ്ഞാട്ട്. ആർക്ക് വലിയ വിഷയം? എന്റെ ബ്രദറിന് വേണ്ടി നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. അവന്റെ ബയോപ്സി റിസൾട്ട് ഇതുവരെ വന്നില്ല. ഇനി അടുത്ത ആഴ്ച വരും. ശാരീരികമായി ക്ഷീണമാണ്. പ്രത്യേകം പ്രാർത്ഥിക്കണം. രണ്ടാമത് എന്റെ മോൻ ബീഹാറിൽ വേല ചെയ്യുന്ന മോനെ ഓർത്ത് പ്രാർത്ഥിക്കണം. അവിടെ ഇപ്പം BJP-യുമായിട്ട് ടൈപ്പ് ആയതുകൊണ്ട് അവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ദൈവകൃപ അവരുടെ മേൽ വ്യാപരിക്കേണ്ടതിനും അവരെ കർത്താവിന്റെ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പ്രാർത്ഥിക്കണം.
ഒരാൾ പ്രാർത്ഥിച്ചാട്ട് പെട്ടെന്ന്. ഹല്ലേലൂയ. കർത്താവേ നന്ദി അപ്പ. പരിശുദ്ധ പിതാവേ, പറയപ്പെട്ട വിഷയത്തിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ. ഞങ്ങൾക്ക് പറയുവാനും ഞങ്ങൾക്ക് ചാരുവാനുള്ള നീയാണ്. ഞങ്ങളുടെ കാര്യങ്ങളെ സാധിപ്പിക്കുന്ന ദൈവം നീയാണ് കർത്താവേ. ഹല്ലേലൂയ. അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ സാറാമ്മ ആന്റിയുടെ വിഷയം കർത്താവേ ഞങ്ങളെ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്റെ ബ്രദറിന്റെ വിഷയത്തിനായി പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവമേ, തന്റെ ബയോപ്സിയുടെ റിസൾട്ട് ഏറ്റവും നല്ലൊരു റിസൾട്ട് കർത്താവ് നൽകുമാറാണമേ. ശരീരത്തെ ഉണ്ടാക്കിയവൻ, നിർമ്മിച്ചവൻ, ഞങ്ങളുടെ ശരീരത്തിന്മേൽ അധികാരമുള്ള കർത്താവ്, ഞങ്ങളുടെ അവയവങ്ങളുടെ മേൽ അധികാരമുള്ള കർത്താവ് നീയാണ്. ഡോക്ടർമാർക്ക് അപ്പുറമായി പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിന്റെ ശക്തി. ഹല്ലേലൂയ. കർത്താവേ, സഹോദരിമാരായ ഞങ്ങൾ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ എവിടെയാണ് അത് ഇറങ്ങേണ്ടത് അവിടെ ഇറങ്ങി. അത്ഭുത മന്ത്രിയാണ് കർത്താവെ. സൗഖ്യമാക്കുവാൻ നിനക്ക് കഴിയും. ഞങ്ങൾ അത് വിശ്വസിക്കുന്നു. വിടുതൽ അവിടുന്ന് കൽപ്പിക്കണമേ. നല്ലൊരു റിസൾട്ട് അവിടെ നൽകാൻ പോകുന്നതിനായി സ്തോത്രം. തന്റെ മകൻ ബീഹാറിൽ കർത്താവിന്റെ വേലയിലായിരിക്കുന്നുവല്ലോ കർത്താവെ. ഇപ്പോഴത്തെ അവസ്ഥകളൊക്കെ കർത്താവ് അറിയുന്നല്ലോ. ഒരു വല്ലാത്ത സാഹചര്യത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നതെങ്കിലും സ്വർഗത്തിലെ ദൈവം പരിചയായി പലകയായി കർത്താവെ തന്റെ ചുറ്റും അവിടുന്ന് കാവലായിരിക്കണം. തന്റെ ശുശ്രൂഷകൾ, താന് അതിൽ ഇടപെടുന്ന മേഖലകൾ കർത്താവെ, തന്റെ സഭകൾ ഒക്കെ കർത്താവെ, തന്നോടുകൂടെ പ്രവർത്തിക്കുന്നവരെ ഒക്കെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവെ. യാതൊരു വിധമായ പ്രതിസന്ധിയും കൂടാതെ കർത്താവ് ഈ ദിവസങ്ങളിൽ കർത്താവിന് വേണ്ടി നിൽപ്പാൻ തക്കോണം അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. താൻ അനുഭവിക്കുന്ന എല്ലാ വിഷയങ്ങളുടെ മേല് ദൈവത്തിന്റെ വിടുതൽ അവിടുന്ന് കൽപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സലാമേന്റിക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ മോളെ ബലപ്പെടുത്തണമെന്നിരിക്കുന്ന എല്ലാ പ്രത്യാശയ്ക്കുമായിട്ട് സ്തോത്രം കർത്താവ്. ആത്മഭാരത്തോടെ കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ ദൈവം സഹായിച്ചാട്ട് സകല മഹത്വത്തോട് നടക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. 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 കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സ്തോത്രം. അടുത്തത് പെട്ടെന്ന് പറഞ്ഞാട്ട്. അന്നാക്കണ്ടത്തിൽ ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആന്റി ഇപ്പൊ സെക്കൻഡ് റൗണ്ട് കീമോ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ പ്രയർ റിക്വസ്റ്റിൽ അതുണ്ട്. എങ്കിൽ തന്നെയും ഈ അവസരത്തിൽ ആത്മാർത്ഥമായിട്ട് ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കരം തന്നെ ആന്റിയെ സൗഖ്യമാക്കുവാൻ, കർത്താവിന്റെയാണ് ഇപ്പോഴത്തേറ്റ കരം കൊണ്ട് ഒരു സൗഖ്യം ലഭിക്കുവാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പ്രാർത്ഥിച്ച സ്തോത്രം കർത്താവേ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. വാഗ്ദത്തങ്ങൾ വിശ്വസ്തനും വാക്ക് പറഞ്ഞാൽ മാറാത്ത ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, കർത്താവെ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, അടിയനും കർത്താവെ ഈ ഒരു ഗ്രൂപ്പിൽ ആദ്യമായിട്ട് കഴിഞ്ഞ വർഷം ഒരു സമയം കയറിയിരുന്നു. ഇന്ന് ദൈവമേ അടിയനെ ഒരു പ്രാവശ്യം കൂടെ കയറുവാൻ ദൈവമേ സ്വർഗത്തിലെ ദൈവത്തിന് കൃപ നൽകി തന്നോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ശേഷമായ ദൈവമേ എന്റെ മക്കൾ നടത്തുന്നതായി ഗ്രൂപ്പിനോടൊത്ത് കർത്താവെ അടിനുമായിരിക്കാൻ എന്ന് പലക്കാലം കൃപ നൽകി തന്നുവല്ലോ. പ്രിയാ ദൈവമേ എന്റെ മകൾ പറയപ്പെട്ട വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയാ ദൈവമേ എന്നെ കണ്ടത്തിന്റെ ആന്റിക്ക് വേണ്ടി ഞങ്ങൾ ഇന്ന് പലക്കാലം പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഭാരങ്ങളെ അന്യോന്യം ചുമക്കുവിനെന്ന് വാഗ്ദത്തം ചെയ്ത ദൈവമാണ് ഞങ്ങളുടെ ദൈവം. ദുരമനഹന്തനജാന രഗതനധീരമനസ്തനജാന ഇന്ന് പകൽക്കാലം ആന്റി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആന്റി ദൈവമേ ആമേൻ ചെറുപ്പപ്രായം മുതൽ കർത്താവെ അനേക ദൈവമേ വേദികളിൽ ദൈവമേ വചനം കൊടുത്ത് ശുശ്രൂഷിച്ച ദാസിയാണ് കർത്താവെ. നിന്റെ മകളെ കാണുന്നുണ്ടല്ലോ കർത്താവെ. ദൈവം അറിയുന്നു, നിന്റെ മകളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അറിയുന്നു കർത്താവെ. ദൈവമേ സ്തോത്രം. അനേക നാളുകൾ കൊണ്ട് കർത്താവെ അവിടെ വചനം ദൈവമേ ഘോഷിച്ച് അനേകരെ ബലപ്പെടുത്തി അനേകരെ ശുശ്രൂഷിച്ച ദൈവമേ കരങ്ങളാണ് നിന്റെ മകൾ കർത്താവെ. ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ ഐക്യതയോടുകൂടെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എവിടെ ആയിരുന്നാലും ദൈവമേ, ഒരുപക്ഷെ ബെഡിലായിരിക്കാം കർത്താവെ, ഹോസ്പിറ്റലാണെന്ന് അറിയുന്നില്ല, എന്നാലും കർത്താവെ നിന്റെ മകളായിരിക്കുമ്പോൾ കർത്താവെ 7 കണ്ണുള്ളവനായ ദൈവത്തിന്റെ കണ്ണ് നിന്റെ മകളെ കാണുന്നു കർത്താവെ. ദൈവമേ അങ്ങേ തൊട്ടവരും അങ്ങ് തൊട്ടവരും സൗഖ്യമായെന്നുള്ളതായ വാഗ്ദത്തത്തിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഹല്ലേലൂയ. ദൈവമേ അവിടുത്തെ അടിപ്പിടലുകൾ ഞങ്ങൾക്ക് വേണ്ടി തന്നല്ലോ കർത്താവെ. കർത്താവെ ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വന്തമായിട്ടൊന്നും പ്രാർത്ഥിക്കുവാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ ഹിതമാണ് നിന്റെ മകളിൽ നടക്കേണ്ടത് കർത്താവെ. അവിടുത്തെ ഹിതത്തിനൊത്തവണ്ണം കർത്താവിന്റെ കരം അങ്ങയുടെ ദാസിയുടെ മേൽ വെച്ച് ദൈവമേ ഒരുമിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ
അവിടുത്തെ വചനമയച്ച് അങ്ങയുടെ ദാസി അവിടുന്ന് വിടുവിച്ച് പിന്നെ ഞങ്ങളുടെ സാക്ഷിക്കായി ദാസി എഴുന്നേൽപ്പിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവമേ ഉച്ച മുതലുള്ളവരെയും ദൈവമേ കാൽവരെ ദൈവമേ അവിടുത്തെ രക്തത്താൽ മകളെ ശുദ്ധീകരിച്ച് ദൈവമേ എന്റെ ദാസി കിമോയുടെ അപ്പാവ് ദൈവമേ ആമേൻ ഹല്ലേലൂയ വിഷയങ്ങളൊക്കെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കർത്താവേ ഹല്ലേലൂയ എന്റെ ദൈവമേ അങ്ങയുടെ വിടുതൽ കർത്താവിന്റെ മകൾ അനുഭവിച്ചറിയുവാൻ സ്വർഗത്തിലെ ദൈവയുടെ കൃപ നൽകണമേ കർത്താവേ. വീണ്ടും കർത്താവെ ആയുസ്സും ആരോഗ്യം കൊടുത്ത് അനേക വേദികളില് സാക്ഷ്യത്തോടെ നിൽപ്പാതിനെ മകളെ ഇവിടുന്ന് ഉപയോഗിച്ചുകൊള്ളുമാറാകണമേ കർത്താവേ. ദൈവവിടുന്ന് വിടുവിച്ചിരിക്കുകയാൽ സ്തോത്രം. ഞങ്ങളുടെ ഐക്യമായുള്ള പ്രാർത്ഥന അവിടുന്ന് കേട്ടിരിക്കുകയാൽ സ്തോത്രം. അവിടുത്തെ ഹിതത്തിനായി ഏൽപ്പിക്കുന്നു. പ്രാർത്ഥനയാചനം കേട്ടിരിക്കുകയാൽ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. അടുത്ത ആന്റി വീട്ടിലുണ്ട്, കീമോതെറാപ്പി കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ടുണ്ട്, വീട്ടിൽ വിശ്രമിക്കുകയാണ്, എഴുന്നേറ്റ് നടക്കാനൊക്കെ പറ്റും, ഒരസ്വസ്ഥതയും ഇല്ല, സുഖമായിട്ടിരിക്കുന്നു. പക്ഷെ ഈ ഇതിൽ നിന്ന് ക്യാൻസറിൽ നിന്നൊരു സൗഖ്യം, പരിപൂർണ വിടുതൽ ലഭിക്കണം. ഓക്കെ, തുടർന്നും എല്ലാവരും പ്രാർത്ഥിക്കണം, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ദൈവം വിടുവിക്കട്ടെ. അടുത്ത വിഷയം പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ് സിസ്റ്റർ, എനിക്കൊരു പ്രാർത്ഥന വിഷയമുണ്ട്. എൻ്റെ മോളും ഹസ്ബൻഡും സ്കോട്ട്ലൻഡിലാണ്. അവർ സ്റ്റുഡൻസ് വിസയിൽ പോയതായിരുന്നു. 3.5 വർഷത്തേക്ക് ഉണ്ടായിരുന്നുള്ളൂ വിസ. അത് ഈ വെള്ളിയാഴ്ച കൊണ്ട് തീരും വിസ. അവർക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടിയിട്ടില്ല. അവരുടെ യോഗ്യതയ്ക്ക് പ്രകാരമുള്ള ഒരു ജോബ് വിസ കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. പെട്ടെന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പറയപ്പെട്ട വിഷയം ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിക്കാണ് കർത്താവെ. പ്രിയദാസി കർത്താവെ, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടുവല്ലോ. ഹല്ലേലൂയ. സ്കോട്ട്ലൻഡിൽ അവരായിരിക്കുന്നു എന്ന് അറിയുന്ന കർത്താവെ, 3.5 വർഷക്കാലമായി കർത്താവെ, എന്നാൽ ഈ വെള്ളിയാഴ്ച കർത്താവെ വിസ എക്സ്പയറി ആകുവാണെന്ന് ഞങ്ങൾ കേട്ടു കർത്താവെ. ഹല്ലേലൂയ. ദൈവഹിത പ്രകാരം അവരുടെ യോഗ്യതയ്ക്ക്, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷന് തക്കതായ ഒരു ജോലി ലഭിക്കുവാനും കർത്താവെ, ആ വിസ പുതുക്കുവാനും കർത്താവെ, ആ ദേശത്ത് കർത്താവ് നടുവാനും കർത്താവെ. ഹല്ലേലൂയ. അവിടെ ദൈവനാമ മഹത്വത്തിൽ കർത്താവെ ആയിരിക്കുവാനും സ്തോത്രം. കർത്താവ് ചെയ്ത വിടുതലിനെ സാക്ഷ്യം പറയുവാനും ഒക്കെ കർത്താവ് ഹല്ലേലൂയ ആമേൻ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്തോത്രം സ്തോത്രം സ്തോത്രം. സകല ഭക്തന്മാരുമായുള്ളവരെ വന്ന് കേൾപ്പീൻ, അവൻ എന്റെ പ്രാണന് വേണ്ടി ചെയ്ത് ഞാൻ വിവരിക്കാമെന്ന് കുഞ്ഞുങ്ങൾ സാക്ഷ്യം പറയുവാൻ കൊണ്ട് കർത്താവെ, അത്ഭുതത്തിന്റെ കരം ഹല്ലേലൂയ അവിടുന്ന് പ്രവർത്തിക്കുവാൻ പോകുന്നതിനായി സ്തോത്രം കർത്താവെ. ഞങ്ങൾ ആ വിഷയം ലഭിച്ചു എന്ന് വിശ്വസിക്കുന്ന കർത്താവെ. സ്തോത്രം ഹല്ലേലൂയ. കർത്താവിന്റെ സന്നിധിയിൽ കർത്താവിന് കഴിയാത്ത യാതൊരു കാര്യവുമില്ല. ഹല്ലേലൂയ. നിന്റെ മക്കൾക്ക് വേണ്ടി നിയമങ്ങളെ കർത്താവ് ദൈവമാണ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ. ആ ഉറപ്പുള്ള പട്ടണത്തിൽ കർത്താവിന്റെ കുഞ്ഞുങ്ങളുടെ മേൽ ലഭിക്കുവാൻ നോക്കണം. സ്വർഗത്തിന്റെ കരം കർത്താവ് ഇരിക്കാൻ സ്തോത്രം. അടുത്ത മീറ്റിംഗിൽ കർത്താവ് ഹല്ലേലൂയ പ്രാർത്ഥന കേട്ടു എന്നുള്ള സാക്ഷ്യം ഞങ്ങൾ കേൾക്കുവാൻ പോകുന്നതിനായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കർത്താവ് പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. ആമേൻ ആമേൻ. വെള്ളിയാഴ്ചക്കകം തന്നെ പ്രിയ കുഞ്ഞുങ്ങൾക്ക് കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട ജോലി കൊടുത്തതിനായി സ്തോത്രം ചെയ്യാം. തുടർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാത്ത മറ്റുള്ളവര് മ്യൂട്ട് ചെയ്യണേ. അടുത്ത വിഷയം. ആന്റി, ഞാനിത് കുര്യൻ മേരിക്കുട്ടി, ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കാമോ ആന്റി? കേൾക്കാമോ? മേരിക്കുട്ടി കുര്യനാണ്. ഞങ്ങൾ കർണാടകയില് കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. ഏകദേശം ഞങ്ങള് 30-28 വർഷത്തോളമായി ഞങ്ങളുടെ വേലയിൽ മാരേജ് കഴിഞ്ഞപ്പോൾ വന്ന് വേല ചെയ്യുന്നതാണ്. പല സ്ഥലങ്ങളിൽ മാറി. എന്നാലും പറയുവാൻ ആഗ്രഹിക്കുന്നത്, ഞങ്ങള് നേരത്തെ വേലാസ്ഥലമാണ്, ഇപ്പോൾ അവിടെ അല്ല. എന്നാലും ഞങ്ങളൊരു ചർച്ച് പണിയുവാനായിട്ട് ഒരു ഭവനം ഞങ്ങൾക്ക് ഇത്രയും നാളായിട്ട് ആയിട്ടില്ല. ഒന്നും സ്വന്തമായതൊന്നുമില്ല. എന്നാൽ ഞങ്ങൾക്കുള്ളതായ സാമ്പത്തികം എന്ന് പറഞ്ഞാൽ ഒന്നും ഞങ്ങളുടെ കയ്യിലില്ല. കർത്താവ് തന്നെ ഞങ്ങൾക്കെല്ലാം ചെയ്യണം. അത് വിശ്വാസത്തോടു കൂടെ പ്രാർത്ഥിച്ചു തുടങ്ങുകയാണ്. ഈ വർഷം ഞങ്ങള് ദൈവഹിതമാണെങ്കിൽ താഴെ ഒരു വീടും മേളിലൊരു ആലയം പണിയുവാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പേ ബോർവെല്ല് കുഴിച്ചു. വെള്ളം കിട്ടത്തില്ലെന്ന് പറഞ്ഞു പലരും. എന്നാൽ നല്ല തെളിഞ്ഞ വെള്ളം കർത്താവ് അവിടെ നൽകി തന്നിരിക്കുന്നു. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ട് ആലയത്തിന്റെയും വീടിന്റെയും കാര്യങ്ങൾ കർത്താവ് ചെയ്യുവാൻ പ്രാർത്ഥിക്കണം. അതുപോലെ ഞങ്ങളുടെ മൂത്ത മോന് 2 ആൺകുഞ്ഞുങ്ങളാണ്. മൂത്ത മോന് 5 വർഷം BSW MSW ആയി പഠിച്ച് ബാംഗ്ലൂരിൽ കൗൺസിലറായി വർക്ക് ചെയ്യുന്നു.
അവനിപ്പം 27 വയസ്സ് തുടങ്ങി. 27 വയസ്സ് ഈ വർഷം ഡിസംബർ ആകുമ്പോൾ പൂർത്തിയാകും. അവന്റെ മാരേജ് വിഷയങ്ങളും കൂടെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവിന്റെ വേലയും കൂടെ ചെയ്യുവാൻ അവനെ സമർപ്പിച്ചതാണ്. രണ്ടും ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു നല്ലൊരു പൈതലിനെ അവന് വേണ്ടി കർത്താവ് ഒരുക്കുവാൻ വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അതിനു വേണ്ടി പ്രാർത്ഥിക്കണം. കൂടാതെ എനിക്ക് 13 വർഷം ആയി. 2010 നവംബറിൽ എനിക്കൊരു ആക്സിഡന്റ് ആയിരുന്നു. അങ്ങനെ 2 കാലും 2 കാലും മുറിഞ്ഞു. 2 കാലിന്റെ എല്ലുകളും മുറിഞ്ഞു. മുട്ടിന്റെ തൊട്ട് താഴെ പൊടിഞ്ഞു. വലതുകാലിന്റെ താഴെ പാദത്തിന്റെ അവിടെ പൊടിഞ്ഞു. കൈയുടെ അവിടെ നിന്ന് മാംസം പുറത്ത്. അങ്ങനെ 8 മാസമായപ്പോ ഇൻഫെക്ഷൻ-ആയി. ടെസ്റ്റിമണി അല്ല, എന്നാലും കൂടെ ഞാൻ പറയുന്നത് ദൈവം ഇന്നയോളം നടത്തി. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയൊക്കെ പോകുന്നുണ്ട്. 2 ഇഞ്ച് നീളം കുറവാണ് എൻ്റെ ഇടത്ത് കാലിന്. അങ്ങനെ ബെൽറ്റ് ഇതൊക്കെ ഇട്ടുകൊണ്ട് കർത്താവിന്റെ വേലയ്ക്കായി അനേക സാക്ഷിക്കായിട്ടൊക്കെയും പോകുന്നുണ്ട്. ദൈവവചനം ആഘോഷിക്കുന്നുണ്ട്. എന്നാൽ ദൈവം ഇനിയും ആരോഗ്യത്തോടെ. മൂത്ത മോന്റെ പേരെന്തോ? സാമുവൽ എന്നാ ആന്റി. സാമുവേൽ. വീട്ടിൽ വിളിക്കുന്ന ജോയ്സ് എന്നാണേ. സാമുവൽ എന്നാ. ഓക്കെ, നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ വിഷയങ്ങളും ഓർത്ത് ഒരാൾ പ്രാർത്ഥിച്ചാൽ. സ്തോത്രം ചെയ്യുന്നപ്പാ ദൈവദാസിയുടെ വിഷയത്തെ പൊന്നുകരങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് അപ്പാ ഈ വിഷയത്തെ കർത്താവിന്റെ സന്നിധിയിൽ തന്നെ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങക്ക് പരിഹരിക്കാൻ കഴിയാത്ത ഒരു കാര്യമില്ലല്ലോ കർത്താവെ. സ്തോത്രം ചെയ്യുന്നു അപ്പാ. പ്രിയ ദൈവദാസിയും കുടുംബവും കർണാടകയിൽ 28 വർഷമായി ദൈവത്തിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. സർവശക്തനെ കർത്താവെ സ്തോത്രം ചെയ്യുന്നവരെ അപ്പാ ഒരു ചർച്ചിന്റെ പണിയൊക്കെയും ഹല്ലേലൂയ നടത്തണമെന്നൊക്കെ ആഗ്രഹിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ദൈവത്തോട് ഈ വിഷയത്തിന്റെ അപ്പൊ ഒരു പൂർത്തീകരണത്തിനായി കർത്താവെ ദൈവത്തോട് അത്ഭുതം ചെയ്യണമേ. അവരുടെ ആഗ്രഹങ്ങളെയൊക്കെ എന്റെ ദൈവമായ കർത്താവെ സ്തോത്രം ചെയ്യുന്നു അപ്പാ. പൂർത്തീകരിച്ച കാണത്തക്ക രീതിയിൽ അത്ഭുതം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്ന. സാമ്പത്തികമായി പ്രയാസത്തിലാണ്, എന്നാൽ സ്വർഗത്തിലെ അപ്പച്ച അങ്ങ് വഴി തുറന്നു കൊടുത്തത് എന്റെ മക്കളുടെ ആഗ്രഹത്തെ അങ്ങ് മാനിക്കുമാറാകണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന. അപ്പച്ച വീടും അപ്പാ സ്വന്തം മുകളിലെ ചർച്ചിന്റെ പണിയൊക്കെയും ആരംഭിച്ച് അപ്പാ ദൈവത്തിന്റെ വേല ആഗ്രഹിക്കുന്ന ദൈവദാസനെ കുടുംബത്തെ സ്വർഗത്തിലെ കർത്താവ് അനുഗ്രഹിച്ചവരെ മാനിക്കേണ്ടതിന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന. അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമായ കർത്താവെ അപ്പാ സ്തോത്രം ചോദിക്കുന്നതിനും നിരക്കുന്നതിനും അത്യന്തപരമായി ചെയ്യുവാൻ കഴിയുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയുടെ ജീവിതത്തിന്മേൽ അപ്പാ സ്തോത്രം വെളിപ്പെട്ടിട്ട് വരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം ചെയ്യുന്നു അപ്പാ. സ്തോത്രം ഞങ്ങൾ ആ പൈതലിന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ അപ്പച്ച സ്തോത്രം. മൂത്ത മകൻ ഷൗമിലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്ര പൈതല് MSW ഒക്കെയും കഴിഞ്ഞ് ബാംഗ്ലൂരിൽ കൗൺസിലറായി ഒക്കെയും ജോലി ചെയ്യുന്ന കർത്താവിന്റെ സാന്നിധ്യം കൂടി ഇരിക്കണമേ. കർത്താവെ അനേകരെ ദൈവത്തിന്റെ രാജ്യത്തിലേക്ക് അനയിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തി അപ്പാ പൈതലിന്റെ മേൽ അപ്പാ സ്തോത്രം വ്യാപരിക്കേണ്ടത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന. അപ്പച്ച സ്തോത്രം ജോലിയും അപ്പാ കർത്താവിന്റെ വേലയും ചെയ്യുവാൻ അപ്പാ താല്പര്യപ്പെടുന്ന പൈതലിനെ ഏറ്റവും അധികം എന്റെ അപ്പച്ചൻ അങ്ങ് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന. കർത്താവെ ഒരു മാരേജിന് വേണ്ടിയൊക്കെയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നപ്പാ കർത്താവെ സ്തോത്രം തക്ക തുണിയെ നൽകി മാനിക്കുന്ന കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്ന. കർത്താവെ അനേകർക്ക് ഒരു അനുഗ്രഹമായി തീരത്തക്ക രീതിയിൽ അപ്പച്ച അവരുടെ ആ കുഞ്ഞിന്റെ വിവാഹമൊക്കെ നടന്നു കുടുംബമായി കർത്താവിനെ മഹത്വപ്പെടുത്തുന്നവരായി തീരേണ്ടതിന് ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പ. അവർ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ദൈവദാസി അപ്പച്ച ഒരു ആക്സിഡന്റിലൊക്കെ വളരെ അപ്പാ ഹല്ലേലൂയ അപ്പാ പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നൊക്കെ എന്റെ ദൈവമായ കർത്താവ് വിടുവിച്ചു. കർത്താവെ അപ്പാ സ്തോത്രം ആയുസ്സോടെ ആരോഗ്യത്തോടെ ഒക്കെയും കർത്താവ് നിലനിർത്തി ദൈവത്തിന്റെ വേല സുഷ്കാന്തിയോട് ചെയ്യുന്ന ദൈവദാസിയുടെ മുഖത്തെ അപ്പാ അവരുടെ കുടുംബത്തെ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. നമ്മുടെ സമയം തീരാൻ പോകുന്നു. നമ്മുടെ നിർമ്മല സിസ്റ്ററിനും കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞ് 10 മണി വരെ ഉള്ളല്ലോ സമയം. അപ്പൊ അത് കഴിഞ്ഞ സമയം ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും പ്രാർത്ഥിക്കാം. നിർമ്മല സിസ്റ്ററിനും കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കാം. അവര് ദൈവസഭയുണ്ട്, ശുശ്രൂഷാമുഖത്തായിരിക്കുമ്പോൾ മദേഴ്സ് മൂവ്മെന്റിലായാലും അനേകർക്ക് വേണ്ടി എന്റെ ദാസി ശാരീരികമായ സൗഖ്യമില്ലാതിരുന്നപ്പോഴും ഒക്കെ രാത്രിയിലും ഒക്കെ പ്രാർത്ഥിപ്പാനും ഒക്കെ ദൈവം ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. നിർമ്മല സിസ്റ്ററിനെ ബലപ്പെടുത്തണം, രാജംബാസിനെ ശുശ്രൂഷയെ ശക്തീകരിക്കണം. പ്രിയ സിറിൻ മോന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. തക്ക സമയത്ത് അവനൊരു വിവാഹം നടക്കുവാൻ, കർത്താവിന്റെ വേലയിൽ കടന്നു വരുന്ന കുഞ്ഞുൾപ്പെടെ അവർ കുടുംബമായി
കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ, കർത്താവിന്റെ വേലയ്ക്ക് ചുമല് കൊടുക്കുവാൻ, ഈ മദേഴ്സ് പ്രെയർ മൂവ്മെന്റ് മാത്രമല്ല വിവിധ നിലകളിൽ കർത്താവിന് പ്രയോജനപ്പെടുവാൻ വേണ്ടി നിർമ്മല സിസ്റ്ററിനും കുടുംബത്തിനും വേണ്ടി ഒരാൾ പ്രാർത്ഥിച്ചാൽ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, ഈ സമയത്തിനായി ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്ന കർത്താവെ സ്തുതിക്കുന്നു. നിന്റെ മക്കളായി ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് പകൽക്കാലം ആമേ പ്രിയ നിർമ്മലയാന്റെയും കുടുംബത്തെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, പണ്ടുള്ളവയെ ഓർക്കേണ്ട, ഇപ്പോഴും നിരൂപിക്കുകയും വേണ്ട, പുതിയതൊന്ന് ചെയ്യുന്ന കർത്താവിന്റെ കരങ്ങളിലോ ഇന്ന് പകൽക്കാലം ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിലദാസിയെ കർത്താവേ നീ ശക്തീകരിക്കുമാറാകണമേ. ക്ഷീണങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ജീവിതത്തിലുണ്ടെങ്കിൽ കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഹല്ലേലൂയ. കർത്താവെ രാവെന്നോ പകലൊന്നില്ലാതെ കഷ്ടപ്പെടുന്ന ആസിയോടും കുടുംബത്തോടും മനസ്സലിയണമേ. പ്രിയച്ചാരോട് കർത്താവേ, രാജഭാഷയോട് മനസ്സലിയണമേ. കൃപയിൽ പൊതിയണമേ കർത്താവേ. അനർത്ഥത്തിൽ അപകടത്തിലൊക്കെ ഈ ദിവസം വിടിവിച്ച് ദൈവത്തിന് വേണ്ടി അധികം പ്രയോജനപ്പെടുവാൻ സഹായിക്കണമേ. പ്രിയ പൈതലിനെ ഓർച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ, അവനോട് മനസ്സലിയണമേ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ സകല ചിന്താകുലവന്റെ മേലിട്ടുകൊള്ളുവീരെന്ന് ദൈവത്തിന്റെ വചനം ഞങ്ങളെ ഓർപ്പിക്കും പോലെ പ്രിയ പൈതലിന് വേണ്ടിയുള്ള ദൈവിക കരുതൽ ദിവസങ്ങൾ വെളിപ്പെട്ട് വരട്ടെ കർത്താവേ. ദുഷ്ടൻ ബലിയോട് ചുരുകട്ടെ, അവന്റെ ആശയെല്ലാം നശിച്ചു പോകട്ടെ. ഇന്ന് പകൽക്കാലം യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തില് നിന്റെ മകളെ ശാരീരികമായി, മാനസികമായി, ആത്മീയമായി പുതിയ ബലത്താൽ ദൈവം നിറയ്ക്കുമാറാകണമേ കർത്താവേ. പിന്നെ ധൈര്യത്തോടെ എഴുന്നേറ്റ് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഹല്ലേലൂയ. ആകയാൽ നീ ധൈര്യമായിരിക്കാമെന്ന് പൗലോസിനോട് പറഞ്ഞതുപോലെ ആമേൻ ഇന്ന് പകൽക്കാലം ദൈവ ശബ്ദത്തിൽ മുന്നേറുവാൻ നിന്റെ മകളെ സ്വർഗ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ശാരീരിക ബുദ്ധിമുട്ടുകളും മാറട്ടെ കർത്താവേ. എല്ലാ ക്ഷീണങ്ങളും മാറിപ്പോകട്ടെ. യേശുവിന്റെ രക്തമുള്ള മുദ്രയെടുക്കുന്നു ഇന്ന് പകൽക്കാലം കർത്താവേ. ആമേൻ. ആമേൻ. ഖാലി ഗ്രൂപ്പുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിന്റെ കരങ്ങളിൽ ആവശ്യം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ നീ മനസ്സലിയണം. പ്രാർത്ഥന ഇടിക്കുക. സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. പ്രിയ നിർമ്മല സിസ്റ്ററിനെയും കുടുംബത്തെയും കർത്താവ് മാനിക്കുന്നത് ഓർത്ത് സ്തോത്രം. കർത്താവിന്റെ വേലയിൽ അധികം ബലപ്പെട്ടോടെ മുന്നോട്ട് വരുവാൻ, റിസറിമോന്റെ വിഷയത്തിൽ ദൈവപ്രവൃത്തി കാണുവാൻ കർത്താവ് ഇടവരുത്തുന്നത് ഓർത്ത് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആർക്കെങ്കിലും അത്യാവശ്യ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ പിന്നെയും പറയാം. ഹലോ, പ്രൈസ് ലോർഡ് ആൻറ്റി. എൻ്റെ പേര് ദീപ എന്നാണ്. ഞാൻ ട്രിവാൻഡ്രത്തുള്ളതാണ്. എനിക്ക് ഇന്ന് ആദ്യമായിട്ടാണ് ഈ പ്രയർ ഗ്രൂപ്പിൽ കയറാനായിട്ട് ലിങ്ക് കിട്ടിയത്. ഞങ്ങൾ കുടുംബത്തിൽ ട്രിവാൻഡ്രത്തായിരിക്കുന്നു. എനിക്കൊരു മോളും ഒരു മോനും ഉണ്ട്. മോള് ബിടെക് ലാസ്റ്റ് വർഷം പഠിക്കുന്നു. ഇപ്പം ബാംഗ്ലൂർ ഇന്റേൺഷിപ്പും പ്രോജക്റ്റും ചെയ്തുകൊണ്ടിരിക്കുന്നു. മോൻ കർത്താവിന്റെ വചനം പഠിക്കാനായിട്ട് സെമിനാരിയിലായിരിക്കുന്നു. എൻ്റെ ഭർത്താവ് ഒരു കോൺട്രാക്ടറാണ്. ഞങ്ങളെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. തലമുറകളുടെ ഭാവി ഓർത്തും പ്രത്യേകിച്ച് മോനെ ഓർത്ത് അവൻ കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ വേണ്ടിയിട്ടും. ഒന്നും കേട്ടില്ലായിരുന്നു കേട്ടോ. മോനും മോളും എന്ന് പറഞ്ഞതേ ഉള്ളൂ, വിഷയങ്ങളൊന്നും കേട്ടില്ല. ആണോ ആന്റി? എൻ്റെ പേര് ദീപ എന്നാണ്. ഞാൻ ട്രിവാൻഡ്രത്ത് താമസിക്കുന്നു. എനിക്കൊരു മോളും ഒരു മോനും ഉണ്ട്. മോൻ ഇപ്പം ദൈവവചനം പഠിക്കാനായിട്ട് സെമിനാരിയിലായിരിക്കുന്നു, ഇവിടെ ചെറുവയ്ക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത്. മോള് ബിടെക് ലാസ്റ്റ് വർഷം പഠിക്കുന്നു. ഇപ്പൊ ഇന്റേൺഷിപ്പും പ്രോജക്റ്റും ചെയ്യാനായിട്ട് മോളിപ്പോ ബാംഗ്ലൂരുണ്ട്. പിന്നെ മോക്ക് ഈ വരുന്ന 10-ാം തീയതി എംടെക്കിന്റെ ഒരു എൻട്രൻസിന്റെ എക്സാം നടക്കുന്നുണ്ട് വെല്ലൂര് വെച്ച്. അതിനെ ഓർത്ത് പ്രാർത്ഥിക്കണം. മോനെ ഓർത്ത് പ്രാർത്ഥിക്കണം. മോന്റെ ദൈവവചന പഠനവും അവൻ കർത്താവിന്റെ വേല ശക്തിയോട് ചെയ്യുവാൻ, ദൈവത്തിന്റെ ഹിതം നിറവേറാനും ഞങ്ങളെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥന. എന്റെ ഭർത്താവ് ഒരു കോൺട്രാക്ടറാണ്. ജോലിയൊക്കെ വളരെ കുറവാണ് ഇപ്പോഴ്. ഞങ്ങൾക്ക് അല്പമായ കടഭാരമുണ്ട്. ദൈവം അതിൽ നിന്നൊക്കെ വിടിവിക്കുന്നതിനോർത്തും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവ് ദൈവമേ വാഴ്ത്തത് സ്നേഹ സ്വർഗീയ പിതാവേ, ദൈവമേ രാവിലെ സമയം കർത്താവ് മീറ്റിങ്ങിന് കർത്താവ് ദൈവത്തിന് കടന്നു വരുവാൻ കർത്താവിന്റെ അപ്പച്ചണ്ടിയാക്കിയനായി നന്ദിയോടെ സ്തോത്രം. ദാസി പറഞ്ഞ വിഷയത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെ കുടുംബമായ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ മോനെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ കോൺട്രാക്ടർ പണി കർത്താവെ ദൈവമേ ജോലിയിലായിരിക്കുന്നല്ല കർത്താവെ ദൈവമേ എന്റെ അപ്പച്ചനോട് സഹായിക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ പുതിയ വർക്കുകളെല്ലാം ദൈവമേ അവർക്ക് വേണ്ടി സ്വർഗ്ഗം അവിടെ നിന്ന് വഴികൾ വാഗ്ദാനം തുറന്നു കൊടുക്കണം. കർത്താവെ പുതുവഴി കർത്താവെ എന്റെ അപ്പച്ചൻ അവർക്ക് വേണ്ടി തുറന്നു കൊടുക്കണം. അവരുടെ കടഭാരങ്ങളെല്ലാം കർത്താവെ സ്വർഗത്തിലെ അപ്പച്ചന്റെ ഭണ്ഡാരത്തിൽ ഒന്നിനും കുറവില്ലല്ലോ കർത്താവെ. കടഭാരത്തിനെല്ലാം കർത്താവെ എന്റെ അപ്പച്ചൻ വിടുവിക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കുടുംബമായി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചു. മോന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ സെമിനാറിൽ പഠിക്കുന്നല്ല കർത്താവെ ഇതിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം കർത്താവ് ദൈവത്തിന്റെ വെളി കർത്താവ് സ്വർഗത്തിലെ അപ്പച്ചനെ സഹായിച്ചു. കർത്താവെ സെമിനാർ പഠിക്കുന്നല്ല കർത്താവെ ഇതിനോട് അപ്പച്ചൻ
അപ്പച്ചൻ കരുണ കാണിക്കണം കർത്താവ്. വേണ്ട ജ്ഞാനത്തെ എല്ലാം കൊടുത്ത് കർത്താവെ പ്രിയ പൈതല് കർത്താവ് നല്ലൊരു സുശേഷനായി കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട കർത്താവ് രീതിയിൽ പഠിച്ചിറങ്ങുവാൻ എല്ലാം കർത്താവെ പ്രിയ പൈതൽ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി വിടുതലായി കർത്താവെ ആശ്വാസമാക്കി എന്റെ അപ്പച്ചൻ തീർക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഇതിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം കർത്താവ് ദൈവം സഹായിക്കുന്നു. പ്രാർത്ഥന ഏറ്റവും അനുഗ്രഹമായ അപ്പൊ ഇതിന്റെ ഭാവിയെല്ലാം അപ്പച്ചനോടൊന്ന് ക്രമീകരിക്കപ്പെടുവാൻ ദൈവം സഹായിക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. മോളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രിയ പൈതൽ ബാംഗ്ലൂരിലെ പ്രദേശത്തായിരിക്കുന്നല്ല കർത്താവെ. പ്രിയ പൈതലിന്റെ കർത്താവ് എല്ലാ കാര്യങ്ങളും ദൈവം അപ്പച്ചന്റെ കരം കൂടിക്കണം. ഭാവി അനുഗ്രഹിക്കണം കർത്താവെ. പ്രിയ പൈതലിന്റെ കർത്താവ് എംടെക്കിന്റെ ഒരു എക്സാം ഉണ്ടല്ലോ കർത്താവെ. മാർച്ച് 10-ാം തീയതി നടക്കും വെല്ലൂർ നടക്കുന്ന എക്സാമിന് വേണ്ടി പ്രാർത്ഥന. എക്സാം ഏറ്റവും അനുഗ്രഹമായി പൈതലിനെ അപ്പച്ചനെ തീർക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ പൈതലിനെ കർത്താവ് വേണ്ട ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും ദൈവകൃപയും എല്ലാം പൈതലിന് മേലപ്പച്ചൻ കൊടുക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞിനെയും ദൈവം അനുഗ്രഹിക്കുന്ന നല്ലൊരു ഭാവി പൈതലിനപ്പച്ചന് ഒരുക്കി കൊടുക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ആ ഭവനത്തിന്റെ ചെറുതും വലുതുമായ എല്ലാ വിഷയത്തിലും സ്വർഗത്തിലെ അപ്പച്ചൻ കൂടെ നിസ്സകണം ആത്മീയമായി കർത്താവ് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. ഭൗതികമായി അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. അടിയുടെ കുറുവശങ്ങളോ കുറവുകളൊന്നും കണക്കിടാവണം. സ്വർഗത്തിലെ അപ്പച്ചൻ കരം കൂടെ ഇരുന്ന് സഹായിക്കണം. പ്രാർത്ഥനയെ അതിനപ്പച്ചൻ കേട്ടിരിക്കുന്നതിനായി സ്തോത്രം. സകലതും യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ആർക്കെങ്കിലും ഒരു പ്രത്യേക വിഷയം ഉണ്ടെങ്കിൽ പറയാ, ഞാൻ എല്ലാ വിഷയങ്ങളും കൂടെ ഓർത്ത് പ്രാർത്ഥിക്കാം. എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ? നമ്മുടെ ഞാൻ ആദ്യം കയറുവാണ് ഗ്രൂപ്പില്. എൻ്റെ ഇളയ മോന് അവന് ഇപ്പം 31 വയസ്സ് കഴിഞ്ഞു. ജൂലൈയിൽ അവന് അടുത്ത ഏജിലോട്ട് കയറുവാണ്. അപ്പൊ അതിന് മുമ്പ് അവനൊരു വിവാഹം പിന്നെ നടക്കണം. പിന്നെ അവന് ഒരു ബ്ലെമിൻ എന്നാണ്, ബ്ലെമിൻ. പിന്നെ അവനൊരു IT ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു കോഴ്സിന് പോവുക. അപ്പോൾ അവിടെ തന്നെ പ്ലേസ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ആഗ്രഹിക്കുന്നുണ്ട് നല്ലൊരു ജോലി ലഭിക്കണം. പിന്നെ ഒരു വിഷയം കൂടെ, അവൻ പിന്നെ വർഷിപ്പിന് കയറാറുണ്ട്. പക്ഷെ വർഷിപ്പിന് കയറി ഒരാഴ്ച നന്നായി പാട്ടുപാടി നല്ലപോലെ ആരാധിക്കുമ്പോൾ അവൻ തൊണ്ടയ്ക്കൊന്ന് ഇൻഫെക്ഷനും അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ പിന്നെ അതൊന്ന് മാറി അവൻ ആത്മാർത്ഥമായിട്ട് ദൈവത്തിനെ പാടി സ്തുതിക്കാനുള്ള ഒരു കൃപയും കൂടെ കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണേ. വേറെ ആർക്കെങ്കിലും വിഷയമുണ്ടോ? നമ്മുടെ മാവേലിക്കരയുള്ള അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശ്രീലേഖ. പിന്നെ 10-ാം ക്ലാസ്സിന്റെ +2 എക്സാം ആവശ്യം. പരിശുദ്ധനായ ദൈവമേ, നീതൊരു പിതാവേ, പല വിഷയങ്ങൾക്ക് വേണ്ടി അടിയങ്ങൾ പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ഞങ്ങൾക്കുണ്ട്. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങൾക്ക് മറുപടി തന്ന ദൈവത്തിന്റെ സന്നിധിയിൽ ധൈര്യത്തോടെ അടിയങ്ങൾ കടന്നു വന്ന് പിന്നെയും പ്രാർത്ഥിച്ചത്. അതുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ച വിഷയത്തിന്റെ മേലൊക്കെ ദൈവമഹത്വം വെളിപ്പെടാൻ പോകുന്നത് ഓർത്ത് നന്ദിയോട് സ്തോത്രം. ഇപ്പോൾ ലാലി പറഞ്ഞ വിഷയത്തെ ഓർത്ത് സ്തോത്രം. കർത്താവെ, ബ്ലെമിൻ എന്ന് പറയുന്ന മോനെ ദൈവകരങ്ങളിൽ തരുന്നു. അവന് 31 വയസ്സായി. മാതാവിന്റെ വേദന അങ്ങ് അറിയുന്നുണ്ടല്ലോ. അവനൊരു വിവാഹം ആവശ്യമാ. അവന്റെ ജോലിയിലൊക്കെയും പ്രത്യേകമായ വിടുതലും കരുണയും അങ്ങ് കാണിക്കണമേന്ന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് വർഷിപ്പ് ചെയ്യുമ്പോൾ കർത്താവെ, അവന്റെ തൊണ്ടയ്ക്കുണ്ടാകുന്ന അസ്വസ്ഥതകളെ എല്ലാം ദൈവം മാറ്റി കൊടുക്കണമേ. ഞങ്ങളുടെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല എന്ന പ്രിയ പൈതലും രുചിച്ചറിയുവാൻ ഈ ദിവസങ്ങളിൽ ഇടവരുത്തണമേ. അവരെ കുടുംബമായി സഹായിക്കണമേ. വരും ദിവസങ്ങളിൽ ഈ പ്രാർത്ഥിച്ച വിഷയങ്ങൾക്കൊക്കെ ഞങ്ങൾക്ക് വിടുതൽ കേൾക്കുവാൻ ദൈവം സഹായിക്കണം. പ്രത്യേകിച്ച് മദേഴ്സ് പ്രയർ മൂവ്മെന്റിൽ പ്രാർത്ഥനാ വിഷയങ്ങൾ അനേക വിഷയങ്ങൾ കർത്താവെ ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. എല്ലാ വിഷയത്തിനും ദൈവം ഞങ്ങൾക്ക് മറുപടി തരണമേ. പ്രത്യേകിച്ച് 10-ലും 12-ലും പരീക്ഷ എഴുതുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തരുന്നു. അങ്ങേക്കറിയാം, കുഞ്ഞുങ്ങളെക്കാളിൽ ടെൻഷൻ മാതാക്കൾക്കാ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഇന്ന് പരീക്ഷ എഴുതുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ എല്ലാം ഉയരത്തിലെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കണം, ഓർമ്മശക്തി കൊണ്ട് നിറയ്ക്കണം. കർത്താവെ, അവർ പഠിച്ചത് തന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ അവർക്ക് യാതൊരു ടെൻഷൻ ഇല്ലാതെ അവർ പഠിച്ചത് തന്നെയാണല്ലോ വന്നേന്നുള്ള ആ ഒരു ചിന്തയോടുകൂടെ അവർ എക്സാം എഴുതുവാൻ ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് അവർക്ക് തുണ നിൽക്കണമേന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ദാസ ശ്രീലേഖയുടെ മാതാവിനെ ഓർത്ത് സ്തോത്രം. വീണ് ഹോസ്പിറ്റലിലായിരിക്കുന്നല്ലോ. പൂർണ്ണമായ വിടുതൽ കൊടുത്ത് കർത്താവിന്റെ ദാസിയുടെ ശുശ്രൂഷയ്ക്ക് ഒരു കർത്താവെ കോട്ടവും വരാതെ വേഗത്തില് സൗഖ്യത്തോട് ഭവനത്തിൽ കടന്നു വരുവാൻ ദൈവം സഹായിക്കണം. ഇതിന്റെ അകത്ത് സംബന്ധിച്ച ഇന്ന് കർത്താവെ സംബന്ധിച്ച് പ്രാർത്ഥനാ വിഷയം പറയാത്ത സഹോദരിമാരുണ്ട്. എങ്ങനാ ഈ കൊച്ചു വിഷയം അല്ലെ ഈ വിഷയം എങ്ങനാ പറയുന്നതെന്ന് വിചാരിച്ച് പറയാതിരിക്കുന്നവരുണ്ട്. ഞങ്ങളെ നന്നായി അറിയുന്ന ദൈവം ഞങ്ങളുടെ
നിത്യത്തിലുള്ളത് കൊണ്ട് സ്തോത്രം. ആമേൻ, ആമേൻ, ആമേൻ. കണ്ണുണ്ടായിട്ട് കാണാതെ, ചെവി ഉണ്ടായിട്ട് കേൾക്കാതെ ഉള്ള ഒരു വിഗ്രഹത്തിന്റെ അടുത്തല്ല ഞങ്ങൾ ഇരിക്കുന്നത്. ഞങ്ങളെ സൃഷ്ടിച്ച ഞങ്ങളുടെ അപ്പന്റെ അടുത്താണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഞങ്ങളെ നന്നായി അറിയുന്ന ഒരു ദൈവം ജീവിക്കുന്നത് ഓർത്ത് സ്തോത്രം, 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 സ്തോത്രം. എല്ലാ വിഷയങ്ങൾക്കും കർത്താവ് മറുപടി നൽകിയത് ഓർത്ത് സ്തോത്രം. വരും ദിവസങ്ങളിൽ സാക്ഷ്യത്തിന്റെ കർത്താവ് വിടുതലിന്റെ സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ, ദൈവമഹത്വം വെളിപ്പെടുന്നത് കാണുവാൻ കർത്താവ് ഇടവരുത്തുന്നത് ഓർത്ത് സ്തോത്രം. തുടർന്നുള്ള സമയങ്ങളിൽ ശുശ്രൂഷയിൽ അങ്ങയുടെ സാന്നിധ്യം വെളിപ്പെടണമേ കർത്താവേ. കൃപ കൂടിയിരിക്കണം. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. അടിയാറ്റിയെ സമ്പൂർണമായിട്ട് ഏൽപ്പിക്കുന്നു. സകലം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. പ്രാർത്ഥനയായിട്ട് ദൈവത്തെ സ്തുതിക്കാം, മഹത്വപ്പെടും. നന്നായി ദാസി എലിയ സിസ്റ്റർ പ്രാർത്ഥനാ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ ഇടയാക്കി പ്രാർത്ഥിച്ച ഓരോരുത്തർക്കായി നന്ദി പറയുന്നു. അടുത്തായിട്ടുള്ള നമ്മുടെ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ഗ്ലോറി അബ്രഹാം സിസ്റ്റർ മെസ്സേജ് പറയുന്നതായിരിക്കും. എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കണം. ദാസിയുടെ ജീവിതത്തിൽ അനേക അനുഭവങ്ങളാണ് നമ്മുടെ കൂടെ ഉള്ള സഹോദരിയാണ്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കണമെന്ന് അപേക്ഷിക്കുന്നു. അത് കഴിഞ്ഞിട്ടുള്ള സമയം നമുക്ക് സാക്ഷ്യത്തിനും പിന്നെ സാക്ഷ്യമുള്ള ആളും അതിനുള്ള സമയം വെക്കുന്നതായിരിക്കും. പിന്നെ പ്രാർത്ഥനയ്ക്കുള്ള വിഷയങ്ങൾ പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള സമയമുണ്ട്. അത് ഗ്ലോറി സിസ്റ്ററിനെ യേശുവിൻ നാമത്തിൽ ക്ഷണിക്കുന്നു. ഗ്ലോറി എബ്രഹാമിനെ മെസ്സേജിനായി ക്ഷണിക്കുന്നു. ആന്റി കേൾക്കാൻ പറ്റുന്നുണ്ടോ നിർമ്മല ആന്റി? കേൾക്കാൻ പറ്റുന്നുണ്ട്. എല്ലാവർക്കും കേൾക്കാമല്ലോ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്റെ സഹോദരിമാരോട് ഒരുമിച്ച് എനിക്ക് പലപ്പോഴും ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ പലയിടങ്ങളിൽ കടന്നു പോകേണ്ടി വരുന്നത് കൊണ്ട് എനിക്ക് പലപ്പോഴും അങ്ങനെ ഗ്രൂപ്പിൽ കയറാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. നിങ്ങളോട് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ എന്റെ സാക്ഷ്യം കേട്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്താമോ? ആരെങ്കിലും യൂട്യൂബിൽ കൂടി കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ കേൾക്കാത്ത അനേകരുണ്ട്. ഹല്ലേലൂയ. എന്റെ സാക്ഷ്യം അല്ലെങ്കിൽ പ്രിയ സാറാമാന്റിയെ കാണാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം. സാറാമ്മ, ഹല്ലേലൂയ. ഒത്തിരി നാള് എന്റെ സാക്ഷ്യം ഞാൻ ഷെയർ ചെയ്യുക. അപ്പോൾ തന്നെ അത് അനേകർക്ക് അതൊരു വിശ്വാസം വർദ്ധിക്കുവാൻ ഇടയായി തീരും. എന്നാൽ ഇപ്പോൾ ഞാൻ ശരീരത്തിൽ ഫുൾ ഓക്കെ ആണോ എന്ന് ചോദിച്ചാൽ ഓക്കെ അല്ല. എന്റെ BP ഒത്തിരി ഡൗൺ ആകുന്ന ഒരു അനുഭവം ഉണ്ട്. ഇപ്പോഴും ഞാൻ ഇരിക്കുന്ന സന്ദർഭത്തിൽ ഞാൻ ഇച്ചിരി BP കുറവുള്ള അവസ്ഥയിലാണ് ഞാൻ ആയിരിക്കുന്നത്. എന്റെ BPയുടെ അളവ് നിങ്ങളോട് ഇപ്പൊ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോ. 50, 24, 55, 44 അത്രയൊക്കെയുള്ളൂ എനിക്ക് BP. പ്രഷർ മെഡിസിൻ എടുക്കേണ്ട ഒരു അസുഖങ്ങളില്ല, പക്ഷെ പ്രഷർ കുറയുന്ന ഒരു പ്രയാസമുണ്ട്. ദൈവം ഇത്രത്തോളം പരിപാലിക്കുന്നു. എനിക്ക് എന്റെ അനുഭവം പറഞ്ഞാൽ ഒത്തിരി ഒത്തിരി എന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത് പറയാനുണ്ട്. ഹല്ലേലൂയ. ഞാൻ ഇന്ന് നിങ്ങളുടെ മധ്യത്തിൽ ആയിരിക്കുന്നുണ്ടെങ്കിൽ അതെന്റെ ദൈവത്തിന്റെ വലിയ കൃപയാ. ഹല്ലേലൂയ. എനിക്കിങ്ങനെ നിങ്ങളുടെ മധ്യത്തിൽ ഇരിപ്പാൻ ഒരു യോഗ്യതയില്ലാത്ത വ്യക്തിയാ. ഈ 25 പേര് ഇതിനകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ അതിലേറ്റവും യോഗ്യത കുറവ് എനിക്കാ. ഹല്ലേലൂയ. എന്റെ പിതാവ് പാസ്റ്റർ ജോസഫ് കുരുവിള, അദ്ദേഹം ലോകപ്രകാരമുള്ള ജോലിയൊക്കെ റിസൈൻ ചെയ്തിട്ട്, ഒരു റെയിൽവേയിലെ ജോലിക്കാരനായിരുന്നു അദ്ദേഹം. അപ്രകാരം തന്റെ ജോലിയൊക്കെ റിസൈൻ ചെയ്തിട്ട് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ ഒത്തിരി നിന്നയും പരിഹാസവും ദുഷിയും അദ്ദേഹം സഹിക്കുവാൻ ഇടയായി തീർന്നു. അതായത് ലോകപ്രകാരമുള്ള ഒരു ജോലിയൊക്കെ വിട്ടിട്ട് 24-ാമത്തെ വയസ്സിൽ ഒരു ഗവൺമെന്റ് ജോലി വിട്ട്, അപ്പം ഒത്തിരി എന്റെ മാതാവിന്റെ പിതാവ് വരെ പെന്തക്കോസ്തുകാരനാ, പക്ഷെ പറഞ്ഞു ഒരിക്കലും ഇത് കാണിക്കുന്ന ബുദ്ധിമോശമാണെന്ന് പറഞ്ഞു. പക്ഷെ പിതാവിന് ഒരു വലിയ കാഴ്ചപ്പാടോടെ കർത്താവിന്റെ വേലയ്ക്കായിട്ട് ഇറങ്ങി. എന്റെ പിതാവ് ഒരു തകരപ്പെട്ടിയും എന്റെ മാതാവ് എന്റെ മൂത്ത സഹോദരിയും എടുത്തുകൊണ്ടാണ് കർത്താവിന്റെ വേലയ്ക്കായിട്ട് ഇറങ്ങിയത്. ഞങ്ങൾ 6 മക്കളാ കേട്ടോ. ആനി, സാം, മേഴ്സി, ഗ്രേസി, ഫിന്നി, ഗ്ലോറി. അതിലേറ്റവും ഇളയ മോളാണ് ഞാന് അങ്ങനെ വലിയ ആത്മീയത്തിൽ അങ്ങ് കൂടിയ ഉള്ള ഒരു കൊച്ചൊന്നും അല്ലായിരുന്നു. ഞാൻ ഒത്തിരി പ്രാർത്ഥനക്കാരിയോ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ ഉറങ്ങുന്ന അങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തിയായിരുന്നു. പ്രിയമുള്ളവരെ, എന്റെ കർത്താവ് എന്റെ ഈ 6 കുഞ്ഞുങ്ങളില് ഏറ്റവും മൂശേട്ട പിടിച്ച ഒരു കൊച്ചു ഞാനായിരുന്നു. അപ്പം ഞാനിങ്ങനെ ചോദിക്കുമായിരുന്നു, എന്റെ കർത്താവ്, എന്റെ പപ്പ എനിക്ക് എന്തിനാ ഈ ഗ്ലോറി എന്നുള്ള പേരിട്ട്? എനിക്ക് ഓത്തിനിരുന്നൊന്നും ഉറങ്ങാൻ പോലും പറ്റത്തില്ലല്ലോ. ആരേലും ഗ്ലോറി പറയുമ്പോ ഞാൻ പേടിച്ചു പോവാണല്ലോ എന്നൊക്കെ പറയുമ്പോ എന്റെ പിതാവ് എന്നോട് പറയുമായിരുന്നു, നിന്റെ ജീവിതം തിരുനാമ മഹത്വത്തിനായിട്ട് തീരണം. നീ തിരുനാമ മഹത്വത്തിനായിട്ട് തീരും. ഹല്ലേലൂയ. ദൈവമക്കളെ, അതുപോലെ എനിക്ക് ഭയങ്കര ലജ്ജയുള്ള കാര്യമായിരുന്നു ഈ കവലയിലൊക്കെ നിന്ന് പ്രസംഗിക്കുന്നത്.
കവലയിലൊക്കെ ഞാൻ പപ്പായോട് ചോദിക്കും, എന്തിനാ ഈ കവലയിലൊക്കെ നിന്ന് പ്രസംഗിക്കുന്നത്? നമ്മളെ എന്തിനാ അതിന്റെ ആവശ്യമുണ്ടോ? എന്റെ കൊച്ചു പ്രായത്തിൽ ചോദിക്കുന്നതാ കേട്ടോ. അപ്പൊ ഈ സ്കൂളിലും കോളേജിലും ചെല്ലുമ്പോ പിള്ളേര് ഗ്ലോറി അല്ലെലിയ സ്വോത്രം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നത് കൊണ്ട് എനിക്കൊരു ബന്ധുക്കോസുകാരിയാന്ന് പറയാനൊക്കെ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കൂട്ടത്തിലായിരുന്നു. നമ്മള് ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ മറന്നു പോയിട്ടുണ്ടെ സാറ് തലേ കൈവച്ചിട്ട് നിന്റെ ദാസിയുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ എന്ന് കളിയാക്കി അന്യഭാഷ പറയുന്ന ഒരു ഗ്രൂപ്പ്. അപ്പൊ അങ്ങനെ കളിയാക്കുന്നത്, നമ്മൾ ഓടി വന്ന് വണ്ടി വിട്ടുപോയല്ലോ, സ്തോത്രം കർത്താവെ വണ്ടി വിട്ടുപോയല്ലോ, നിന്റെ ദാസിയെ പരീക്ഷിക്കുവാണോ, ഇങ്ങനെ ഈ ബന്ധുക്കോസ് എന്നുള്ള ഒരു ഇത് വെച്ച് ഒത്തിരി കളിയാക്കും. ഞാൻ മാത്രമേ അന്ന് കമ്മലും മാല ഇടാത്തുള്ളൂ ഞങ്ങളുടെ സ്കൂളില്. എന്നാൽ ഈ കർത്താവിന്റെ സ്നേഹത്താൽ എന്റെ ദൈവം എന്നെ ആകർഷിക്കുവാൻ ഇടയായി തീർന്നു. ഞാൻ എന്റെ പ്രീ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങളുടെ അവിടെ അടുത്തുള്ള ഒരു കുട്ടി ആത്മഹത്യ ചെയ്യുവാൻ ഇടയായി തീർന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആരോട് സുവിശേഷം പറയത്തില്ലായിരുന്നു. ഞാനൊരു ബന്ധുക്കോസുകാരിയാന്ന് പറയുന്ന എനിക്ക് നാണക്കേടായിട്ട് ഒളിച്ചൊളിച്ച് ഇങ്ങനെ ഇരിക്കും. എന്റെ പപ്പായെ കാണുമ്പോഴേ, ഒരു കർത്താവിന്റെ ദാസനായതുകൊണ്ട് സ്കൂളിലോട്ടൊക്കെ കോളേജിലോട്ട് വന്നാല് ഈ ബികോമിനൊക്കെ പഠിക്കുന്ന ഒരു കളിയാക്ക്, സ്വോത്രം കർത്താവ് നിന്റെ ദാസൻ കടന്നു വന്നിരിക്കുന്നു, ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ കളിപ്പിക്കുന്ന ഒരു അന്തരീക്ഷം ഉള്ളതും ഇതെന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുമായിരുന്നു പ്രിയമുള്ളവരെ. എന്നാൽ ഞാൻ എന്റെ കർത്താവെ, ഈ കുഞ്ഞ് മരിച്ചു കഴിഞ്ഞ് രാത്രിയിൽ എന്റെ കർത്താവ് എന്നെ ദർശനം കാണിക്കുക, ഒത്തിരി പേരെ ഒരു നാശ സ്ഥലത്തോട്ട് തള്ളിക്കൊണ്ടുപോവുക. ആ കൂട്ടത്തില് എന്റെ ഈ കൂട്ടുകാരിയുടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ എന്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുക, ഗ്ലോറി നീ എന്തുകൊണ്ടാ എന്നോട് യേശുവിനെ പറ്റി പറയാതിരുന്നേ? നീ യേശുവിനെ പറ്റി എന്നോട് പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ മരിക്കയില്ലായിരുന്നു. ഞാൻ രാത്രിയിൽ ചാടി എഴുന്നേറ്റ് ബൈബിളുമായി, അമ്മ ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കാൻ പോവാ, ഞാൻ എല്ലാരോടും ഈ സുവിശേഷം പറയാൻ പോവാ. അന്ന് എനിക്ക് 17 വയസ്സ് പ്രായം. ഞാൻ പായിപ്പാട് ന്യൂ ഇന്ത്യ ബൈബിൾ സെമിനാരിയിൽ ദൈവവചനം പഠിക്കുവാൻ കർത്താവ് എന്നെ സഹായിച്ചു. ഹല്ലേലൂയ. ആ ദൈവവചനം പഠിച്ചു കഴിഞ്ഞ പ്രിയ കർത്താവിന്റെ ദാസൻ തോമസ് ഉലുപ്പ് സാറ് എന്നെ വിട്ടില്ല കേട്ടോ. ഹല്ലേലൂയ. ആ സാറ് എന്നെ വലിയ ശുശ്രൂഷയ്ക്ക് വലിയ പ്രോത്സാഹനമായിരുന്നു. അദ്ദേഹം ബ്രേക്ക് ത്രൂ മിഷൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ അത് എഴുതിയിട്ടുണ്ട്. ബ്രേക്ക് ത്രൂ മിഷൻ എന്ന് പറയുന്ന ആ ടീമിന്റെ കൂടെ അനേക സ്ഥലങ്ങളിൽ കർത്താവിനെ ഉയർത്തുവാൻ ഒരു ദിവസം 5 പരസ്യയോഗം വെച്ച് 10 ദിവസം കൊണ്ട് 50 പരസ്യയോഗം. അങ്ങനെയായിരുന്നു ആ ശുശ്രൂഷയുടെ സ്റ്റാർട്ടിങ്. 97 ഗ്രാജുവേഷൻ കഴിഞ്ഞ് എനിക്ക് ആ സാറിന്റെ ഭവനത്തിൽ താമസിക്കുവാൻ ദൈവം എന്റെ ജീവിതത്തിൽ ഭാഗ്യം തന്നു. അതായത് ഇപ്പൊ നമ്മുടെ ലേഡീസിന്റെ യൂണിയൻ ക്രിസ്ത്യൻ വിമൻസ് ഫെലോഷിപ്പിന്റെ പ്രെയർ ഒക്കെ നടക്കുന്നതിന്റെ മോളത്തെ നിലയിൽ 1 വർഷത്തോളം ഞാൻ ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു, കർത്താവെ അവിടുത്തെ ആ സാറിന് 4 ആൺകുഞ്ഞുങ്ങളാ. ഞാനൊരു 10-20 വയസ്സുള്ള ഒരു കുഞ്ഞ് അവിടെ താമസിക്കുമ്പോൾ എന്റെ പിതാവൊന്നും എന്നെ എന്റെ അമ്മ വീട്ടിൽ പോലും വിട്ടിട്ടില്ല. പക്ഷെ ആ തോമസ് ഫിലിപ്പ് സാർ എന്ന് പറയുന്ന ആ കർത്താവിന്റെ ദാസൻ ഒരു വിശുദ്ധനായ മനുഷ്യനായതുകൊണ്ട് എന്റെ പിതാവ് എന്നെ അതിനെ അനുവദിച്ചു. ഞാൻ പറയുമായിരുന്നു, എന്റെ കർത്താവെ ആ വിശുദ്ധനായ ആ തോമസ് ഫിലിപ്പ് സാർ എന്ന് പറഞ്ഞ കർത്താവിന്റെ ദാസനാണ് എന്റെ ശുശ്രൂഷയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം തന്നത്. എന്നോട് പറയും, മോളെ നീ കർത്താവിന് വേണ്ടിയുള്ള കുഞ്ഞ, നീ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടണം. ഞങ്ങളുടെ ഭവനത്തിൽ പലപ്പോഴും വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഇങ്ങനെ എന്റെ കർത്താവ്, ആ കർത്താവ് അത് കഴിഞ്ഞ് എന്റെ വിവാഹം ഒക്കെ കഴിഞ്ഞു. എന്റെ വിവാഹം കഴിഞ്ഞ് സൗദി അറേബ്യയിൽ പോകുവാൻ ദൈവം എന്റെ ജീവിതത്തിൽ ഭാഗ്യം തന്നു. ഞാൻ ചിന്തിച്ചു, കർത്താവെ എന്തിനാ എന്നെ ആ സ്ഥലത്തേക്ക് അയക്കുന്നേ? കർത്താവെ ഞാൻ എന്തിനാ അങ്ങോട്ട് പോകുന്നത്? പക്ഷെ ദൈവം ഞങ്ങളുടെ ഭവനത്തിൽ ഒരു പ്രെയർ സ്റ്റാർട്ട് ചെയ്യുവാൻ, ഞങ്ങൾ അൽഹസ എന്ന് പറയുന്ന സ്ഥലത്തോട്ട് ആദ്യം പോകുന്നത്, നേഴ്സിംഗ് ഹോസ്റ്റലുകളിൽ പോയി ദൈവവചനം പറയുവാൻ കർത്താവ് എന്നെ സഹായിച്ചു. നമ്മുടെ ഇവിടെ റാന്നിക്കാരി അച്ചാമ്മ എന്ന് പറയുന്ന ഒരു അമ്മാമ്മ, അവിടുത്തെ ഒരു ഹൗസിംഗ് സൂപ്പർവൈസറാ. അമ്മാമ്മയ്ക്ക് താമസിക്കാൻ വലിയ ഒരു റൂമാ കൊടുത്തേക്കുന്നത്. ആ റൂമിൽ അമ്മാമ്മ അനേക സഹോദരിമാരെ വിളിച്ചു കൂട്ടി 3-4 പേരായിട്ട് തുടങ്ങിയിട്ട് ലാസ്റ്റ് 10-40 സഹോദരിമാർ കടന്നു വരും. ഹിന്ദുക്കൾ ഒക്കെ കടന്നു വരും. അങ്ങനെ അനേകർ കർത്താവിനെ അറിയുവാന്, യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുവാൻ, സ്നാനപ്പെടുവാനൊക്കെ ഇടയായി തീർന്നു. അനേക നേഴ്സിംഗ് ഹോസ്റ്റലുകളിൽ, പല നേഴ്സിംഗ് ഹോസ്റ്റലുകളിൽ പ്രെയർ സ്റ്റാർട്ട് ചെയ്യുവാൻ ദൈവം ഇടയാക്കി. എക്യുമെനിക്കൽ കൂടിവരകളിൽ പോയി കർത്താവിനെ പ്രസംഗിക്കുവാൻ, യാക്കോബ, കത്തോലിക്ക, മർത്തോമ എക്യുമെനിക്കൽ കൂടിവരകളിൽ പോയി കർത്താവിനെ പറയുവാൻ ദൈവം എന്റെ ജീവിതത്തിൽ ഭാഗ്യം തന്നു. ഹല്ലേലൂയ. അത് കഴിഞ്ഞ് ഞങ്ങളെ കർത്താവ് കോബാർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് മാറ്റി. അവിടുന്ന് പിന്നെ റിയാദ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് മാറ്റി. അവിടെ അല്ലിമാന്റെ ഒരു ഹോസ്പിറ്റല്, ഒരു ഷിമൈസി ഹോസ്പിറ്റല്, ഒരു മിഷാരി ഹോസ്പിറ്റല്, ഇങ്ങനെ പല ഹോസ്റ്റലുകളിൽ മാറി മാറി പ്രെയർ സ്റ്റാർട്ട് ചെയ്യുവാനും അതുമൂലം അനേകർ കർത്താവിനെ അറിയുവാൻ ഇടയാക്കി. ഇതെല്ലാം ഞാൻ തിരുനാമ മഹത്വത്തിനായി പറയുക. സഹോദരിമാരെ,
ദൈവത്തിന് നമ്മളെ പറ്റി ഒരു പദ്ധതി ഉണ്ടെങ്കിൽ ദൈവം അത് ചെയ്യും. ഹല്ലേലൂയ. പിന്നെ അങ്ങനെ എന്റെ പപ്പ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയപ്പോൾ അനേകര് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. നിങ്ങൾ ഈ കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ എങ്ങനെയാ, കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ എങ്ങനെ, പലരും ചോദിച്ചു. പ്രിയമുള്ളവരെ, അത് ചോദിച്ചത് RSSകാരും BJPക്കാരും ഒന്നുമല്ല, നമ്മുടെ ബന്ധുക്കോസുകാര് തന്നെയാ ചോദിച്ചത്. കുഞ്ഞുങ്ങൾക്കും എല്ലാം കരുതിയിട്ടുണ്ടോ? എന്തേലും ബാങ്കിൽ ഇട്ടിട്ടുണ്ടോ? കുഞ്ഞുങ്ങളെ കെട്ടിക്കാൻ വല്ലതും കരുതിയിട്ടുണ്ടോ? ഹല്ലേലൂയ. എന്റെ സഹോദരിമാരെ, നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും കാര്യമൊക്കെ ഓർത്ത് ഭാരപ്പെടുന്നെങ്കിൽ ഞാൻ പറയട്ടെ, നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. അവന് നമ്മുടെ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്തമുണ്ട്. എന്റെ മൂത്ത ചേച്ചിക്ക് 22 വയസ്സ് പ്രായമായപ്പോൾ എന്റെ ചേച്ചിയുടെ വിവാഹം നടന്നു. അത് ചേച്ചിയുടെ ആ സ്വഭാവമൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് പപ്പ ശുശ്രൂഷിക്കുന്നതിന്റെ അടുത്ത് തന്നെ ചേച്ചിയുടെ നല്ലൊരു ആലോചന വന്നു. ഇന്ന് പാമ്പാക്കട സെന്ററിന്റെ ചുമതലയിലായിരിക്കുന്നത് പാസ്റ്റർ TT തോമസും കുടുംബവും. എന്റെ മൂത്ത സഹോദരിയാണ്. രണ്ടാമത്തെ എന്റെ സഹോദരന് ദൈവം കുവൈറ്റിലേക്ക് പോകുവാൻ വഴി തുറന്നു. അങ്ങനെ അവർ കുടുംബമായി കുവൈറ്റിലായിരുന്നു. മൂന്നാമത്തെ എന്റെ സഹോദരിയും BSc നഴ്സിംഗ് ഒക്കെ കഴിഞ്ഞ് 22 വയസ്സ് പ്രായമുള്ളപ്പോൾ എന്റെ പിതാവിന്റെ കയ്യിലോട്ട് കുറച്ച് പൈസ കൊണ്ട് കൊടുത്തിട്ടാ എന്റെ ചേച്ചിയെ കല്യാണം കഴിച്ചുകൊണ്ട് പോയി. ഹല്ലേലൂയ. എന്റെ നാലാമത്തെ സഹോദരി ഒരു നേഴ്സായിരുന്നു. പിതാവ് ഒന്നും സമ്പാദിച്ചില്ല പ്രിയമുള്ളവരെ, പക്ഷെ നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഈ വചനം എടുത്തുകൊണ്ട് ഇറങ്ങി നിന്നെ ലജ്ജിക്കുവാൻ ദൈവം ഒരിക്കലും അനുവദിക്കത്തില്ല. ഒരിക്കലും നീ മറ്റുള്ളവരുടെ മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി തീരാൻ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. നീ മറ്റുള്ളവരുടെ മുന്നിൽ, ആരെങ്കിലും അതിന്റെ ഇടയ്ക്ക് സംസാരിക്കുന്നുണ്ടെ ഒന്ന് ഓഫാക്കണേ. ഈ ഇടയ്ക്ക് ആരോ സംസാരിക്കുന്നത് പോലെ ഒന്ന് മ്യൂട്ട് ചെയ്യണേ. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഈ അനുഭവത്തോടുള്ള ബന്ധത്തിൽ പറയാൻ കാരണം, വിളിച്ച ദൈവം വിശ്വസ്തനാ പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. എന്റെ 5ാമത്തെ സഹോദരൻ ഇന്ന് അമേരിക്കയിലായിരിക്കുന്നു. ഞാൻ ഏറ്റവും ഇളയ കുട്ടിയായ ഞാൻ, ഹല്ലേലൂയ, ദൈവം എന്നെ ഇത്രത്തോളം നടത്തി. ഞാൻ ഈ 6 കുഞ്ഞുങ്ങളില് കർത്താവിനെ പ്രസംഗിക്കുന്ന ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. പക്ഷെ ഞാൻ ഈ പറഞ്ഞതുപോലെ എന്നെ ഓർത്ത് ഞാൻ ഒത്തിരി എന്റെ ആത്മീയ ജീവിതത്തിൽ പുറകിൽ നിന്ന വ്യക്തിയാ പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. പ്രാർത്ഥനാ ജീവിതം എന്റെ ഒരു 10, 16, 14 വയസ്സിലെ കാര്യമാ പറയുന്നത്. പ്രാർത്ഥനാ ജീവിതം ഒന്നുമില്ലാതെ എന്റെ പിതാവ് എന്നെ ഓർത്ത് ഒത്തിരി പ്രാർത്ഥിക്കുമായിരുന്നു. കർത്താവേ, ഈ ഗ്ലോറി മോള് മൂശേട്ട സ്വഭാവം ഒക്കെ മാറി അവളൊരു നല്ല കുഞ്ഞായിട്ട് വരണമേ. അപ്പൊ ഞാൻ ഈ ഗസ്റ്റ് പാസ്റ്റർമാരൊക്കെ ഇരിക്കുമ്പോ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോ ഞാൻ പറയും, പപ്പ അവരെല്ലാം ഓർക്കത്തില്ലേ കുരുവിള പാസ്റ്റർ ഇളയ മോള് ഭയങ്കര തല്ലിപ്പൊളിയാ, അങ്ങനെ ഓർക്കത്തില്ല, എല്ലാരെയും കേക്കെ അങ്ങനെ പ്രാർത്ഥിക്കല്ലേ. എന്നാലും പിതാവ് അങ്ങനെ പ്രാർത്ഥിക്കുമ്പോ എന്റെ മനസ്സിൽ വരുമായിരുന്നു, കർത്താവേ, ഞാൻ എന്റെ പിതാവ് ആഗ്രഹിക്കുന്ന അളവില് ഒരാത്മീയ അനുഭവത്തിൽ ആകാഞ്ഞിട്ടാണല്ലോ എന്റെ പപ്പ അങ്ങനെ കരയുന്നത്. ഹല്ലേലൂയ. പലപ്പോഴും എന്റെ ജീവിതത്തിൽ ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ കാണുന്നത് എന്റെ പിതാവ് ഇങ്ങനെ മുട്ടേ കുത്തി ഇന്ന് ഇങ്ങനെ കരയുക. ഹല്ലേലൂയ. കർത്താവേ, കൃപ കൃപ കൃപ. ഞാനന്ന് കൊച്ചു പ്രായമാ. ഹല്ലേലൂയ. ഞാൻ അന്നേരം കുറേ നേരം എന്റെ പിതാവിന്റെ മുഖത്തേക്ക് ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുമ്പോൾ എനിക്കും അങ്ങ് കരച്ചിൽ വരും. ഞാൻ അടുക്കളയിൽ ചെന്ന് അമ്മയോട് ചോദിക്കും, അന്ന് 5, 6 വയസ്സേ ഉള്ളൂ, അമ്മ അച്ചാച്ചന് ഇച്ചിരി കൃപ കൊടുക്കമ്മേ. എത്ര നേരമായിട്ട് നിന്ന് കരയുക, കൃപ കൃപ എന്ന് പറഞ്ഞ്. അപ്പോൾ എനിക്കറിയാം, ഞാൻ അന്നേരം ചോദിക്കും, പപ്പ എന്തിനാ ഈ കൃപ എന്നും പറഞ്ഞ് ഇത്രയും കരയുന്നേ? അന്നേരം പറയും, മോളെ, ഈ ലോകത്ത് ജീവിക്കുവാന് ദൈവകൃപ വേണം. അദ്ദേഹത്തിന്റെ 20 വേല ചെയ്യുവാൻ കേൾക്കാൻ പറ്റുന്നുണ്ട്. ഒരു കോള് വന്നുകൊണ്ടാണ്. അദ്ദേഹത്തിന്റെ 24ാമത്തെ വയസ്സ് മുതൽ 76ാമത്തെ വയസ്സ് വരെ കർത്താവിന്റെ വേല ചെയ്തു. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയ്ക്ക് 3 സെന്ററുകൾ വിഭാവനം ചെയ്യുന്ന രീതിയിൽ കർത്താവ് അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ വിശാലമാക്കി. ഹല്ലേലൂയ. ദൈവമക്കളെ, ഞാൻ ഇത്രയും പറയുവാൻ കാരണം, അവര് ഒത്തിരി കഷ്ടതയെ കൂടെ പോയിട്ടുണ്ട് കേട്ടോ. കുഞ്ഞുങ്ങൾ സ്കൂള് വിട്ട് വരുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് വിശക്കല്ലേ എന്ന് അവര് പ്രാർത്ഥിച്ചിട്ടുണ്ട്. കാരണം വിശക്കുന്നെന്ന് പറഞ്ഞ എടുത്തു കൊടുക്കാൻ ഫുഡില്ലായിരുന്നു. അങ്ങനെ കഷ്ടതയിൽ കൂടെ അവര് കടന്നുപോയി. പക്ഷെ വിളിച്ച ദൈവം വിശ്വസ്തനാ. നമ്മൾ ഈ ഭൂമിയിൽ എനിക്ക് അത് കിട്ടി ഇത് കിട്ടി എന്നൊക്കെ പറയരുതെന്നാ പറയുന്നത്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന ദൈവ സ്വർഗത്തിൽ ജീവിക്കുന്നു. ഒത്തിരി സമ്പന്നരൊന്നും അല്ലെങ്കിലും ദൈവമക്കളെ, നമ്മളെ മറ്റുള്ളവരുടെ മുന്നിൽ ഒരിക്കലും നീ ഒരു നിന്ദാവിഷയമായി തീരുവാന് എന്റെ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. നിന്റെ ആവശ്യങ്ങൾ അറിയുന്ന ഒരു സ്വർഗീയ പിതാവ് സ്വർഗത്തിൽ ജീവിക്കുന്നു. ഹല്ലേലൂയ. കുഞ്ഞെ, എന്നെ കേൾക്കുന്ന ഭാരപ്പെടുന്ന സഹോദരി, ദൈവം നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്നു. 2006 എനിക്ക് 5 മക്കളുണ്ട് കേട്ടോ. ഹല്ലേലൂയ. എന്റെ മൂത്ത മോടെ വിവാഹം കഴിഞ്ഞു.
എന്റെ അനുഭവത്തിലേക്ക് ഒന്ന് കയറുകയാ. ഹല്ലേലൂയ. എന്റെ അനുഭവം 2006 എന്റെ ശരീരത്തിൽ ചില പ്രയാസങ്ങളൊക്കെ വന്നു. എന്റെ മോള് ജനിച്ച് 9 വർഷം കഴിഞ്ഞിട്ട് എനിക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. മൂത്ത മോള് ജനിച്ച് എന്റെ മൂത്ത മോക്ക് 25 വയസ്സുണ്ട്. കൊച്ചു മോന് 10 വയസ്സേ ഉള്ളൂ. 15 വയസ്സ് വ്യത്യാസമുണ്ട്. എന്റെ മൂത്ത മോളുടെ വിവാഹം കഴിഞ്ഞു. അവള് പ്രഗ്നന്റ് ആണ്. ഹല്ലേലൂയ. ദൈവം സഹായിച്ചാൽ ഒരു വെല്ലുമ്മച്ചിയൊക്കെ ആകാൻ ഇങ്ങനെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. എനിക്ക് മോൾക്ക് 8 വയസ്സ്, മൂത്ത മോൾക്ക് 8 വയസ്സ് പ്രായമുള്ളപ്പോൾ എന്റെ ബ്രെയിനിൽ ഒരു അഡിനോമ കണ്ടുപിടിക്കാനിടയെത്തിയിരുന്നു. ക്യാൻസർ അല്ല കേട്ടോ, അഡിനോമ. അതുമൂലം എന്റെ ശരീരത്തിൽ ചില ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടായി. എന്റെ ശരീരത്തിൽ നടക്കേണ്ടുന്ന പ്രവർത്തനങ്ങളൊന്നും നടന്നിരുന്നില്ല. എന്റെ സഹോദരിമാര് മാത്രം ഉള്ളതുകൊണ്ട് പറയുക, പീരിയഡ് അതൊക്കെ അങ്ങ് സ്റ്റോപ്പായി പോകുന്ന ഒരു അനുഭവം എന്റെ കൊച്ചു പ്രായത്തിൽ കടന്നു വന്നു. ഹല്ലേലൂയ. എന്റെ മോള് ജനിച്ച 9 വർഷം എനിക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. അതുകൊണ്ട് അത്രയും വലിയൊരു വ്യത്യാസം. മൂത്ത മോൾക്ക് 25 വയസ്സുണ്ട്. കൊച്ചു മോന് 10 വയസ്സേ ഉള്ളൂ. എന്റെ രണ്ടാമത്തെ മോന് സൗദി അറേബ്യ വെച്ച് മരിച്ചുപോയി. 3 മോനും 2 മോളും. ഹല്ലേലൂയ. എന്റെ വിശ്വാസത്തിന്റെ പരിശോധനകൾ എന്റെ ജീവിതത്തിൽ വലുതായിരുന്നു പ്രിയമുള്ളവരെ. പക്ഷെ ആ പരിശോധനകളുടെ മധ്യത്തിൽ എന്റെ കർത്താവിന്റെ അഭിഷേകം എന്റെ മേൽ ചൊരിയുവാനിടയായത്. ദൈവവേദലേ, നീ ഇന്നൊരു കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തിയാണോ? ശരീരത്തിൽ ഒരു ക്ലേശമായിക്കൊള്ളട്ടെ, ഭാരമായിക്കൊള്ളട്ടെ, കുഞ്ഞെ, ഞാൻ ഇത്രയും കഷ്ടതയിൽ കൂടെ കടന്നു പോയിട്ട് പറയുക, നിന്നെ തകർത്ത് കളയുവാനല്ല, നിന്നെ തകർത്ത് കളയുവാനല്ല. കാരണം ദൈവത്തിന്റെ അഭിഷേകം നിന്റെ മേൽ ചൊരിയാൻ. ഹല്ലേലൂയ. ഒരു കുഞ്ഞ് എന്റെ കണ്ണുമുന്നിലാ മരിച്ചേ പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. ആ കണ്ണുമുന്നിൽ ഒരു കുഞ്ഞു മരിച്ചപ്പോൾ ഒരു അമ്മയുടെ വേദന അത് താങ്ങാവുന്നതിനപ്പുറത്തായിരുന്നു പ്രിയമുള്ളവർ. എന്റെ മൈൻഡിന്റെ ആ ഒരു മൈൻഡ് വിട്ടുപോകുന്നത് പോലെ എനിക്ക് തോന്നി. ഹല്ലേലൂയ. എന്നാൽ അന്നേരോ എന്നെ താങ്ങി നിർത്തിയത് എന്റെ അപ്പന്റെ കരമാ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, എന്റെ മനസ്സിന്റെ നില തെറ്റിപ്പോകുന്നത് പോലെ. ഹല്ലേലൂയ. എന്നാൽ നമ്മളെ ഒന്ന് ഓർത്തു നോക്കിയേ, നമ്മുടെ പകുതി പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോയിട്ടുള്ളവർ മനോരോഗികളായിട്ട് മാറിയിട്ടുണ്ട്. എന്നാൽ എന്നെയും നിന്നെയും താങ്ങി നിർത്തുന്നത് ദൈവത്തിന്റെ കൃപയല്ലേ, ദൈവത്തിന്റെ കരുണയല്ലേ? എത്രയോ പ്രശ്നങ്ങള് നമ്മുടെ വിശ്വാസ പടകിനെ തകിടം മറിക്കുവാൻ തക്കവണ്ണം ആഞ്ഞടിച്ചു. ഇന്നും ഈ സൂം മീറ്റിങ്ങിലോ സംയമനത്തോടെ നല്ല സുബോധത്തോടെ ആയിരിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കുന്നില്ലേ? അവന്റെ വിശ്വസ്തതയല്ലേ? ഹല്ലേലൂയ. ആ ദൈവം എത്ര വലിയവനാ. ഹല്ലേലൂയ. 2006 ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവെ, എന്റെ മൂത്ത മോളെ 15 വയസ്സ് വരെ വളർത്തുവാനുള്ള ആയുസ്സിനെ എനിക്കൊന്ന് തരണമേ കർത്താവെ. കാരണം ഒരമ്മ, ഹല്ലേലൂയ, ആ അമ്മ ഈ ലോകം വിട്ട് മാറ്റപ്പെടും എന്നുള്ള ചിന്ത ഒരമ്മയുടെ ഹൃദയത്തിൽ വരുമ്പോൾ, ഒരമ്മയാണെങ്കിൽ ഓർക്കുന്നത് സ്വന്തം കുഞ്ഞിനെയാ. ഒരു പ്രസവിച്ച അമ്മയാണെങ്കിൽ ആ അമ്മയുടെ മനസ്സിൽ ആദ്യം വരുന്ന ചിന്ത, കർത്താവെ, എന്റെ കുഞ്ഞിനെ ആര് നോക്കും? ഞാൻ മരിച്ചു പോയാൽ എന്റെ കുഞ്ഞിന് ആരാ ഉള്ളേ? എന്റെ കുഞ്ഞിന്റെ കാര്യങ്ങൾ ആരാ ചെയ്യുന്നേ എന്നുള്ള ഒരു ചിന്തയാ ഒരു അമ്മയുടെ ഹൃദയത്തിൽ വരുന്നതെങ്കിലും, ദൈവ പൈതലെ, നിന്നെ ആഴത്തിൽ സ്നേഹിക്കുന്ന ഒരു സ്വർഗീയ പിതാവ് നിന്നെ പറ്റി ചിന്തിക്കാതിരിക്കുമോ? ഹല്ലേലൂയ. ഒരമ്മ തന്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച കുഞ്ഞിനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കയില്ല എന്ന് പറഞ്ഞ നിന്റെ ദൈവത്തിന്, കുഞ്ഞെ, നീ അനുഭവിക്കുന്ന ഭാരം അതേ അളവില് ദൈവം അറിയുന്നു. ഹല്ലേലൂയ. പിന്നെ എന്തിനാ ഈ കഷ്ടത എന്ന് പറഞ്ഞാല്, കുഞ്ഞെ, നിന്റെ മേൽ അധികം അഭിഷേകം പകരാൻ. ഹല്ലേലൂയ. അധികം മുറിവേറ്റവനാ കുഞ്ഞെ, അധികം എണ്ണ. ഹല്ലേലൂയ. നീ പലപ്പോഴും ചോദിച്ചിട്ടില്ലേ, കർത്താവെ, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ, ഞാൻ ആരോട് ദോഷം ചെയ്തിട്ടാ അപ്പാ? എന്നാൽ ചെയ്യാവുന്ന ഉപകാരമാണല്ലോ ഞാൻ എല്ലാവർക്കും ചെയ്തിട്ടുള്ളൂ. പക്ഷെ എനിക്ക് എന്തുകൊണ്ടാ? ഹല്ലേലൂയ. കുഞ്ഞെ, ദൈവത്തിന് നമ്മള് ഈ ലോകത്തിന്റെ ദൃഷ്ടിയിൽ ഓരോന്ന് കാണുമ്പോൾ, എന്നാൽ നിത്യതയുടെ വെളിച്ചത്തിലാ ദൈവം ഓരോന്ന് കാണുന്നേ. ഹല്ലേലൂയ. നമ്മളെ നിത്യതയ്ക്കായിട്ട് ദൈവം ഓരോ ദിവസവും ഒരുക്കിക്കൊണ്ടിരിക്കുക. പ്രിയമുള്ളവരെ, ഞാൻ ഇന്ന് ശരീരത്തിൽ ഒരു ബലഹീനത ഞാൻ അനുഭവിക്കുന്നെങ്കിൽ ഞാൻ ഇങ്ങനെയാ ചിന്തിക്കുന്നത്, കർത്താവെ, ഏത് നിമിഷമാ ഞാൻ ഈ ലോകം വിട്ടുപോകുന്നതെന്ന് അറിയത്തില്ല. ഹല്ലേലൂയ. എന്റെ പ്രഷർ 50, 24 ഒക്കെ താഴുമ്പോൾ ഞാൻ ചിന്തിക്കും, അപ്പാ, എന്റെ യേശുപ്പ എന്നെ ഇന്ന് വിളിച്ചാൽ എനിക്ക് ആരോടേലും ഹൃദയത്തിൽ പിണക്കം ഉണ്ടോ? ഗലാത്യലേഖനത്തിൽ പറഞ്ഞിട്ടില്ലേ, പക, പിണക്കം, വിദ്വേഷം. നമ്മൾ ഒരു വ്യക്തിയെ കാണുമ്പോൾ, ദൈവമക്കളെ, ഞാൻ ആത്മാവിൽ ചോദിക്കുക, നമുക്ക് ഏതെങ്കിലും സന്തോഷത്തോടെ ഒന്ന് കൈ കൊടുക്കാൻ. ഹലോ, പ്രൈസ് ദി ലോർഡ്, എന്തോ ഉണ്ട് വിശേഷം?
ആ സന്തോഷം, ആ മുഖത്തുള്ള സന്തോഷം ഒരു വ്യക്തിയോട് ഒരു പകയോ പിണക്കമോ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിലുണ്ടല്ലോ, നമുക്ക് ആ നിത്യതയിൽ പോകാൻ പറ്റത്തില്ല പ്രിയമുള്ളവരെ. നമ്മൾ ഓടിയതും അധ്വാനിച്ചതും എല്ലാം വൃഥാവായി തീരും. കഴിഞ്ഞ ദിവസം ഒരു സിസ്റ്റർ എന്നോട് ചോദിച്ചു, ഗ്ലോറി സിസ്റ്ററെ, അപ്പൊ അങ്ങനെയാണ് എത്ര പേർക്ക് അങ്ങോട്ട് ചെല്ലാൻ പറ്റൂ? ഹല്ലേലൂയ. അതാ കർത്താവ് പറയുന്നേ, നമ്മൾ പറഞ്ഞു തീർക്കാനുള്ളതെല്ലാം നമ്മൾ തീർക്കണം. ഹല്ലേലൂയ. നമ്മളെ കാണുമ്പോ ഒരാളുടെ മുഖം മങ്ങിയിരിക്കുവാണെ അങ്ങോട്ട് ചോദിക്കണം, സഹോദരി എന്താ മുഖത്തിന് ഒരു വിഷമം, എന്നീന്ന് എന്തേലും ഭാരം ഉണ്ടായിട്ടുണ്ടോ? ഒന്ന് താഴാൻ തയ്യാറായി നോക്കിയേ സഹോദരിമാരെ. ദൈവകൃപ നമ്മളിലേക്ക് പകരും ദൈവം. ഹല്ലേലൂയ. നമ്മളൊന്ന് താഴ്മയോടെ ജീവിക്കാൻ, എല്ലാം സഹിപ്പാനും വഹിപ്പാനും ക്ഷമിപ്പാനും നമ്മളൊന്ന് തീരുമാനിച്ചു നോക്കിയേ, ദൈവകൃപ നമ്മളിലേക്ക് ഒഴുകി വരും. ഹല്ലേലൂയ. ഈ മറിയെ ദൈവം തെരഞ്ഞെടുക്കാൻ കാരണം എന്താ? ഞാൻ അതാ ചിന്തിക്കുന്നത്. ഇന്ന് സഹോദരിമാരായോണ്ട് ഞാൻ പറയുക, ഹല്ലേലൂയ, അവൾക്കൊരു താഴ്മയുണ്ടായിരുന്നു പ്രിയമുള്ളവരെ. സഹോദരിമാരായ നമ്മളിൽ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റിയാ താഴ്മ. കർത്താവേ, ഞാൻ ഒന്നുമല്ല, ഈ 27 പേര് ഈ ഗ്രൂപ്പിലുണ്ട്. ഞാൻ ചിന്തിക്കുക 26 പേരും എന്നേക്കാൾ ശ്രേഷ്ഠരാ. ഹല്ലേലൂയ. ഞാനതൊരു ചുമ്മാ ഒരു വാക്കായിട്ട് പറയുകയല്ല പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. പ്രിയ നിർമ്മല ആന്റി എന്നേക്കാൾ എത്രയോ ശ്രേഷ്ഠയാ. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ജോയമ്മ ആന്റി, സാറാമ്മ ആന്റി, അവരൊക്കെ എന്നിലും എത്രയോ ശ്രേഷ്ഠരാ. ഹല്ലേലൂയ. ആ ചിന്ത നമ്മളിൽ വന്നാ ഉണ്ടല്ലോ, നമുക്ക് താഴ്മ ധരിക്കാൻ പറ്റും. ഹല്ലേലൂയ. ഇത് ഞാനാ വലുത്, എന്നെ കവിഞ്ഞ ആരുമില്ല എന്നുള്ള ചിന്ത. ഹല്ലേലൂയ. ഞാൻ ചിന്തിക്കുകയും മറിയ എലിസബത്തിനെ കാണാൻ ഇങ്ങ് ചെല്ലുമ്പോഴേ ആ എലിസബത്ത് പറയും, എന്റെ കർത്താവിന്റെ മാതാവ് എന്റെ അടുക്ക വരുന്നല്ലോ. ഉടനെ മറിയ പറയുവാ, ഞാനൊന്നുമല്ല, ഹല്ലേലൂയ, ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് എന്തിനേലും ഒക്കെ ടാലന്റുകളൊക്കെ ഉണ്ടെങ്കിൽ അത് കർത്താവിന്റെ നാമ മഹത്വത്തിനായി തീരട്ടെ. നമ്മൾ ഇന്ന് എഴുന്നേറ്റ് നടക്കുവാന്. ഹല്ലേലൂയ. ഞാൻ ചിന്തിക്കും, ഈ കോവിഡ് മൂലം എത്ര പേർക്ക്, പലരും പറയുന്ന വാക്സിന്റെ സൈഡ് എഫക്റ്റ് ആണ്. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ചർച്ചിലെ ഒരു മോന് UK പഠിക്കാൻ പോയതാ. ആ മോന് ഞങ്ങളുടെ ചർച്ചിലെ ഒരു സിസ്റ്ററുടെ കസിനാ. ഹല്ലേലൂയ. 25 വയസ്സുള്ള വളരെ മിടുക്കനായ ഒരു മോന്, ആ മോന്റെ തലയിലെ ഒരു ഞരമ്പ് പൊട്ടി വെന്റിലേറ്ററിലായിരുന്നു. ഇന്ന് പ്രഭാതത്തിൽ ആ കുഞ്ഞു കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടു. എത്രയോ സംഭവങ്ങളാ. ഹല്ലേലൂയ. ഞങ്ങളുടെ ഇവിടെ ഓടി നടന്ന്, കഴിഞ്ഞ ദിവസം ഇവിടെ മിറ്റം തൂക്കാൻ വേണ്ടി ഓടി നടന്ന് മിറ്റം തൂക്കുന്ന ആന്റിയ ഇന്നലെ കഴിഞ്ഞ ആഴ്ചയില് പെട്ടെന്ന് നിന്നതിപ്പിൽ ഒരു തലവേദന വരുന്നെന്ന് പറഞ്ഞു പുറകോട്ട് വീണു. കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടു. ഹല്ലേലൂയ. ഈ ലോകം, നമ്മൾ ഇന്ന് ഇവിടെ ആയിരിക്കുന്നെങ്കിൽ അടുത്ത നിമിഷം നമുക്ക് ഉണ്ടോ എന്ന് അറിയത്തില്ല പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. ഞാനൊരു കാര്യം ആത്മാവിൽ ചോദിക്കുക, എന്തെങ്കിലും പറഞ്ഞു തീർക്കാനുണ്ടോ? എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ക്രമീകരിക്കാനുണ്ടോ? ഹല്ലേലൂയ. ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി. ഹല്ലേലൂയ. ദൈവമക്കളെ, എന്റെ മരണത്തീന്ന് ദൈവം എന്നെ വിടുവിച്ചതാ. ഹല്ലേലൂയ. കർത്താവ് എന്നോട് പറഞ്ഞ ഒരു കാര്യം, കുഞ്ഞെ, നീ ഈ ലോകത്തെ പ്രസാദിപ്പിച്ചോ മനുഷ്യനെ പ്രസാദിപ്പിച്ചോ പ്രസംഗിക്കണ്ട. നീ നിത്യതയ്ക്കായിട്ട്, നീ ഒരു മെസ്സേജ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിത്യതയ്ക്കായിട്ടൊന്ന് ഒരുങ്ങുന്ന രീതിയിൽ ജനത്തെ ഒന്ന് ക്രമീകരിക്കാൻ പറ്റുമോ? അതാ കർത്താവ് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തെ ഒന്ന് ദൈവമുമ്പാകെ ഇന്ന് പകൽക്കാലം കർത്താവെ ആ സ്വർഗത്തിൽ എത്തിച്ചേരുന്നതിന് തടസ്സമായിട്ട് ഞാൻ പറയാൻ പ്രിയമുള്ളവരെ, കമ്മൽ ഇടാതിരിക്കാൻ വളരെ എളുപ്പമാ അല്ലെ? കമ്മലുമാലയൊക്കെ ഇടാതിരിക്കുന്നത് തന്നെയാ മനുഷ്യന് സൗന്ദര്യം. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഒരു കുഞ്ഞു പറയുവാ, ഗ്ലോറി ആന്റി, നിങ്ങളൊന്നും ആഭരണം ഒന്നും ഇട്ടില്ലേലും നിങ്ങളുടെ മുഖത്തോട്ട് നോക്കുമ്പോ എന്തൊരു ഭംഗിയാ, ഒട്ടും വേണ്ട, ഒന്നും വേണ്ട. നിങ്ങളുടെയൊക്കെ മുഖത്തുള്ള ഒരു പ്രത്യേക, ഒരു അവിശ്വാസി കുഞ്ഞാ കേട്ടോ പറഞ്ഞേ. അവര് കർത്താവിനെ അറിഞ്ഞിട്ടില്ല, പക്ഷെ എന്നോട് പറയുവാ, നിങ്ങൾക്ക് കമ്മലും വേണ്ട, മാലയും വേണ്ട, ഒന്നും വേണ്ട, പക്ഷെ നിങ്ങളുടെ മുഖത്തുള്ള ആ സന്തോഷം ഉണ്ടല്ലോ. ഹല്ലേലൂയ. അതെന്തോ സന്തോഷമാ. ഹല്ലേലൂയ. ദൈവമക്കളെ, നമുക്ക് അപ്പനീന്ന് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, ഒരു സ്വർഗീയ സന്തോഷം. ഹല്ലേലൂയ. അതാ കർത്താവിനോട് അങ്ങോട്ട് ക്ലോസ് ആയിട്ട് ഇരിക്കണം സഹോദരിമാരെ. ഹല്ലേലൂയ. പലപ്പോഴും നമുക്കത് പറ്റുന്നില്ല. അപ്പൻ ആഗ്രഹിക്കുന്ന അളവില് ഒന്ന് ക്ലോസ് ആയിട്ടിരിക്കാൻ നമുക്ക് പറ്റുന്നില്ല പ്രിയമുള്ളവരെ. അപ്പൻ നമ്മളെ ഒന്ന് സ്നേഹിക്കാൻ തുടങ്ങുമ്പോഴത്തേനും നമ്മൾ അങ്ങ് എഴുന്നേറ്റ് പോവാ, ധൃതി പിടിച്ച് അടുക്കള ജോലിക്ക് കാര്യങ്ങൾക്കായിട്ട് നമ്മൾ എഴുന്നേറ്റ് പോവാ. ഹല്ലേലൂയ. ആത്മാവിൽ ചോദിക്കുക. ഹല്ലേലൂയ. ഈ ഫെബ്രുവരി മാസത്തില് അപ്പനെ ഒന്നുകൂടെ ഒന്ന് സ്നേഹിക്കാൻ പറ്റുമോ? ആഴത്തിൽ ഒന്നുകൂടെ ഒന്ന് സ്നേഹിക്കാൻ പറ്റുമോ? അപ്പനുമുള്ള ആ സാന്നിധ്യത്തിൽ ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റുമോ? ഹല്ലേലൂയ. യേശുപ്പായേന്ന് പറഞ്ഞ് ഹല്ലേലൂയ. യേശുപ്പായേന്ന് പറഞ്ഞ് ഹല്ലേലൂയ. കേൾക്കാൻ പറ്റുന്നുണ്ട്? ഒരു തടസ്സം വരുന്നുണ്ട് ഇവിടെ.
കേൾക്കാൻ പറ്റുന്നുണ്ടോ ആന്റി? ഒന്ന് കൈപൊക്കി കാണിക്കണേ. ഹല്ലേലൂയ. ആ യേശു അപ്പായേന്ന് പറഞ്ഞ ആ പാദത്തിൽ ഒന്ന് കിടക്കാൻ. ഹല്ലേലൂയ. നമുക്കൊന്ന് തയ്യാറാകാമോ? ഞാൻ ഓർക്ക് കുഞ്ഞുങ്ങളെയൊക്കെ സ്കൂളിൽ വിട്ട് കഴിയുമ്പോൾ നമ്മളങ്ങ് ഫ്രീ ആകും. എന്റെ യേശുപ്പായെ, എന്റെ പ്രാണപ്രിയനെ, ഹല്ലേലൂയ, എന്റെ ശരീരത്തിൽ നിന്ന് എന്റെ ആത്മാവ് വിട്ടുപോകുന്നത് പോലെ ഒരു അനുഭവം എന്റെ ജീവിതത്തിൽ അനുഭവിച്ച് പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. മരണം മുഖാമുഖം കണ്ടതാ. അന്നേരം ഈ ലോകത്തിലെ ഭർത്താവ് എന്നെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്, എന്റെ കുഞ്ഞുങ്ങൾ സ്നേഹിക്കുന്നുണ്ട്. ഇതൊന്നും എന്റെ മനസ്സിൽ വന്നില്ല. എന്റെ യേശുപ്പായെ, എന്റെ പ്രാണപ്രിയനെന്നാ ഞാൻ വിളിച്ചത്. ഹല്ലേലൂയ. അപ്പായുടെ സ്നേഹം ഭയങ്കര പ്രിയമുള്ളവരെ. ആ യേശുപ്പയുടെ സ്നേഹത്തിന് പകരം വെക്കാൻ ഒരു സ്നേഹമില്ല. ഞാൻ ചിലപ്പം പറയും, യേശുപ്പായെ, ആ കാച്ചോട്ടി ഞാൻ കിടന്നോളാവേ, എന്റെ അപ്പയുടെ കാച്ചോട്ടി ഞാൻ കിടന്നോളാവേ. ഇന്ന് ഒന്ന് പ്രാർത്ഥിക്കുവോ, ആ യേശുപ്പയുടെ സ്നേഹത്തിന്റെ ആഴം നിന്റെ ജീവിതത്തിലോട്ടൊന്ന് ഇറങ്ങട്ടെ. കർത്താവിന് നിന്നെ ഒത്തിരി സ്നേഹിക്കണം കുഞ്ഞേ. ഹല്ലേലൂയ. ആ യേശുപ്പയുടെ പറ്റി ചേർന്നിരിക്കുന്ന ഒരു സാധാ പ്രാർത്ഥനാ ജീവിതം അല്ല ഈ 2024. അതുകൊണ്ട് പറ്റത്തില്ല. പറ്റിച്ചേർന്നിരിക്കുന്ന ഹല്ലേലൂയ. ചിലര് വരും പ്രാർത്ഥനയ്ക്കായിട്ട് കുറച്ച് സമയം മാറ്റും. അങ്ങനെയല്ല, ഇനി അങ്ങനല്ല. നമ്മുടെ അത്യാവശ്യ കാര്യങ്ങൾക്കായിട്ട് ഇച്ചിരി മാറ്റി വെച്ചിട്ട് ബാക്കി സമയം മുഴുവൻ അപ്പായേ അപ്പായേ എന്ന് പറഞ്ഞ് ഹല്ലേലൂയ. എന്റെ കുഞ്ഞുങ്ങൾ ചിലപ്പോ എന്നോട് പറയും, മമ്മി ഇങ്ങനെ തലേ തുണി ഇട്ടോണ്ട് ഇങ്ങനെ നടന്നാൽ വല്ലവരും ഓർക്കും അമ്മ മുസ്ലിമാണ്. ഞാൻ പറയും, മോനെ എന്തു വേണേലും ഓർത്തോട്ടെ. ഹല്ലേലൂയ. എനിക്ക് തലേ തുണി ഇടാതെ നടക്കാൻ പറ്റത്തില്ല മക്കളെ. ഹല്ലേലൂയ. വണ്ടി ഓടിക്കുമ്പോ വലിയ വശമൊന്നുമില്ല കേട്ടോ. തലേ തുണി ഇടുമ്പോ മക്കള് പറയും, മോൻ അമ്മയെ വല്ലവരും കളിയാക്കും അമ്മേ. ഞാൻ പറഞ്ഞു, മക്കളെ കളിയാക്കിക്കോട്ടെ, അമ്മയ്ക്ക് വശമില്ല മോനെ. ഞാൻ പറയാം, യേശോപ്പ എന്റെ അടുത്തുനിന്ന് മാറല്ലേ യേശോപ്പച്ച. വണ്ടി ഓടിക്കുമ്പോ ഞാൻ പറയും, എന്റെ കൂടെ ഇരിക്കണേ. ഹല്ലേലൂയ. കാരണം നമ്മുടെ ഡ്രൈവിങ്ങിന്റെ കഴിവ് കൊണ്ടല്ല പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. ഞാൻ എന്റെ ജീവിതത്തിൽ അനുഭവിച്ചതാ. ഒരു ഇടുക്ക വഴി കൂടെ പോവാ കേട്ടോ, ഓപ്പോസിറ്റ് ഒരു വണ്ടി വരുവാ. എങ്ങോട്ടാ സൈഡ് കൊടുക്കണ്ടേന്ന് എനിക്ക് അറിയത്തില്ല. ദീർഘനാളുകൾ ഗൾഫിലായിരുന്നു. ഞാൻ ചോദിക്കും, യേശോപ്പായെ ഞാൻ എന്നാ ചെയ്യണ്ടേ? ഓപ്പോസിറ്റ് വണ്ടി വരുവാ. ഹല്ലേലൂയ. ഞാൻ അനുഭവിച്ചതാ പ്രിയമുള്ളവരെ പറയുന്നേ. എന്റെ ഈ കയ്യിൽ ആരോ ഒന്ന് പിടിക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഹല്ലേലൂയ. റിവേഴ്സ് ഗിയർ ഇട്ടിട്ട് ലെഫ്റ്റിലോട്ട് തിരിപ്പിക്കുക. ഹല്ലേലൂയ. കുഞ്ഞെ, നമുക്കൊന്നും അറിയാൻ മേലാത്ത സാഹചര്യത്തില് നമ്മുടെ കൂടെ നടക്കുന്ന ഒരപ്പനെയാ ഞാൻ പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെ ഒന്ന് പറഞ്ഞിട്ടുണ്ട്, യേശോപ്പച്ച എനിക്ക് ഇന്നത് അറിയത്തില്ല, ഇന്ന കാര്യം ചെയ്യാൻ എനിക്ക് വശമില്ല, എന്നെ ഒന്ന് സഹായിക്കണേ അപ്പായേ, എന്റെ കൂടെ ഇരിക്കണേന്ന് നമ്മൾ വലിയ ഫോർമാലിറ്റിയിലൊന്നും വിളിക്കണ്ടെന്നേ. ഹല്ലേലൂയ. ഉന്നതനും ഉയർന്നിരിക്കുന്നവന് ശാശ്വത എന്റെ അപ്പച്ചാന്ന് ആ ഹൃദയത്തിന്റെ നിഷ്കളങ്കതയിൽ ഒരു വിളി വിളിച്ചാലുണ്ടല്ലോ, എന്റെ പിതാവ് അവിടെ ഇറങ്ങി വരും കുഞ്ഞെ. ഹല്ലേലൂയ. ആ യേശുവിനെയാ ഞാൻ പ്രസംഗിക്കുന്നേ. ഹല്ലേലൂയ. അവൻ അത്ഭുത മന്ത്രിയാ, വീരനാ, ദൈവമാ, നിത്യപിതാവാ, സമാധാന പ്രഭുവാ. ഹല്ലേലൂയ. എന്റെ കുഞ്ഞിന്റെ ആ 8 വയസ്സുള്ളപ്പോഴേ എനിക്ക് ബ്രെയിനെ ട്യൂമർ കണ്ടുപിടിച്ചേ. ഹല്ലേലൂയ. എന്നാൽ അന്ന് ഞാൻ പ്രാർത്ഥിച്ച, യേശോപ്പായെ എന്റെ കുഞ്ഞിനെ 15 വയസ്സ് വരെ വളർത്താനുള്ള 8 വയസ്സിൽ അവളോടൊന്ന് കുളിക്കാൻ പറഞ്ഞപ്പോ അവൾ ഈ വയറ് മാത്രം ഇങ്ങനെ കഴുകിക്കൊണ്ടിരുന്നപ്പോ ഒരു അമ്മയായ എനിക്ക് സങ്കടം വന്നു. എന്നാൽ എന്റെ കുഞ്ഞിന്റെ വിവാഹം 2 വർഷം പുറകിൽ നടക്കുവാൻ ദൈവം ഇടയാക്കി. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായിട്ട് നമ്മളെ നടത്തുന്ന ദൈവമാ. ഹല്ലേലൂയ. നമ്മുടെ ദൈവം എത്ര വലിയവനാ, നമ്മുടെ ദൈവം ശക്തമാനാ. നമ്മൾ ചിന്തിക്കും, കർത്താവേ എനിക്ക് ഇച്ചിരി കൂടെ അല്ല. ഹല്ലേലൂയ. ആശാരി ഉപദേശിയുടെ മരുമകനായിരിക്കുന്ന PV ശാമുവേൽ എന്ന കർത്തദാസൻ എന്നോട് അന്ന് ദൂത് പറഞ്ഞു, ഗ്ലോറി ദീർഘായുസ് കൊണ്ട് തൃപ്തി വരുത്തും. ഹല്ലേലൂയ. നീ ഭാരപ്പെടല്ലേ, നീ ഓർക്കുക, എന്റെ കുഞ്ഞിനെ വളർത്താൻ നിനക്ക് ആയുസ് കിട്ടത്തില്ല, പക്ഷെ നിനക്ക് ദീർഘായുസ് കൊണ്ട് തൃപ്തി വരുത്തുന്ന ദൈവം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ ദൈവ സ്വർഗത്തിൽ ജീവിക്കുന്ന ദൈവമക്കളെ, 2011 എന്റെ ബ്രെയിൻ MRI സ്കാൻ ചെയ്യുമ്പോഴുണ്ടല്ലോ, എനിക്ക് ഒരു ട്യൂമർ ഇല്ല, ഒരു അഡിനോമ ഇല്ല. വർഷങ്ങൾക്ക് മുന്നേ കണ്ടുപിടിച്ച അഡിനോമ ദൈവം എടുത്തു മാറ്റി. ആ കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. അതിന് 1 രൂപയുടെ മരുന്ന് കഴിച്ചില്ല. ഈ ലോകത്തിലെ ഒരു ന്യൂറോ സർജൻ KV മത്തായി പറഞ്ഞു, സർജറി ചെയ്ത സൈഡ് എഫക്റ്റ് ഉണ്ട്, ബ്രെയിനിന്റെ സർജറിയാ. പക്ഷെ എന്റെ അപ്പൻ ഒരു സർജറി ചെയ്തു എന്റെ ബ്രെയിനിൽ. എന്റെ സ്വർഗത്തിലെ അപ്പച്ചൻ ഒരു സർജറി ചെയ്തു പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. എന്റെ കുഞ്ഞ് ചോദിക്കോ, എന്റെ അമ്മയുടെ എവിടെയാ അമ്മ ട്യൂമർ? ഞാൻ പറഞ്ഞു, മോനെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലാ കണ്ടുപിടിച്ചേ, ആന്റീരിയർ ലോബിലാന്ന് അതിനാ റിപ്പോർട്ട് കാണിച്ചു. അവളന്നേരം പറയാം, എന്റെ അമ്മയുടെ തല എന്റെ മടിയിലോട്ട് ഒന്ന് വെച്ചേ അമ്മേ. അവളെ വെച്ചിട്ട് കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയ ദൈവമേ, കുരുടന് കാഴ്ച കൊടുത്ത ദൈവമേ, മുടിന്തിനെ സൗഖ്യമാക്കിയ ദൈവമേ, എന്റെ അമ്മയുടെ തലയിലെ ട്യൂമർ യേശുപ്പച്ചന്റെ നാമത്തിൽ മാറിപ്പോട്ടെന്ന്. ഹല്ലേലൂയ. ഹല്ലേലൂയ.
എന്റെ ദൈവം ആ 2011 സ്കാൻ ചെയ്യുമ്പോൾ ഒരു കുഴപ്പവുമില്ല പ്രിയമുള്ളവരെ. എനിക്ക് അത് കഴിഞ്ഞ് എന്റെ മോളെ സിസേറിയൻ ചെയ്ത എടുത്ത് എനിക്ക് 3-4 മക്കളെയും കൂടെ എന്റെ അപ്പൻ എനിക്ക് തന്നു കേട്ടോ. ഹല്ലേലൂയ. എന്റെ ദൈവം വിശ്വസ്തനാ, എന്റെ ദൈവം വിശ്വസ്തനാ. അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാ. പക്ഷെ ഒരു കാര്യം അപ്പൻ ആഗ്രഹിക്കുക, കുഞ്ഞേ നീ അവനോടൊന്ന് പറ്റിച്ചേർന്നിരിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കാവോ? അത്യാവശ്യം എനിക്കറിയാം, ഒരു 3-4 മക്കളൊക്കെ ഉള്ള ഒരു അമ്മയുടെ വീട്ടുപണി, ജോലി, കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ നമ്മൾ എപ്പോഴും അങ്ങോട്ട് അടുക്കളയിൽ കിടന്നാലുണ്ടല്ലോ ഒന്നും നടക്കത്തില്ല പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. ഒരു ഭക്തൻ പറയുകയാ, ഞാൻ ഒത്തിരി തിരക്കുള്ള വ്യക്തി ആയതുകൊണ്ട് എന്റെ ജീവിതത്തിലെ ആദ്യ 4 മണിക്കൂറുകൾ ഞാൻ കർത്താവിന് വേണ്ടി കൊടുക്കുന്നത്. എല്ലാം കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കാന്ന് വെച്ചാൽ നടക്കത്തില്ല സഹോദരിമാരെ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിന്റെ ആദ്യ സമയം ഒന്ന് പ്രാർത്ഥിക്കാം. ഈ പ്രയർ മൂവ്മെന്റിൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് നമുക്ക് ആ കാര്യം ഓർത്ത്, കർത്താവേ നീ ആഗ്രഹിക്കുന്ന അളവിൽ നിന്നോടൊന്ന് പറ്റിച്ചേർന്നിരിക്കാൻ സഹായിക്കണേ. ഹല്ലേലൂയ. ഒന്ന് പ്രാർത്ഥിച്ച സഹോദരിമാരെ, ആ പ്രാർത്ഥനയുടെ അഭിഷേകം, ആ പ്രാർത്ഥിക്കുന്ന, ഹല്ലേലൂയ. എന്റെ കർത്താവ് മനുഷ്യനായിട്ട് ഈ ഭൂമി വന്നപ്പോ നിർജ്ജന സ്ഥലത്ത് പോയി പ്രാർത്ഥിച്ചു. എപ്പോഴും പ്രാർത്ഥിച്ചു, എപ്പോഴും പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. അങ്ങനെയാണ് കിട്ടുന്ന സമയമൊക്കെ, ഹല്ലേലൂയ, കിട്ടുന്ന സമയമൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം സഹോദരിമാരെ. ഹല്ലേലൂയ. ഞാനിങ്ങനെ ഞങ്ങളുടെ ചർച്ചിൽ ഇച്ചിരി നേരത്തെ ചെന്നാലുണ്ടല്ലോ, ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് പ്രിയമുള്ളവരെ. പണ്ട് ഞാൻ പ്രാർത്ഥിക്കാൻ മടിയുള്ള, എന്റെ കൊച്ചു പ്രായത്തിൽ മടിയായിരുന്നു. ഹല്ലേലൂയ. എന്റെ കർത്താവ് ഇപ്പൊ എനിക്ക് ഇച്ചിരി കിട്ടിയ ഓടി ചെന്നിരിക്കും. ഹല്ലേലൂയ. ആലയത്തിലോട്ട് ചെന്ന് കുറെ നേരം ഇരുന്ന് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. ദൈവമക്കളെ, ഓടി എപ്പോ പ്രാർത്ഥിക്കാൻ സാവകാശം കിട്ടുന്നോ അപ്പോഴൊക്കെ പ്രാർത്ഥിക്കണം. നമ്മള് ഈ ഞാനൊരു മുസ്ലിം കൺട്രിയിലായിരുന്നു ദീർഘനാളുകള്. ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, അവര് പലപ്പോഴും നമ്മൾ ഈ ഹോസ്പിറ്റലിലൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോ അവരുടെ ആ കറക്റ്റ് പ്രാർത്ഥനാ സമയമാകുമ്പോ അവര് പോയിരുന്ന് പ്രാർത്ഥിക്കും. ഏത് ഇതാണെങ്കിലും അവർക്കൊരു സല ചെയ്യാൻ ഒരു റൂമുണ്ട്. ഏത് ഹോസ്പിറ്റലിന് വെയിറ്റ് ചെയ്യുന്നതിന്റെ അവിടെ ഒരു സല റൂമുണ്ട്. ആ കറക്റ്റ് സമയമാകുമ്പോ അവരുടെ ഒരു കാർപ്പറ്റ് പോലത്തെ കയ്യിലെടുത്ത്, അതെപ്പോഴും കയ്യിൽ ബാഗിലും ഒക്കെ കൊണ്ട് നടക്കുന്നവരുണ്ട്. ആ കറക്റ്റ് സമയത്ത് 5 നേരം പ്രാർത്ഥിക്കും പ്രിയമുള്ളവരെ. കയ്യിലിരിപ്പ് ശരിയല്ലായിരിക്കും, എന്നാലും ആ പ്രാർത്ഥിക്കേണ്ട സമയം അങ്ങനെയാണെങ്കിൽ ഈ ജീവനുള്ള സത്യദൈവത്തെ അറിഞ്ഞ നമ്മള് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ ദൈവം നമുക്ക് തന്നപ്പോൾ നമ്മൾ എത്ര സമയമാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ എടുക്കുന്നത്? ഒന്ന് ജസ്റ്റ് നമ്മൾ ഇരിക്കുമ്പോ ഒന്ന് സമയം നോക്കിയിട്ട് നമ്മൾ എഴുന്നേക്കുന്ന അതെല്ലാം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയേ. നമ്മൾ കൊടുക്കേണ്ട അളവിൽ കൊടുക്കുന്നില്ല പ്രിയമുള്ളവരെ. പലപ്പോഴും പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോ പോലും നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. കറക്റ്റ് അല്ലേ പറയുന്നേ? നമ്മളൊരു സൂം മീറ്റിംഗിൽ കയറുമ്പോ അല്ലേ, ഒരു സൂം മീറ്റിംഗിലാണെ തന്നെ ഇന്നാളിൽ ആരോ ഇട്ടേക്കുന്നത് കണ്ടു, അച്ഛാ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞ് ഒരു ആന്റി പറയുന്ന സൂം മീറ്റിംഗിന്റെ ഇടയ്ക്ക് അല്ലേ, അച്ഛാ ഞാൻ ചപ്പാത്തി എടുക്കട്ടെ എന്ന് ഇങ്ങനെ ചോദിക്കുന്നത് ഒരു ആന്റി, അതിങ്ങനെ പല ഷെയർ ചെയ്തേക്കുന്നത് ഞാൻ കണ്ടു. അതാ ഞാൻ പറഞ്ഞേ ഉള്ളൂ. നമ്മള് ഈ ഒരു പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോ പോലും ഏകാഗ്രതയെ കളയുന്ന അനുഭവങ്ങളാ അല്ലെ. നമുക്ക് ഏകാഗ്രമായിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല. ചിലപ്പോ അങ്ങനെ നമ്മളൊരു പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോ പോലും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളാ. ചിലപ്പോ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോഴായിരിക്കും വെളിയിൽ ഒരാൾ വന്ന് കോളിംഗ് ബെല്ലടിക്കുന്നത്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ മാതാവിനോട് പറഞ്ഞു, അമ്മേ ഞാൻ പ്രാർത്ഥിക്കാതിരിക്കുമ്പോ എന്നെ വിളിക്കല്ലേ. കാരണം നമ്മുടെ പ്രാർത്ഥന തടസ്സം ചെയ്യാൻ പിശാച് നോക്കുന്ന ദൈവം ഇതിലെ. കാരണം നമ്മൾ ആ ഉയരത്തിൽ നിന്നുള്ള ശക്തി പ്രാപിച്ചാലുണ്ടല്ലോ അവന് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഉയരത്തിൽ നിന്നുള്ള ശക്തി പ്രാപിച്ചാൽ നമ്മുടെ മനസ്സിനോട് പോരാടാൻ അവന് പറ്റത്തില്ല പ്രിയമുള്ളവരെ. നമ്മുടെ സമ്പാദ്യം അല്ല വലുത്, നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യമല്ല, അതിലെല്ലാം ഉപരിയായിട്ട് പിശാച് നമ്മുടെ മനസ്സിനോടാ പലപ്പോഴും പോരാടുന്നത്. നിന്റെ മനസ്സിനെ തളർത്തി നിരാശപ്പെടുത്തി ഇപ്പൊ മതി യഹോവേ എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ എന്ന് ചിന്തിക്കുന്നത് പോലെ നിരാശയുടെ അനുഭവങ്ങൾ കൊണ്ടിട്ടിട്ട് തളർത്തുവാനാ ശത്രു നോക്കുന്നത്. പക്ഷെ ആ മനസ്സ് നിന് കൈവിട്ടു പോകാതിരിക്കണമെങ്കിൽ, ആത്മാവിൽ പറയുക സഹോദരിമാരെ, മനസ്സ് കൈവിട്ടു പോകാതിരിക്കണമെങ്കിൽ ആത്മാവിൽ പോരാടി പ്രാർത്ഥിക്കണം. ഒരു സാധാ പ്രാർത്ഥനയല്ല. ഒന്ന് കൈ ഉയർത്തി പറഞ്ഞേ, കർത്താവേ പ്രയർ മൂവ്മെന്റുകളിൽ 31 പേര് ജോയിൻ ചെയ്തിരിക്കുക. കർത്താവെ പ്രാർത്ഥനയുടെ ഒരു അഭിഷേകം എന്റെ മേൽ പകരണമേ. ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കുവാൻ, ആത്മാവിൽ പോരാടി പ്രാർത്ഥിക്കുവാൻ.
ഹല്ലേലൂയ. മണിക്കൂറുകൾ മണിക്കൂറുകൾ കർത്താവിന്റെ സന്നിധിയിൽ എൻജോയ് ചെയ്യുന്ന അനുഭവം. ഹല്ലേലൂയ. അവനിൽ തന്നെ രസിക്കുന്ന അനുഭവം, അപ്പനിൽ തന്നെ. ഹല്ലേലൂയ. അപ്പന്റെ മാറോട് പറ്റിയ യോഹന്നാൻ അങ്ങനെ ആയിരുന്നല്ലേ. ഞാനിങ്ങനെ ചിന്തിക്കുക, യേശോപ്പ ഞാൻ അങ്ങനെ ഓർക്കും, എന്റെ യേശോപ്പായ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഉഴപ്പിയായിരുന്നു. പക്ഷെ എന്റെ അപ്പായെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോ ഉണ്ടല്ലോ, ഞാൻ ആ യോഹന്നാൻ എപ്പോഴും ആ മാറോട് ചാരിയിരിക്കും അല്ലേ. ദൈവമേ, നമ്മളെങ്ങാനും ഉണ്ടായിരുന്നേ ആ യോഹന്നാനെ ഒന്ന് മാറ്റിയിരുത്ത് എന്റെ യേശോപ്പയുടെ കാച്ചോട്ടി ഒന്ന് കിടക്കാൻ പറ്റിയായിരുന്നെങ്കിൽ. ഹല്ലേലൂയ. ഈ യേശുവിന്റെ സാന്നിധ്യം പോലെ സന്തോഷം തരുന്ന ഒരു സാന്നിധ്യം ഇല്ല പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. എന്നാൽ പിശാച് പലപ്പോഴും ദൈവജനം എന്ന് അഭിമാനിക്കുന്നവരിൽ പോലും ഈ സന്തോഷത്തെ നഷ്ടപ്പെടുത്തി കളയുക. യേശുപ്പായിൽ നിന്ന് നമുക്ക് ഈ ദാവീദ് നിഷ്കളങ്കനായിരുന്നു, ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ളവനായിരുന്നു. പക്ഷെ അവന്റെ രക്ഷയുടെ സന്തോഷം പോലും പിശാച് നഷ്ടപ്പെടുത്തിയെങ്കിൽ. ഹല്ലേലൂയ. ദാവീദ് പ്രാർത്ഥിക്കുക, നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. സഹോദരിമാരെ, ഈ രക്ഷയുടെ സന്തോഷം എന്ന് പറയുന്നത് അത് വലിയതാകട്ടോ. ആ സന്തോഷം പലപ്പോഴും പിശാച് അത് പൂർണ്ണതയിൽ അനുഭവിക്കുവാൻ നിന്നെ അനുവദിക്കുന്നില്ല. ഒന്ന് ആത്മാവിൽ നിന്ന് ജയിച്ചേ അതിനെ. പലപ്പോഴും നിന്റെ സന്തോഷത്തെ ശത്രു കെടുത്തിക്കളയുക കുഞ്ഞേ. ഹല്ലേലൂയ. ആ രക്ഷയുടെ സന്തോഷം പൂർണ്ണമായി അനുഭവിക്കാതെ നിരാശപ്പെടുത്തി അസ്വസ്ഥത ഇട്ടുകൊണ്ട് അസ്വസ്ഥതപ്പെടുത്തുന്ന ചിന്തകൾ ഇട്ടുകൊണ്ട് ദാവീദിന് അന്ന് രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെട്ടത് ഒരു സ്ത്രീ വിഷയത്തിലായിരുന്നുവെങ്കിൽ പലപ്പോഴും നമ്മുടെ രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെടുത്തി കളയുന്ന അനുഭവങ്ങൾ വിശ്വാസ ജീവിതത്തിന് നേരെ കടന്നു വരികയെ കുഞ്ഞെ. അതിനെ ആത്മാവിലൊന്ന് ജയിച്ചേ. ഹല്ലേലൂയ. ഏലിയാവിന്റെ സന്തോഷം നഷ്ടപ്പെടുത്തിയത് ഇസബേൽ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ വാക്കായിരുന്നു. ഹല്ലേലൂയ. ഇപ്പോൾ മതി യഹോവേ, എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ. സഹോദരിമാരെ, ഇനിയും നീ ഒരു മനുഷ്യന്റെ വാക്ക് കേട്ട് നിരാശപ്പെടാനുള്ളവളും നിരാശപ്പെടാനും തകരാനും ഉള്ളവളല്ല. ഈ ഒറ്റ ദിവസത്തെ ഇന്ന് തീരുമാനിച്ചോണം, കർത്താവെ ഒരു പേപ്പർ ഉണ്ടെങ്കിൽ അതിൽ എഴുതി വെച്ചോ, എന്റെ സന്തോഷത്തെ, എന്റെ കർത്താവിലൂടെയുള്ള രക്ഷയെ പറ്റി ഞാൻ അനുഭവിച്ചിട്ട് ആ രക്ഷയുടെ സന്തോഷത്തെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള അനുഭവങ്ങളെ ജയിക്കുവാൻ എന്നെ സഹായിക്കണമേ. എന്ത് പ്രതികൂലം വരട്ടെ പ്രിയ ദൈവത്തിലെ, ദൈവം നിന്നെ പ്രതികൂലത്തിൽ ഒറ്റയ്ക്കാക്കുന്ന ദൈവത്തെ അല്ല ഞാൻ പ്രസംഗിക്കുന്നത്. പ്രതികൂലം വരുമ്പോൾ നിന്റെ കൂടെയല്ല കുഞ്ഞെ, നിന്നെ കരങ്ങളിൽ വഹിക്കുന്ന എന്റെ യേശുവിനെയാണ് ഞാൻ പ്രസംഗിക്കുന്നത്. നിനക്കാരുമില്ലാതെ വരുമ്പോൾ ഹല്ലേലൂയ, നിന്റെ കൂടെ നടക്കുകയല്ല, നിന്നെ എടുത്തു പിടിക്കുന്ന ഒരു അപ്പനെയാണ് ഞാൻ പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ. താങ്ങിപ്പിടിക്കുന്ന, മാറോട് ചേർത്ത് കിടത്തുന്ന. ഹല്ലേലൂയ. കുഞ്ഞെ, നിന്റെ ജീവിതത്തിലെ പല പ്രതികൂലത്തിലും അവൻ നിന്റെ കൂടെ നടക്കുകയല്ലായിരുന്നു, അവൻ നിന്നെ മാറോട് ചേർത്ത് പിടിക്കുകയായിരുന്നു. അതുകൊണ്ടാ കുഞ്ഞെ ഈ സൂം മീറ്റിംഗിൽ നീ സംയമനത്തോടെ അറ്റൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നീ ഒരു മനോരോഗിയായിട്ട് മാറിയേനെ. ഹല്ലേലൂയ. കർത്താവേ, എന്റെ മനസ്സിന്റെ നില തെറ്റാതെ എത്രയോ ഭാരങ്ങൾ, പ്രയാസങ്ങൾ നിന്റെ ജീവിത പടകിനെ തകിടം മറിക്കുവാൻ തക്കവണ്ണം അനുവദിച്ചപ്പോൾ ഒരപ്പന്റെ കരം നിന്നെ താങ്ങില്ലേ. കുഞ്ഞെ, ആ കർത്താവ് നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നു കേട്ടോ. ഹല്ലേലൂയ. അവന് നിന്നെ അനുഗ്രഹിച്ചേ പറ്റൂ. പക്ഷെ ഇന്ന് പകൽക്കാലം ഒരു തീരുമാനം എടുക്കണം. എനിക്കറിയാം ഒരു സ്ത്രീയുടെ ഉത്തരവാദിത്തങ്ങൾ എനിക്കറിയാം പ്രിയമുള്ളവരെ. നമുക്ക് എപ്പോഴും അടുക്കളയിൽ കിടക്കേണ്ടവരല്ല. ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ടേബിളിൽ എടുത്തു വെച്ച് അടച്ചു വെച്ചിട്ട് ഹല്ലേലൂയ നമുക്ക് ഫുഡൊക്കെ കൊടുക്കണം, എല്ലാവർക്കും കൊടുക്കണം, എനിക്കറിയാം. എന്നാലും നമുക്ക് അപ്പനോടൊന്ന് ഒട്ടിച്ചേർന്നിരിക്കണം പ്രിയമുള്ളവരെ. അപ്പന് നിന്നെ അനുഗ്രഹിച്ചേ മതിയാകൂ കുഞ്ഞേ. ഹല്ലേലൂയ. നിന്നെ അനുഗ്രഹിച്ചേ മതിയാകൂ, നിന്നെ സഹായിച്ചേ മതിയാകൂ. അപ്പന്റെ സ്നേഹത്തിലേക്ക് ഒന്ന് മടങ്ങി വാ. ഹല്ലേലൂയ. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 15-16 വാക്യങ്ങൾ ഒന്ന് വായിക്കണമേ. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 15-16 വാക്യങ്ങൾ. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. നാം സഹോദരിമാരെ, അത് മതി മോളെ. നമ്മൾ എന്തിനാ ഭയപ്പെടുന്നേ? അല്ലെ, നമ്മൾ എന്തിനാ ഭയപ്പെടുന്നേ? കാൽവറിയിൽ അവസാനത്തുള്ളി രക്തം വരെ ഊറ്റിത്തന്ന ഹല്ലേലൂയ കുഞ്ഞെ, നിന്നെ ഭയപ്പെടുത്തുന്ന അനുഭവങ്ങൾ ഉണ്ടാകും.
നിന്നെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകും, നിന്നെ നിരാശപ്പെടുത്തുന്ന അനുഭവങ്ങൾ ഉണ്ടാകും. കുഞ്ഞെ, നിന്നെ നിരാശപ്പെടുത്തുന്ന വാക്കുകൾ പറയുന്നവരാരുമല്ല നിന്നെ വിളിച്ചത്. നിന്നെ വിളിച്ചതുണ്ടല്ലോ, കാൽവറിയുടെ മലമുകളിൽ അവസാനത്തുള്ളി രക്തം വരെ ഊറ്റിത്തന്ന അബ്ബ പറയുക, കുഞ്ഞെ നീ ഇനി ഭയപ്പെടരുത്. നീ ഒത്തിരി ഭയപ്പെട്ടു, ഒത്തിരി നിരാശപ്പെട്ടു, ഒത്തിരി ഭാരപ്പെട്ടു, രാത്രിയിൽ ഉറങ്ങാതെ ഇരുന്ന് കരഞ്ഞു. പക്ഷെ കുഞ്ഞെ, നീ അങ്ങനെ കരഞ്ഞാല് നീ ഒരു മനോരോഗിയായിട്ട് മാറും കുഞ്ഞെ. ഹല്ലേലൂയാ. നിന്റെ നിരാശകള് എന്നെ കേൾക്കുന്ന ചില ആത്മാവിൽ ഞാൻ കൽപ്പിക്കുക കേട്ടോ, യേശോപ്പായുടെ സാന്നിധ്യത്തില് നിന്നുകൊണ്ട്. ഒരു സൂം മീറ്റിംഗ് ആ കുഞ്ഞെ, പക്ഷെ നീ ഇരിക്കുന്നിടത്ത് ദൈവ സാന്നിധ്യം ഇറങ്ങി വരികയാ. ആത്മാവിലൊന്ന് ജയമെടുത്ത് പലപ്പോഴും നിരാശപ്പെടുത്തുന്ന ചിന്തകൾ ഇട്ടുകൊണ്ട് നിന്നോട് പോരാടി. ഹല്ലേലൂയ. ശത്രുവിനറിയാം ഒരു വ്യക്തിയുടെ ബലഹീനത എന്താണെന്ന്. ഹല്ലേലൂയാ. നിരാശപ്പെടുത്തുന്ന ചിന്തകളോട്ട് ഇനി മുന്നോട്ടൊരു വഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം അവസാനിച്ചു. ഹല്ലേലൂയാ. എന്നാൽ എന്റെ കർത്താവ് കുഞ്ഞെ അബ്ബായേ എന്ന് വിളിക്കുവാന്, ഹല്ലേലൂയാ, ഡാഡി, പപ്പായേ, അബ്ബായേ എന്ന് വിളിക്കുവാന്, ഹല്ലേലൂയാ, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തെങ്കിൽ, ദൈവവൈതലേ, ഈ കർത്താവ് നിന്റെ പിതാവാ കുഞ്ഞെ. ഈ ലോകത്തിൽ ഒരു പിതാവ് നിനക്ക് മാറ്റപ്പെട്ടാലും അവൻ നിന്റെ നിത്യപിതാവാ. അവൻ സമാധാന പ്രഭുവാ. അവൻ മനസ്സലിവുള്ള പിതാവാ കുഞ്ഞെ. നീ കരയുമ്പോൾ നിന്റെ കൂടെ കരയുന്ന ഒരബ്ബായെയാ ഞാൻ പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ. നിന്നെ മറ്റുള്ളവർ നിന്ദിക്കുമ്പോൾ, മറ്റുള്ളവർ കുത്തുവാക്കുകൾ പറയുമ്പോൾ, കുഞ്ഞെ, മറ്റുള്ളവർ നിന്നെ തരം താഴ്ത്തുമ്പോൾ, ഹല്ലേലൂയ, ദാവീദ് പറയുകയാ, നിന്ന എന്റെ ഹൃദയത്തെ തകർത്ത് കളഞ്ഞു. കുഞ്ഞെ, ഈ നിന്ന എന്ന് പറയുന്നത് അത് മനസ്സിന് അനുഭവിക്കുന്നതാ. ഒരാൾ നമ്മളെ അടിച്ചാൽ അത് ശരീരത്തിലാ. എന്നാൽ ഒരുവന്റെ ഒപ്പം, ഇപ്പൊ ഞാൻ പറയാം, ഒരു വീട്ടില് സഹോദരങ്ങളിൽ 4 സഹോദരങ്ങൾ ഉന്നത ലെവലില്ല. ഒരാൾക്ക് സാമ്പത്തികമായിട്ട് ഇച്ചിരി ഞെരുക്ക, അവനെ ഒരു നിന്നയാ, അല്ലേ? ഹല്ലേലൂയ. എന്നാൽ ദാവീദ് പറയാ, നിന്ന എന്റെ ഹൃദയത്തെ തകർത്ത് കളഞ്ഞെന്നാ ദാവീദ് പറയുന്നു. ദാവീദിന്റെ അപ്പന്റെ കണ്ണിന് പോലും അവൻ മാന്യനല്ലായിരുന്നു പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. മറ്റ് സഹോദരന്മാരെ എല്ലാം ഇങ്ങനെ ശമൂവേൽ ഒരു രാജാവിനെ അഭിഷേകം ചെയ്യാൻ വന്നപ്പോഴേ അപ്പം പോലും മറ്റ് സഹോദരങ്ങളെ എല്ലാം കാണിച്ചു കൊടുത്തു. ഇവനെ തള്ളിക്കളഞ്ഞു. കാട്ടിൽ പറയുക, പിന്നെ ഒരുത്തനുണ്ട്, അവൻ കാട്ടിൽ ആടിനെ മേയ്ക്കുക. കുഞ്ഞേ, അപ്പം തള്ളിയാലും അമ്മ തള്ളിയാലും, ദാവീദ് പറയുക ചില സങ്കീർത്തനത്തില്, എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. പിന്നെ ദാവീദിന്റെ സ്വന്തം മകൻ, ഹല്ലേലൂയ, പോലും ദാവീദിനെതിരായി. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. കുഞ്ഞേ, നിനക്ക് ആരെതിരായിക്കൊള്ളട്ടെ, ഇതൊന്നും നീ കണ്ട് നിരാശപ്പെടല്ലേ, ഭാരപ്പെടല്ലേ. കാരണം ഇവരാരുമല്ല നിന്നെ വിളിച്ചത്. നിന്റെ കർത്താവാ. നിന്റെ കർത്താവിന് നിന്റെ കാര്യത്തിൽ ഉത്തരവാദിത്വമുണ്ട് കുഞ്ഞെ. ഹല്ലേലൂയ. അവൻ മനസ്സലിവുള്ള പിതാവാ. നിന്നെ മറ്റുള്ളവർ നിന്ദിക്കുമ്പോൾ ചില നിന്ന നിന്റെ ചെവിക്കകത്ത് നീ കേട്ടിട്ടുണ്ട്, എന്നാൽ ചില നിന്ന നീ കേട്ടിട്ടില്ല. നീ കേട്ട നിന്ന വാക്കുകളുണ്ട് കുഞ്ഞെ, എന്നാൽ കേൾക്കാത്ത നിന്ന വാക്കുകളുണ്ട്. എന്നാൽ ഹല്ലേലൂയ, അത് കേട്ട ഒരപ്പൻ നിനക്ക് വേണ്ടി കരുതുവാ. കുഞ്ഞെ, നീ എഴുതി വെച്ചോ. ഒരു പേപ്പറും ഒരു പേനയും നിന്റെ കയ്യിലുണ്ടെങ്കിൽ എഴുതി വെച്ചോ. നീ എവിടെ നിന്ദിക്കപ്പെട്ടോ അവിടെ ദൈവം നിന്നെ മാനിക്കും കുഞ്ഞെ. ഹല്ലേലൂയ. എവിടെ നീ കരഞ്ഞോ, ഹല്ലേലൂയ, യോസേഫേ, നീ സ്വന്തം സഹോദരന്മാരുടെ മുന്നേ നീ കെഞ്ചി കേണില്ലേ. ഹല്ലേലൂയ. അച്ചാച്ചന്മാരെ, എന്നെ ഈ പൊട്ടക്കിണറ്റിൽ ഇടല്ലേ, ഞാൻ നിങ്ങൾക്കുള്ള ഭക്ഷണവും കൊണ്ട് വന്നതാ. പക്ഷെ ആ സഹോദരന്മാരുടെ മുന്നിൽ, ഹല്ലേലൂയ, ഈ റൂമിലാണെങ്കിലും ഞാനൊരു അസാധാരണ ദൈവ സാന്നിധ്യം അനുഭവിക്കുക പ്രിയമുള്ളവരെ. ഞാൻ ഇന്നിരുന്ന് പറഞ്ഞു, കൊണ്ടിരിക്കുന്ന മെസ്സേജ് പറ. കർത്താവ് പറയാ, കുഞ്ഞെ, എന്റെ കൃപ നിനക്ക് മതി, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ഞാൻ ഈ സൂം മീറ്റിംഗിൽ ഇവിടെ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ഞാൻ പറഞ്ഞല്ലോ, എന്റെ പ്രഷർ വളരെ രാവിലെ ആയിരുന്നു. ഹല്ലേലൂയ. ഞാൻ ഒരു കുപ്പി വെള്ളമൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചു. കർത്താവേ, ഡൗൺ ആയി പോകുവോ, ഇരിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറയുകയാ, മോളെ, എന്റെ കൃപ നിനക്ക് മതി. ഹല്ലേലൂയ. അതെ, നമുക്ക് എന്തെങ്കിലും ശരീരത്തിന് ഇച്ചിരി ബലം ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ ആശ്രയിച്ചാ നിൽക്കുന്ന എന്റെ സഹോദരിമാരെ, ഞാനൊരു കാര്യം പറയട്ടെ. ഹല്ലേലൂയ. ഞാൻ നിൽക്കുന്നത് കംപ്ലീറ്റ് എന്റെ അപ്പനിൽ ആശ്രയിച്ചാ കേട്ടോ.
അപ്പന്റെ മാറോട് ചേർന്ന് നിന്നുകൊണ്ട് ഞാൻ ഈ പറയുന്ന കാരണം, നിൽക്കുവാൻ എനിക്ക് ബലമില്ല പ്രിയമുള്ളവരെ, നിൽക്കുവാൻ എനിക്ക് ശക്തിയില്ല. കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ തോന്നും. എന്റെ അപ്പൻ എന്റെ നാവോട് കൂടെ ഇരുന്നിട്ട എനിക്ക് ഈ വചനം നിങ്ങളോട് പറയുവാൻ പറ്റുന്നേ. കുഞ്ഞെ, നിരാശപ്പെടുന്ന കുഞ്ഞെ, ആത്മാവിൽ ദൈവാത്മാവ് പറയുക, നിന്റെ നിരാശ മാറട്ടെ. ഇന്ന് രാത്രി, ഇന്ന് പകൽക്കാലം നിന്റെ ഭാരങ്ങൾ മാറട്ടെ. നിന്നെ അറിയുന്ന ദൈവം, ഹല്ലേലൂയ, നിന്നെ മാനിക്കുവാൻ ശക്തനാ. അവൻ നിന്നോട് മനസ്സലിവുള്ള പിതാവാ, നിന്നെ സ്നേഹിക്കുന്ന പിതാവാ. കുഞ്ഞെ, ലോകത്തിൽ ആര് നിന്നെ സ്നേഹിച്ചില്ലായാലും, ഹല്ലേലൂയ, നീ ആരെയൊക്കെ സ്നേഹിച്ചാലും അവര് നിന്റെ സ്നേഹം മനസ്സിലാക്കത്തില്ല. എന്നാൽ നിന്റെ സ്വർഗീയ പിതാവ്, നീ അവനോട് പറ്റിയിരുന്നാല്, എന്റെ അപ്പായെ, ഞാൻ നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. ആ മറിയെ പോലെ കാര്യം നേടാനല്ല, ഹല്ലേലൂയ, യേശു ആഴത്തിൽ സ്നേഹിച്ച യോഹന്നാനെയാണെങ്കിൽ യേശുവിനെ ആഴത്തിൽ സ്നേഹിച്ച നല്ല കാര്യത്തിൽ മറിയ. പ്രിയമുള്ളവരെ, കാറ് മേടിക്കാനല്ല, കെട്ടിടം വെക്കാനല്ല, കല്യാണം നടക്കാനല്ല, അവള് കല്ലറയ്ക്കലൊക്കെ ഓടി ഒറ്റ ആഗ്രഹമുള്ളൂ, എന്റെ അപ്പായുടെ സാന്നിധ്യം ഒന്നറിയണം. ഹല്ലേലൂയ. കുഞ്ഞെ, നീ കൊതിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പായുടെ സാന്നിധ്യത്തിനൊന്ന് അനുഭവിക്കാൻ വേണ്ടി. ഹല്ലേലൂയ. ഈ അപ്പായുടെ മുഖം ഞാൻ കണ്ടിട്ടില്ല പ്രിയമുള്ളവരെ, പക്ഷെ അവന്റെ സാന്നിധ്യം എന്റെ അടുക്കൽ ഇറങ്ങി വന്നു. ഹല്ലേലൂയ. ആ സാന്നിധ്യത്തിൽ ഞാൻ ഒരു ആലില പോലെ വിറച്ചു പ്രിയമുള്ളവരെ. ആ സാന്നിധ്യത്തില് ഞാൻ ഒരു ആലില പോലെ ഇരുന്ന് വിറയ്ക്കുവാനിടയായി തീർന്നു. കുഞ്ഞെ, നീ ആ സാന്നിധ്യം കൊതിക്കുന്നുണ്ടോ? അവന്റെ ശബ്ദം കേൾക്കാൻ കൊതിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പായെ, നിന്റെ സാന്നിധ്യം എനിക്കൊന്ന് അനുഭവിക്കണം, നിന്റെ ശബ്ദം എനിക്കൊന്ന് കേൾക്കണം. ഹല്ലേലൂയ. നിന്നെ സ്നേഹിക്കുന്ന പിതാവാ, അവന്റെ ആ സ്നേഹം നീ ഒന്ന് അനുഭവിച്ചേ. ആ രക്ഷയുടെ ഫുള്ള് സന്തോഷം ഒന്ന് അനുഭവിച്ചേ പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. അവൻ നിനക്ക് വേണ്ടി കരുതുന്ന പിതാവാ. ഹല്ലേലൂയ. കുഞ്ഞെ, നിനക്ക് വേണ്ടി 1 രൂപ അക്കൗണ്ടിൽ ഇടാൻ, നിനക്കൊരു സ്വത്ത് തരുവാന് ആരുമില്ല എങ്കിലും നിനക്ക് വേണ്ടി കരുതുന്ന പിതാവാ. ഹല്ലേലൂയ. അപ്പന് മക്കളോട് കരുണ തോന്നുപോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. ഹല്ലേലൂയ. കുഞ്ഞെ, നിന്നോട് കരുണ തോന്നുന്ന ഒരു ദൈവം സ്വർഗത്തിൽ ജീവിക്കുന്നുണ്ട് കേട്ടോ. ഹല്ലേലൂയ. അവൻ നിനക്ക് വേണ്ടി എന്ത് കുടിക്കും, എന്തുടുക്കും എന്നിങ്ങനെ നീ വിചാരപ്പെടരുത്. നീ വിചാരപ്പെടരുത് കുഞ്ഞെ. വിചാരപ്പെട്ടാൽ നീ ഒരു രോഗിയായിട്ട് മാറും, നീ ഒരു മനോരോഗിയായിട്ട് മാറും. കർത്താവ് എനിക്ക് ഒന്ന് പറഞ്ഞേ, എന്റെ യേശു അപ്പ എനിക്ക് വേണ്ടി കരുതും, എന്റെ യേശു അപ്പ എനിക്ക് വേണ്ടി കരുതും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, എന്റെ കുഞ്ഞുങ്ങൾക്ക് രാവിലെ സ്കൂളിൽ പോകുവാന് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ ഉണ്ടാക്കുവാന് എത്ര ക്ഷീണമാണെങ്കിലും, കിച്ചണിൽ ഒരു ചെയറിട്ടിട്ടാണെങ്കിലും ഒരു മാതാവായ ഞാനത് ചെയ്യുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, കുഞ്ഞെ, നീ അപ്പനിൽ ഒന്ന് ആശ്രയിച്ചേ. ഹല്ലേലൂയ. നിന്നെ അപ്പനിലുള്ള വിശ്വാസം ഒന്ന് വർദ്ധിച്ച്, എന്റെ കർത്താവ് എനിക്ക് വേണ്ടി കരുതും. വിശ്വാസത്തിന്റെ വാക്ക് പറ. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഒരു കർത്താവിന്റെ ദാസൻ പറയുകയാ, അബ്രഹാം ചങ്ക് പിടയ്ക്കുക, മോനുമായിട്ട് ഈ മല കയറുക, ചങ്ക് പിടയ്ക്കുക. ഹല്ലേലൂയ. അപ്പാ, തീയും വിറകുണ്ട്, യാൻ കഴിക്കാനുള്ള വസ്തു എവിടെ? ചങ്ക് പിടയ്ക്കുമ്പോഴും പറയുക, മോനെ, ദൈവം കരുതിക്കൊള്ളും, ഒന്നും കാണാനില്ല. ഹല്ലേലൂയ. ഈ അബ്രഹാം അവിടെ ചെന്നിട്ട് വിറകടുക്കി. ഹല്ലേലൂയ. വിറകടുക്കുമ്പോളേ ഈസഹാക്ക് ചുറ്റും നോക്കുക, അപ്പാ പറഞ്ഞല്ലോ കരുതുവെന്ന്. ഹല്ലേലൂയ. അപ്പാ പറഞ്ഞല്ലോ കരുതുവെന്ന്. എവിടെയാ കരുതിയത്? ഈ മോനെ പിടിച്ച് കിടത്തി. ഹല്ലേലൂയ. അന്നേരം വിശ്വസിച്ചു പ്രിയമുള്ളവരെ, കരുതും. ഹല്ലേലൂയ. എന്റെ അപ്പ എനിക്ക് വേണ്ടി കരുതും. ഹല്ലേലൂയ. കുഞ്ഞ് നെഗറ്റീവ് വാക്ക് പറഞ്ഞത് മതി. ഹല്ലേലൂയ. എന്റെ യേശു അപ്പ എന്നെ മറ്റുള്ളവരുടെ മുന്നിൽ നിന്നാപാത്രമായി തീരുവാൻ അനുവദിക്കത്തില്ല. ഒന്ന് പറഞ്ഞേ കുഞ്ഞെ, നീ ഏത് വിഷയമാണ് നിന്നെ വിഷമിപ്പിക്കുന്നേ? ഏത് വിഷയം ഓർത്താ കൂടുതൽ കൂടെ നീ കരയുന്നേ? ആ വിഷയത്തിൽ ആത്മാവിൽ ദൂത് പറയുകയാ. ദൈവം നിനക്കായിട്ട് കരുതും. ദൈവം നിനക്ക് ഒരു ദിവസം മുന്നേ അല്ല, ഒരു ദിവസം പുറകിലല്ല, തക്ക സമയത്ത് മനസ്സലിവുള്ള പിതാവ് കുഞ്ഞെ കരുതും. പക്ഷെ നീ അവനെ ഒന്ന് ആഴത്തിൽ സ്നേഹിക്കണം. ഈ മറിയെ ഓടുമ്പോൾ അവളോട് ചോദിക്കാം, നീ എന്തിനാ ഈ രാവിലെ ഓടുന്നേ? അവള് പറയുവാ, എനിക്ക് വിടുതലൊക്കെ കിട്ടി, പക്ഷെ എനിക്ക് എന്റെ അപ്പായുടെ സാന്നിധ്യം ഒന്ന് അറിയണം. ഞാനിങ്ങനെ ഓർക്കും, പലപ്പോഴും ഈ നേഴ്സിംഗ് ഹോസ്റ്റലുകളിൽ പോയി പ്രയർ നടത്തുമ്പോ എന്തേലും ഒരു വിഷയം വരുമ്പോ ഈ പിള്ളേരെല്ലാം കൂടെ അടിച്ചു വിട്ടിങ്ങ് വരും കേട്ടോ പ്രാർത്ഥനയ്ക്ക്. ആ വിഷയം ഇരുന്ന് പ്രാർത്ഥിച്ച് വിടുതൽ കിട്ടിക്കഴിയുമ്പോ പിന്നെ ഒന്നിനെയും പ്രാർത്ഥനയ്ക്കും കാണാനില്ല, അടുത്ത വിഷയം വരണം. ഹല്ലേലൂയ. എന്നാൽ അങ്ങനെയല്ല പ്രിയമുള്ളവരെ.
ഈ മറിയ പറയുവാ, എനിക്കൊന്നും കിട്ടാനല്ലെന്നേ, എന്റെ അപ്പായുടെ സാന്നിധ്യം. ഹല്ലേലൂയ. ആഴത്തിൽ സ്നേഹിക്കുന്ന മറിയെ പേര് ചൊല്ലി വിളിക്കുക. മറിയേ, ഹല്ലേലൂയ. കുഞ്ഞേ, ഇന്ന് പകൽക്കാല സൂം മീറ്റിൽ ഇരിക്കുന്ന ദൈവവൈതലേ, നിന്നെ പേര് ചൊല്ലി, ഹല്ലേലൂയ, ഗ്ലോറി മോളെ, സ്റ്റെഫി മോളെ, നിർമ്മല മോളെ, സാറാമ്മ മോളെ എന്നൊക്കെ പറഞ്ഞ് പേര് ചൊല്ലി വിളിക്കുന്ന ഒരു അപ്പായെയാ ഞാൻ പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ. ഇനി ഈ ലോകത്തിൽ മോളെ എന്ന് വിളിക്കാൻ ഒരു അപ്പ ഇല്ലെങ്കിലും ഉണ്ടല്ലോ, നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന മറിയേ എന്ന് പേര് ചൊല്ലി വിളിച്ചതുപോലെ കുഞ്ഞെ, നിന്റെ പേര് നിന്റെ സ്വർഗത്തിലെ അപ്പ എനിക്ക് അറിയാം. അബ്ബ പിതാവേ, ഹല്ലേലൂയ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ദൈവമാ. ഹല്ലേലൂയ. നമ്മളെ, ഹല്ലേലൂയ, നീ അങ്ങനെ ദൈവത്തിന്റെ നിർണയപ്രകാരമുള്ള വിളിയിലുള്ള ഒരു കുഞ്ഞാണെങ്കിൽ ദൈവവൈതലെ നിന്നെ തകർക്കുവാൻ ശത്രു നോക്കിയാലും അതെന്റെ ദൈവം നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിപ്പിക്കും. ഹല്ലേലൂയ. സമയം വളരെ മുന്നോട്ട് പോയല്ലോ നിർമ്മലാന്റി. ഹല്ലേലൂയ. അതുകൊണ്ട് ഇനി അടുത്ത 10:50 ആയല്ലോ. സമയം മുന്നോട്ട് പോയതുകൊണ്ട് ഇനി ദൈവം സഹായിച്ച കുറെ അനുഭവങ്ങൾ പങ്കുവെക്കാനുണ്ട് പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. എന്നാലും ദൈവം ഇത്രത്തോളം അടിയനെ നിർത്തി. ഹല്ലേലൂയ. ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവശക്തി. ഹല്ലേലൂയ. ദൈവമക്കളെ, നിങ്ങൾ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണമേ. നിർമ്മല ആന്റിയെ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം കേട്ടോ. ഹല്ലേലൂയ. എന്റെ കുഞ്ഞ് പ്രഗ്നന്റ് ആയിരിക്കുന്നു. മോന് 10ാം ക്ലാസ്സിലാണ്. കൊച്ചു മോൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഹല്ലേലൂയ. എന്റെ അപ്പന്റെ കൃപയുള്ളത് കൊണ്ട് മാത്രമാ ഞാൻ നിൽക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ കർത്താവ് അയക്കുന്നിടത്തൊക്കെ കടന്നു പോകുന്നു കേട്ടോ. ഹല്ലേലൂയ. ശുശ്രൂഷയ്ക്കായിട്ട് അത് എല്ലായിടത്തും അങ്ങ് ഓടി പോകത്തില്ല. കർത്താവ് അത്രയും സംസാരിച്ചേ മാത്രമേ ഞാൻ പോകത്തുള്ളൂ. ഹല്ലേലൂയ. നിങ്ങൾ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. കുടുംബമായി അത്യാഗ്രഹമുള്ളു. കർത്താവേ, ഒരു സമയത്ത് എന്റെ പിതാവ് ഈ എന്റെ കർത്താവിനെ കവലയിലൊക്കെ നിന്ന് പ്രസംഗിക്കുമ്പോ ഞാൻ ലജ്ജിച്ചിട്ടുണ്ട്. അപ്പാ, ഇപ്പൊ കവല എന്ന് പ്രസംഗിക്കുന്ന ഏറ്റവും ഇഷ്ടം. ഹല്ലേലൂയ. കാറിന്റെ പുറകിൽ ഒരു മൈക്ക് സെറ്റൊക്കെ വെച്ച് പോകും. ഹല്ലേലൂയ. അനേക കവലകളിൽ എന്റെ കർത്താവിനെ ഉയർത്തുവാൻ ഈ ലോകം മുഴുവൻ നമ്മുടെ വേദിയാ സഹോദരിമാരെ. ഒരുമിച്ച് കർത്താവിനെ ഉയർത്തുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. എനിക്ക് സമയം അനുവദിച്ചു തന്ന പ്രിയ നിർമ്മലാന്റിയോടുള്ള നന്ദി സ്നേഹവും അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നന്നായി കർത്താവിന്റെ വചനത്തിൽ കൂടി അധികം സംസാരിച്ചില്ല, അനുഭവത്തിൽ കൂടി വചനം വെച്ച് സംസാരിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, മഹത്വപ്പെടാം. എല്ലാവർക്കും അതൊരു നല്ലൊരു അനുഭവമായി എന്ന് ഞാൻ പൂർണ്ണമായി കരുതുന്നു. ഇനിയുള്ള സമയം കർത്താവിന്റെ ദാസിക്ക് നന്ദി സ്നേഹം അർപ്പിക്കുന്നു. അതുപോലെ തന്നെ അടുത്തതായി ഒരു സാക്ഷ്യം കൂടെ ഉണ്ട്. ലിസി സജി ലൈനിലുണ്ടല്ലോ. ലിസി സജി. ഓക്കെ, സമയം ഒരു 20 മിനിറ്റ് സമയം എടുക്കണം. കുഴപ്പമില്ല, സമയം ഇല്ലെങ്കിൽ വേണ്ട, ഇനി അടുത്ത മാസത്തേക്ക് ചെയ്യാം, കുഴപ്പമില്ല. ഉണ്ടെങ്കിൽ പ്രാർത്ഥന, പുതിയ ആൾക്കാർ വേറെ കയറിയിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാം. പ്രാർത്ഥനാ വിഷയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കാം. ഓക്കെ. ആന്റിക്ക് കുറച്ച് സമയം കൂടെ കൊടുക്കാമായിരുന്നല്ലോ. ഗ്ലോറി ആന്റിക്ക് കുറച്ച് സമയം കൂടെ കൊടുക്കാമായിരുന്നു. നല്ല അനുഗ്രഹിക്കപ്പെട്ട എല്ലാവരെയും നന്നായി ടച്ച് ചെയ്യുന്ന ഒരു അനുഭവ സാക്ഷ്യവും അതുപോലെ നല്ല ദൈവകൃപയിലാണെന്ന് പറഞ്ഞത്. അത് ഒരു കുറച്ച് സമയം കൂടെ കിട്ടി അത്രയും കൂടെ കൊടുത്തെങ്കിൽ അത്രയും കൂടെ ഒരു അനുഗ്രഹമായിരുന്നു എല്ലാവർക്കും. എല്ലാവരുടെയും നടക്കണമല്ലോ, അതുകൊണ്ടാണ്. ഓക്കെ, പ്രാർത്ഥനാ വിഷയം വല്ലതും ഉണ്ടോ? അല്ലെങ്കിൽ സിസ്റ്റർ സാക്ഷ്യം പറയും. പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൈകാര്യം ചെയ്യണം. ഉണ്ടെങ്കിൽ ഉണ്ടോ ആർക്കെങ്കിലും? ഇല്ലെങ്കിൽ പിന്നെ സിസ്റ്ററിന് സാക്ഷ്യം പറഞ്ഞു. ഞാൻ ട്രീസയാ, ഗോവന്നാ. എന്നെ സുനില സിസ്റ്റർ തന്നത്. സുനില സിസ്റ്ററായിട്ട് കയറിയതാ ഗ്രൂപ്പില്. എനിക്ക് കുറച്ച് പ്രാർത്ഥന വിഷയമുണ്ട്. എൻ്റെ വീട്ടില് ഭയങ്കര പ്രോബ്ലംസ് നടന്നിട്ടിരിക്കുക. എൻ്റെ ഭർത്താവ് അങ്ങനെ ആദ്യം ജീസസിന്റെ അടുത്ത് വന്നിട്ടില്ല. ഞാൻ കെട്ടിയേക്കുന്ന ഒരു ഗോവക്കാരനാ. ഞാനിവിടെ ചെറുപ്പത്തിലെ വന്ന് ഇവിടെ സെറ്റിലായിരിക്കുക. സോ എനിക്കൊരു മോനേ ഉള്ളു. അവൻ കല്യാണം കഴിച്ച അവൻ ബാംഗ്ലൂരിലാ. ഞാൻ ഇവിടുത്തെ ഗോവ പള്ളിയിലാണ് അറ്റൻഡ് ചെയ്തിട്ടിരിക്കുന്നത്. സോ ഗോവക്കാരുടെ പള്ളി പെന്തക്കോസ്ത് പള്ളി പോലത്തെ അല്ല. അവരൊക്കെ വിശ്വാസികൾ ഇപ്പോഴാണ് അയക്കുന്നത്. ഞാൻ റോമൻ കാത്തലിക് നായ. ഞാൻ ശ്രീലേഖ സിസ്റ്ററിന്റെ ഒരു മീറ്റിങ്ങിന് പോയായിരുന്നു, കൺവെൻഷന്. അവിടെ പോയി വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇതിലോട്ട് കുറച്ചും കൂടി സ്ട്രോങ് ഡീപ്പായത്. ഞാൻ മലയാളികളായിട്ട് കണക്ട് ആയത്. ഞാൻ മലയാളം പറയും, എഴുതാനും വായിക്കാനൊന്നും അറിയില്ല. സോ അങ്ങനെ സൂമിൽ കയറാൻ തുടങ്ങിയപ്പോൾ സിസ്റ്റർ സുനിലിനെയും സിസ്റ്റർ ശ്രീലേഖനെയും നോയമി ഗ്രൂപ്പിൽ അവരൊക്കെ ഇങ്ങനെ കയറാൻ തുടങ്ങി.
അങ്ങനെ എന്റെ പ്രാർത്ഥന ശ്രീലേഖ സിസ്റ്റർ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോ എന്നോട് പറഞ്ഞു, ഇവിടെ വന്നിട്ടില്ല, ഗോവയിൽ എന്നോട് പറഞ്ഞു, ട്രീസയുടെ വീടല്ല, അതൊരു അന്ധകാര കൂടാ, അവിടെ ഏത് നേരം പ്രശ്നം നടന്നിട്ടിരിക്കുക. എന്നെ പ്രേ ചെയ്ത് എന്നോട് പറഞ്ഞു, എല്ലാ ദിവസവും ഹസ്ബൻഡിന്റെ ബെഡിൽ പോയി പ്രേ ചെയ്യണം, പ്രേ ചെയ്ത് എനിക്ക് കുറച്ച് വെള്ളം തന്ന് അയാളുടെ തുണികൾ നടക്കണം, അയാളെ കുടിപ്പിക്കണം, അതൊക്കെ ചെയ്യണം, എന്നിട്ട് കണ്ടിന്യൂസ് പ്രാർത്ഥന ഉപവാസം ചെയ്യണം, അതുപോലെ ആ വീട്ടിൽ മോനെ താമസിക്കാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞത് കറക്റ്റാ. എനിക്ക് അറിയില്ല, ആ വന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും പ്രശ്നങ്ങളാ, എപ്പോഴും തകരങ്ങളാ, 5 ദിവസത്തിൽ 3 ദിവസത്തിൽ കൂടുതൽ നിൽക്കില്ല. അതൊക്കെ ഞാൻ ശ്രീലേഖന്റെ സിസ്റ്ററിന്റെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കിതെല്ലാം മനസ്സിലായത്. സോ അന്ന് തുടങ്ങി ഞാൻ എല്ലാം സൂം മീറ്റിങ്ങിലും പ്രാർത്ഥന